to Xylem Learning. സാറാണ് നമ്മൾ വന്നിരിക്കുന്നത് ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും സെറ്റ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് വേണ്ടി നമുക്ക് ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് 8 ചാപ്റ്റേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യാം, മക്കൾ ഈ ഒരു ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സെറ്റാക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ അന്ന് മക്കളൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് എല്ലാവർക്കും ഒരു ബിഗ് ഗുഡ് ഈവനിങ്. സെറ്റാണോ, ഓക്കെയാണ്, റെഡിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും മക്കൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓഡിയബിൾ ആണോ, വിസിബിൾ ആണോ, മക്കൾ വെയിറ്റിംഗ് ആണോ ഹിസ്റ്ററിയുടെ ക്ലാസ്സസിന് വേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് 8 ചാപ്റ്റേഴ്സാണ് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ളത്. 8 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 8 ചാപ്റ്റേഴ്സ് എന്ന് മക്കൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലേ? ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് സാർ ഇന്നത്തെ ലൈവിൽ എടുക്കുക എന്നുള്ളതായിരിക്കും മക്കൾ അടുത്ത് ചോദിക്കാൻ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വായിക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ഹൗ, വെൻ ആൻഡ് വേർ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഹൗ, വെർ ആൻഡ് വേർ എന്താ പറയുക, ഹൗ, വെൻ ആൻഡ് വേർ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഫ്രം ട്രേഡ് ടു ടെറിട്ടറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. റൂളിംഗ് ദ കൺട്രി സൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ട്രൈബൽസ്, ദൈഗൂസ് ആൻഡ് ദ വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. വെൻ പീപ്പിൾ ട്രവൽ 1857 ആൻഡ് ആഫ്റ്റർ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സിവിലൈസിംഗ് ദ നേറ്റീവ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ ദ മേക്കിംഗ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് 1870s to 1947 വരെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് മക്കളെ നമുക്ക് സെറ്റ് ആക്കാനുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് സെറ്റ് ആക്കാനുള്ളത്. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ARD മിസ്സും നമ്മുടെ ചാപ്റ്റേഴ്സ് സെറ്റാക്കി തരാൻ വരുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഓക്കെ ആണ്, റെഡിയാണ്, സെറ്റാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യുക. ഓക്കെ ആണോ, സെറ്റാണോ, റെഡിയാണോ, എല്ലാവരും റെഡി ആയിരിക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേടാ? യെസ്, പോരട്ടെ കമൻസ് ഒക്കെ പോരട്ടെ. യെസ് ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് സെറ്റാക്കാനുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് സെറ്റാക്കി പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, മിക്സ് അപ്പ് ചെയ്തുകൊണ്ടാണ്, ചാപ്റ്റേഴ്സൊക്കെ മിക്സ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാം ഡിസ്കസ് ചെയ്യാം. ഈ ഫസ്റ്റ് ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോകും കേട്ടോ. ഓക്കെ, യെസ്. സാർ ലാസ്റ്റ് തുടങ്ങുന്ന നിൽക്കുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും കേട്ടോ മക്കളെ. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലടാ, റെഡി അല്ലടാ, എല്ലാവരും ഓക്കെ അല്ലടാ? യെസ്. ആ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അല്ല നമ്മുടെ 8th CBSE പവർ എന്ന് പറയുന്നത്. അത് മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, കാണിക്കുക. നമ്മുടെ പവർ എന്താണ് മക്കൾ? ഇതാണോ മക്കൾ നമ്മുടെ പവർ? ഇതാണോ നമ്മുടെ 8th CBSE പവർ? ഇതല്ല നമ്മുടെ പവർ. ആ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സെറ്റാക്കി വെക്കുക. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 8 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഇന്ന് ഒറ്റ ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, തീർക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. ഓക്കെ അല്ലടാ? യെസ്. അപ്പോൾ നമുക്ക് 8 ചാപ്റ്റേഴ്സാണ് സെറ്റാക്കാനുള്ളത്. 8 ചാപ്റ്റേഴ്സാണ്. അതിൻ്റെ പവർ, മക്കളുടെ പവറും കൂടി വേണം. സാറിന് ഒറ്റയ്ക്ക് നശിച്ചിട്ടാവോ? ഇല്ല, മക്കളുടെ എന്ത് ചെയ്യണം, ഫുൾ സപ്പോർട്ട് മക്കളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ഫുൾ എനർജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മക്കൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ മേക്കിംഗ് ഓഫ് നാഷണൽ മൂവ്മെന്റ് 1870s to 1947 എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നത്. ഓക്കെ അല്ലടാ മുത്തുമണികളെ? ഓക്കെ അല്ലടാ? യെസ്. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് എടുക്കാം. പിന്നെ ഒരു കാര്യം, വന്ന മക്കളൊക്കെ ലൈക്ക് അടിക്കുക. കുറേ ആളൊക്കെ ലൈക്ക് അടിക്കാൻ മടിച്ചങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വന്ന മക്കളോടൊക്കെ പറയാനുള്ളത്, പെട്ടെന്ന് ഓടിപ്പോയി ചാടി പോയിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, ലൈക്ക് ബട്ടൺ കൂടി സെറ്റാക്കി വെക്കുക കേട്ടോ. ആരൊക്കെയാണോ ലൈവ് കാണാൻ വന്നിട്ടുള്ളത് അവരൊക്കെ എന്ത് ചെയ്യുക, ലൈക്കും കൂടി എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കടാ. ലൈക്ക് ബട്ടൺ കൂടി എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കി വെക്കടാ. ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അടിച്ചു വെക്കടാ. യെസ്. ഓക്കെ അല്ലടാ? യെസ്, ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് എടുക്കാനുള്ളത് ബ്രിട്ടീഷ് റൂൾ എമേർജ് ചെയ്തത് മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാനുള്ളത്. ഓക്കെ, ബ്രിട്ടീഷ് റൂൾ സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്താണ് നമുക്കുള്ള ഈ ഒരു ചാപ്റ്റർ നോക്കാനുള്ളത്. ബ്രിട്ടീഷ് റൂൾ എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. റൈസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ 1750 to 1860 ആണ് നമുക്ക് നോക്കാനുള്ളത്. ലെഡ് ടു എമർജൻസ് ഓഫ് നാഷണലിസം. അപ്പോൾ ബ്രിട്ടീഷ് റൂൾ സ്റ്റാർട്ട് ചെയ്തതോടുകൂടിയാണ് എന്ത് കോൺസെപ്റ്റ് വരുന്നത്, നാഷണലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് റൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നാഷണലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ നമുക്ക് നോക്കണം 1750 to 1860 വരെ എങ്ങനെയായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷേഴ്സ് ഗവേൺ ചെയ്തിരുന്നത്, അവരെന്തൊക്കെ പ്രാക്ടീസസ് ആയിരുന്നു ഇവിടെ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, അത് ഇന്ത്യൻ പീപ്പിൾസിനെ ഏതൊക്കെ രീതിയിലാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് നോക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും,
Within around 110 years, the British took control of almost every aspect of India in life in India. Many Indians began to feel that the British control had to end and make in India a country of all Indians. ഇവിടെ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷേഴ്സ് ഓൾമോസ്റ്റ് മോർ ദാൻ 100 ഇയേഴ്സ് ഇന്ത്യയിൽ ഗവേൺ ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിലും ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും, ബ്രിട്ടീഷ് ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസും ബ്രിട്ടീഷ് ഡോമിനൻസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിസിബിൾ ആണ്. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ ഗവേൺ ചെയ്യുന്നു, ഇന്ത്യയെ കോൺഗോ ചെയ്യുന്നു, ഇന്ത്യയുടെ എല്ലാ ഏരിയാസിലും ബ്രിട്ടീഷേഴ്സിനെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യുന്നു, വിസിബിൾ ആവുന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ ഇന്ത്യൻസ് റിയലൈസ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫ്രീഡം വേണം. നമ്മളിപ്പോൾ എപ്പോഴും ബ്രിട്ടീഷേഴ്സിൻ്റെ അണ്ടറിൽ ഇങ്ങനെ പാവമായിട്ട് നിന്നാൽ പറ്റുമോ? ഇല്ല, നമുക്ക് എന്ത് വേണം മക്കളെ, ഫ്രീഡം വേണം. വി വാണ്ട് ഫ്രീഡം ഫ്രം ദ എന്താ പറയുക ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ പവേഴ്സ് എന്നുള്ള ഒരു തോന്നൽ ആർക്ക് ഉണ്ടാവാണ്, ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഇടയിൽ ഉണ്ടാവാണ്. ഓക്കെ അല്ലേടാ? യെസ്. അപ്പോൾ ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഇടയിൽ ഈ ഒരു ഫീലിംഗ് ഉണ്ടാവണം. എന്താണ്, നമുക്ക് ഇവരെ റെസിസ്റ്റ് ചെയ്യണം, നമുക്ക് ഇവരെ തോപ്പിക്കണം, നമുക്ക് എന്ത് വേണം, ഫ്രീഡം വേണം. അപ്പോൾ ഔട്ട്സൈഡേഴ്സിനെ തോപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം അല്ലേ? അപ്പോൾ നമുക്കിടയിൽ എന്ത് വേണം, ഒരു യൂണിറ്റ് വേണം. നമുക്കിടയിൽ എന്ത് വേണം, ഒരു യൂണിറ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു യൂണിറ്റ് ബിൽഡ് ചെയ്യാമെന്ന് ആര് ഡിസൈഡ് ചെയ്യാണ്, ഇന്ത്യൻ പീപ്പിൾസ് ഡിസൈഡ് ചെയ്യാണ്. അപ്പോൾ ബ്രിട്ടീഷേഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ പീപ്പിൾസ് എന്ത് ചെയ്യാണ്, ഒരു യൂണിറ്റ് അവിടെ ബിൽഡ് ചെയ്യാണ്. വി ആർ ഓൾ പാർട്ട് ഓഫ് ദിസ് നാഷൻ എന്ന് റിയലൈസ് ചെയ്യാണ്. ഓൾ റിലീജിയസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസ് എന്ത് റിയലൈസ് ചെയ്യാണ്, അത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ, ലാംഗ്വേജ്, വി ആർ ഓൾ പാർട്ട് ഓഫ് ദിസ് നാഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, വി ആർ ഇന്ത്യൻസ് എന്നുള്ള കാര്യം ആര് റിയലൈസ് ചെയ്യാണ്, ഇന്ത്യൻ പീപ്പിൾസ് റിയലൈസ് ചെയ്യാണ്. അപ്പോൾ ഈ ഔട്ട്സൈഡേഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, യെസ്, നമ്മളൊരു ബോണ്ടായി നിൽക്കണം, നമ്മളൊരു സെറ്റായി നിൽക്കണം, നമ്മളൊരു ടീമായി നിൽക്കണം എന്ന് റിയലൈസ് ചെയ്യുകയും അങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഇടയിൽ എന്ത് എമേർജ് ചെയ്യാണ്, നാഷണലിസം, സെൻസ് ഓഫ് വൺനെസ് എമേർജ് ചെയ്യാണ്. ഓക്കെ, സെൻസ് ഓഫ് വൺനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യാണ്, യെസ്, എമേർജ് ചെയ്ത് വരാണ് ചെയ്യുന്നത്. അതാണ് ഇത് നാഷണലിസം എന്ന് പറയുന്നത്. എന്താണ് മക്കളെ നാഷണലിസം എന്ന് പറഞ്ഞാൽ? ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ, വി ഓൾ ആർ പാർട്ട് ഓഫ് ദിസ് നാഷൻ, അല്ലെങ്കിൽ സെൻസ് ഓഫ് വൺനെസ് അല്ലെങ്കിൽ സെൻസ് ഓഫ് യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷേഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്, ബ്രിട്ടീഷ് റൂളിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യക്കാരെന്ത് ചെയ്യുന്നത്, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാ ഭാഷയിൽപ്പെട്ട ആളുകളും ഒന്നിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഇന്ത്യൻസ് ബ്രിട്ടീഷേഴ്സിനെ എന്താ റെസിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മെയിൻ ബേസസ് വെയർ കൊൽക്കത്ത, മദ്രാസ് ആൻഡ് ബോംബെ. ഈ പറയുന്ന റെസിസ്റ്റൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ എവിടെയാണ് ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആയിട്ടുള്ള ഈ പറയുന്ന മദ്രാസിലും കൊൽക്കത്തയിലും ബോംബെയിലൊക്കെയാണ് റെസിസ്റ്റൻസും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ദെൻ complete military conquest by 1850s. Many Indian princes remained nominal rulers under British rule. Britishers നമുക്ക് കാണാൻ പറ്റും 1850s ഒക്കെ ആയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു, ഇന്ത്യയെ മൊത്തത്തിൽ എന്ത് ചെയ്തു, കോൺക്വസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് മിലിറ്ററി എന്ത് ചെയ്തു, ഇന്ത്യയെ മൊത്തത്തിൽ പിടിച്ചെടുത്തു. ചില റൂളേഴ്സ് ഉണ്ടായിരുന്നു, ചില ഇന്ത്യൻ പ്രിൻസസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില പ്രിൻസ്ലി സ്റ്റേറ്റ്സും ദെയർ ഓൺ റൂളേഴ്സും ചില ഏരിയാസിൽ ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ ഏരിയാസും ആരുടെ കൺട്രോളായിരുന്നു മക്കളെ, ബ്രിട്ടീഷേഴ്സിൻ്റെ കൺട്രോളായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് വേണം മക്കളെ, ഫ്രീഡം വേണം. ഇങ്ങനെ നമ്മൾ ബ്രിട്ടീഷേഴ്സിൻ്റെ അടിമകളായിട്ട് കണ്ടിന്യൂ ചെയ്യണോ? വേണ്ട, നമ്മൾ എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ഈ റൂൾസ് എൻഡ് ചെയ്യണം എന്ന് ആര് റിയലൈസ് ചെയ്യണം, ഇന്ത്യൻ പീപ്പിൾസ് റിയലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലടാ, സെറ്റിലടാ? യെസ്, നമ്മൾ മുമ്പോട്ട് പോവാണേ. ഓക്കെ, then what were the effects of the British rule before freedom movement started? നമുക്ക് നോക്കാം. The British conquest of territories and take over kingdoms. They have introduction of new laws and administrative institutions. Changes happen in lives of peasants and rivers. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷേഴ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന അവരോട് റെസിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫ്രീഡം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബ്രിട്ടീഷേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയെ കോൺക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ്, കിങ്ഡംസും ടെറിട്ടറീസ് ഒക്കെ അവർ പിടിച്ചെടുക്കുന്നു. ദെൻ ഇവിടെ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ന്യൂ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ബ്രിട്ടീഷ് കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പെസൻസിൻ്റെയും ട്രൈബൽസിൻ്റെയൊക്കെ ലൈഫിൽ ലോട്ട്സ് ഓഫ് ചേഞ്ചസ് കൊണ്ടുവരുന്നു, ഫോറസ്റ്റ് ലോ കൊണ്ടുവരുന്നു, ട്രൈബൽസിനെ കൺട്രോൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നു. അങ്ങനെ ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഇടയിൽ വലിയ രീതിയിൽ, നിങ്ങൾക്ക് അതിന് 2 ചാപ്റ്റേഴ്സ് ഞാൻ എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ എന്താ പറയുക, ട്രൈബൽസ്, സിഗൂസ് ആൻഡ് ദ വിഷൻ ഓഫ് ഗോൾഡൻ ഏജ് നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? അവിടെ എങ്ങനെയാണ് ട്രൈബൽ പീപ്പിൾസിന് ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ ഈ പറയുന്ന പോലെ തന്നെ ഇൻഫ്ലുവൻസ് ഏത് രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും ARDMs പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റൂളിംഗ് ദ കൺട്രി സൈഡ് എന്നുള്ള ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ് അല്ലേ, ബ്രിട്ടീഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ്, റായറ്റ്വാരി, മഹൽവാരി, പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ആരിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്, പെസൻസിൽ.
ട്രൈബൽസിൻ്റെയും പെസൻസിൻ്റെയൊക്കെ ലൈഫിൽ ലോട്ട്സ് ഓഫ് ചേഞ്ചസ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എഡ്യൂക്കേഷൻ ചേഞ്ചസ് ഇൻ ദ 19th century മോഡേൺ എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലോട്ട്സ് ഓഫ് ചേഞ്ചസ് കൊണ്ടുവന്നില്ല മക്കളെ. ഇവിടെ ഉണ്ടായിരുന്ന പാഠശാലാസ് അല്ലെങ്കിൽ ലോക്കൽ സ്കൂളിംഗ് സിസ്റ്റം ഒക്കെ എന്ത് ചെയ്തു? അവരെടുത്ത് കളഞ്ഞു, പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. സിവിലൈസിംഗ് ദ നേറ്റീവ്, എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ. നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിട്ടില്ല മക്കളെ. യെസ്. അപ്പോൾ കുറേ അധികം എന്ത് കൊണ്ടുവന്നു? സ്കൂളിംഗ് സിസ്റ്റത്തിലേക്ക് എന്ത് കൊണ്ടുവന്നു? ചേഞ്ചസ് കൊണ്ടുവന്നു. പിന്നെയോ ഡിബേറ്റ്സ് റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് വിമൻ എഡ്യൂക്കേഷൻ, അബോളിഷൻ ഓഫ് സതി. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? വിമൻസിനെ കുറിച്ചും വിമൻ എഡ്യൂക്കേഷനെ കുറിച്ചും ഇന്ത്യയിലെ ലേബൽ പ്രാക്ടീസസിനെ കുറിച്ചും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സതി സിസ്റ്റം. ഇതിനെക്കുറിച്ചൊക്കെ എന്ത് നടന്നു? ഡിബേറ്റ്സും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നു. സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് ഒരു സൈഡിലൂടെ ആരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്? ബ്രിട്ടീഷേഴ്സിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ചലഞ്ചസ് ടു ദ കാസ്റ്റ് സിസ്റ്റം ബൈ ദ സോഷ്യൽ റിഫോമേഴ്സ്, ദ റിവോൾട്ട് ഓഫ് 1857 ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർമാത്ത്, ഡിക്ലൈൻ ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്. നമ്മളോട് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ആഫ്റ്റർ 1850s നമുക്ക് കാണുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് എന്തുണ്ടായി? സോഷ്യൽ റിഫോമേഴ്സിൻ്റെ ഭാഗത്ത് ഇന്ത്യയിൽ എന്തുണ്ടായി? റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന സതി ബാൻ ചെയ്യാൻ വേണ്ടി രാജാറാം മോഹൻ റോയെ പോലെയുള്ള, അല്ലെങ്കിൽ വിഡോ റിമാരേജിന് വേണ്ടി ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലെയുള്ള സോഷ്യൽ റിഫോമേഴ്സ് ഒക്കെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സോഷ്യൽ റിഫോമേഴ്സ് വെച്ച് ഫൈറ്റ് എഗെയിൻസ്റ്റ് എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓർ സോഷ്യൽ ലെവൽ പ്രാക്ടീസസ്. ദെൻ നമുക്ക് കാണാൻ പറ്റുന്നത് റിവോൾട്ട് ഓഫ് 1857 റിവോൾട്ടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലേ, കൃത്യമായിട്ടും അറിയാലേ. ഷിബോയ് റൊബലിയൻ നടന്നു. ബ്രിട്ടീഷേഴ്സിൻ്റെ സിസ്റ്റത്തെ മൊത്തത്തിൽ എന്ത് ചെയ്തു? ചേഞ്ചസ് കൊണ്ടുവന്നു. പിന്നെയോ ലൈക്ക് ഡിക്ലൈൻ ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്. ക്രാഫ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്തു? ഡിക്ലൈൻ ചെയ്തു. ഇൻഡസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്തു? ഗ്രോ ചെയ്തു. ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെയാണ് ഏത് സമയത്ത് ഉണ്ടായിട്ടുള്ളത്? ഫ്രീഡം മൂവ്മെൻറ്റ്സിന് മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ എന്താ പറയുക, ഗാന്ധിയൻ ഫേസിന് മുമ്പുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഒക്കെ 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഷിബോയ് റബലിയൻ എന്ത് ചെയ്യുന്നത്? അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് അല്ലേ? സോറി മക്കളെ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ ഇടാം മക്കളെ, ഓക്കെ ആണെങ്കിൽ ഇടാം മക്കളെ. വന്ന മക്കളൊക്കെ ലൈക്ക് അടിക്കുക, 100+ ലൈക്ക് നമുക്ക് എന്ത് ചെയ്യണം? എത്തിക്കണം. അപ്പോൾ എല്ലാവരും വന്ന മക്കൾക്കൊക്കെ സെറ്റ് ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഫയറും ലൈക്കിൻ്റെ ഏരിയയിൽ ഒരു ലൈക്കും മക്കൾ എന്ത് ചെയ്യുക? സെറ്റാക്കുക മക്കളെ. സെറ്റാക്കടാ. വന്ന ആളുകളൊക്കെ സെറ്റാണ്, ഓക്കെ ആണ്, റെഡി ആണെങ്കിൽ ഫയർ ഇട്ടോളി, ലൈക്ക് ഇട്ടോളി. ഓക്കേടാ, സെറ്റിലടാ. ഇനി ഏർലി പൊളിറ്റിക്കൽ അസോസിയേഷൻ. ഈ ചാപ്റ്ററിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഏർലി പൊളിറ്റിക്കൽ അസോസിയേഷൻ എന്നുള്ളത്. ഓക്കെ, ആദ്യകാലത്ത് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നമുക്ക് നോക്കാം. യെസ് നോക്കാം. ആഫ്റ്റർ 1850 many political associations were formed. Most of them were formed in the 1870s and 1880s. Most of these associations were led by English educated professionals. Some of them importance നമ്മൾ പറയുന്നത് ആഫ്റ്റർ 1850s ഇന്ത്യയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ലോട്ട്സ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും പൊളിറ്റിക്കൽ അസോസിയേഷൻസും പൊളിറ്റിക്കൽ പാർട്ടീസും എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ ഈ പറയുന്ന പല പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അസോസിയേഷൻസും ആരാണ് ലീഡ് ചെയ്യുന്നുള്ളത്? നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഇന്ത്യൻ പേഴ്സൺസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന പല പൊളിറ്റിക്കൽ അസോസിയേഷൻ്റെയും ലീഡേഴ്സും നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ചില അസോസിയേഷൻസ് നോക്കുകയാണെങ്കിൽ പൂന സാർവജനിക് സഭ, അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ, ദ മദ്രാസ് മഹാജൻ സഭ, അതുപോലെ തന്നെ ദ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഒക്കെയാണ് ഇതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസോസിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ കാലഘട്ടത്തിൽ ഫോം ചെയ്യപ്പെട്ടതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴാണ് നമുക്ക് ഫോം ചെയ്തിട്ടുള്ളത്? when the Indian National Congress was formed? എപ്പോഴാണ് മക്കളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്? മക്കളൊന്ന് കമൻറ്റ് ചെയ്തേ. Was formed during this period. The naming of conventions of these political associations suggest that they wanted to take issues and which affected the people of India, although many of these associations functioned in specific parts of the country. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇതിലെ പല അസോസിയേഷൻസും എന്താ പറയുക, പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാ അസോസിയേഷനും എയിം ചെയ്യുന്നത് എന്താണ്? ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് എന്ത് ചെയ്യണം? സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ കൈൻഡ് ഓഫ് അസോസിയേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ അസോസിയേഷൻ്റെയും എയിം എന്താണ്?
എന്താണ് ഇന്ത്യൻ സഫർ ചെയ്യുന്ന പ്രോബ്ലംസ്, ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്ന ട്രാജിക് കണ്ടീഷൻസ്, ഇന്ത്യൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഇതിലൊക്കെ ഇന്ത്യൻസിന് എന്ത് ചെയ്യണം, ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാ അസോസിയേഷൻസിൻ്റെയും എയിം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലെ ചില അസോസിയേഷൻസുകളും ചില ഏരിയാസിൽ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. യെസ് ഹിബ, യെസ് നന്ദിനി, യെസ് കൃഷ്ണ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് 1850 ആണ്, 1885 ആണ്. 1885 ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. 1885 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യപ്പെട്ടുള്ളത് 1885 ആണ്. ഓക്കെ, ഗുഡ്. ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷ് റൂളിന് അഗേൻസ്റ്റ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1870s ആൻഡ് 1880s ആണ്. നമുക്ക് കാണാൻ പറ്റും 1870s 80s ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. നമുക്ക് നോക്കാം. Reasons for the dissatisfaction with the British rule in 1870s and 1880s നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് ദ ആംസ് ആക്ട് ആണ്. ദ ആംസ് ആക്ട് ആണ് 1878 ആംസ് ആക്ട് പാസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആക്ട് ഡിസ് അലൗഡ് ഇന്ത്യൻസ് ഫ്രം പ്രോസസിങ് ആംസ്. ഇന്ത്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആംസ് ഒന്നും പ്രോസസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആംസ് ഒന്നും കൈവശം വെക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഈ പറയുന്ന ആംസ് ആക്ട് പ്രകാരം വരുന്നത്. അത് 1878 അതേ വർഷം തന്നെയാണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്താണ് 1878 ഈ ഒരു ആക്ട് പ്രകാരം എന്ത് ചെയ്യാണ്, ഇന്ത്യൻ പ്രസ്സസിന്, ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സിന് എന്ത് ചെയ്യാണ്, സെൻസർഷിപ്പ് കൊണ്ടുവരാണ് ആര് ചെയ്യുന്നത്, ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവരുന്നത്. വെർണാക്കുലർ പ്രസ് ആക്ടും ഏത് വർഷമാണ് മക്കളെ, 1878 ആണ്. ആംസ് ആക്ട് ഏത് വർഷമാണ്, ഏത് ഇയർ ആണ്, 1878 ആണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെയോ ഇൽബർട്ട് ബില്ലാണ് 1883. ഇൽബർട്ട് ബില്ല് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ ഇൽബർട്ട് ബില്ല് ഫസ്റ്റ്ലി ഇന്ത്യൻസ് എന്തായിരുന്നു, തൊണ്ടയ്ക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻസ് എന്തായിരുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള സാധനമായിരുന്നു. നമുക്കിവിടെ നോക്കാം. ദ ഗവൺമെന്റ് ട്രൈ ടു ഇൻട്രൊഡ്യൂസ് ഇൽബർട്ട് ബിൽ ഇൻ 1883. ദ ബിൽ മേഡ് പ്രൊവിഷൻസ് ഓഫ് ട്രയൽ ഓഫ് ബ്രിട്ടീഷ് ഓർ യൂറോപ്യൻ പേഴ്സൺസ് ബൈ ഇന്ത്യൻസ്. Thus the Ilbert bill sought to equality between British and Indian judges in the country, but the whites opposed the bill and forced to the government withdraw it. ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ജഡ്ജസിനും ബ്രിട്ടീഷ് ജഡ്ജസിനും ഈക്വൽ പവർ കൊടുക്കുകയാണ്. അതായത് ഒരു വൈറ്റ് പേഴ്സൺസിന് എന്ത് ചെയ്യണം, ട്രയൽ ചെയ്യാനുള്ള പവർ ആർക്ക് കൊടുക്കുകയാണ്, ഇന്ത്യൻ പേഴ്സൺസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ബില്ലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇംഗ്ലീഷ് പേഴ്സൺസ് അല്ലെങ്കിൽ പറയുന്ന വൈറ്റ് പീപ്പിൾസ് എന്ത് ചെയ്തു, ഇതിനെ ഒപ്പോസ് ചെയ്തു. എന്ത് വേണ്ട, ഇൽബർട്ട് ബില്ല് പാസ്സാക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് വിത്ഡ്രോ ചെയ്യണം അവർ ഡിമാൻഡ് ചെയ്തു. അങ്ങനെ ഇൽബർട്ട് ബില്ല് എന്ത് ചെയ്തില്ല, പാസ്സായില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്, ഈ 3 സിറ്റുവേഷൻസ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നത്. 1870s 1880s ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മക്കളെ, ഇൽബർട്ട് ബിൽ, പിന്നെയോ വെർണാക്കുലർ പ്രസ് ആക്ട്, പിന്നെയോ ആംസ് ആക്ട് ഇൻ വിച്ച് ഇയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ 1878 ആണ് വെർണാക്കുലർ പ്രസ് ആക്ട്. ഓൾസോ ഏതിലാണ്, ഈ പറഞ്ഞ 1878 തന്നെയാണ്. ഇൽബർട്ട് ബിൽ 1883 ആണ്. ഈ ഇയേഴ്സ് മക്കൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഇയേഴ്സ് ഒക്കെ മക്കൾ നോട്ട് ചെയ്ത് വെക്കടാ. ഈ ഇയേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെറ്റിലടാ, ഓക്കെ അല്ലടാ, റെഡി അല്ലടാ. അപ്പോൾ ആ വർഷങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസും ഏരിയാസുമാണ് നമുക്കിനി നോക്കാനുള്ളത്. The Indian National Congress was established in 1885 at Bombay. In the first meeting at Bombay, ബോംബെയിലാണ്. 72 delegates ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് മീറ്റിംഗിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അറ്റൻഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് ഡിഫറെൻറ്റ് എന്താ പറയുക, പാർട്ട് ഓഫ് ദ കൺട്രി ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഡെലിഗേറ്റ്സ് ഫ്രം ഓൾ ഓവർ ദ കൺട്രി പെർസൻസ്. ഇവിടെ നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന എല്ലാ ഭാഗത്തുള്ള ആളുകളുടെയും പ്രസൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ബോംബെയിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. 72 ഡെലിഗേറ്റ്സ് ആണ്, 72 റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. സാർ ഇൽബർട്ട് ബില്ല് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇൽബർട്ട് ബില്ല് പ്രകാരം ഈ പറയുന്ന ഇന്ത്യൻ ജഡ്ജസിനും ബ്രിട്ടീഷ് ജഡ്ജസിനും ഈക്വൽ പവർ കൊടുക്കുകയാണ് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിനെ ആരും ഒപ്പോസ് ചെയ്തു, ബ്രിട്ടീഷേഴ്സ് ഒപ്പോസ് ചെയ്തു, അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾസ് ഒപ്പോസ് ചെയ്തു. അങ്ങനെ ആ ഒരു ഈക്വൽ പവർ എന്ത് ചെയ്തു, ഡിനൈ ചെയ്യപ്പെട്ടു. ഓക്കെ അല്ലടാ മുത്തുമണികളെ. യെസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ദ ഏർലി ലീഡർഷിപ്പ് വാസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് പീപ്പിൾ ഫ്രം ബോംബെ ആൻഡ് കൽക്കത്ത. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡേഴ്സൊക്കെ ഏത് ഏരിയയിൽ നിന്നായിരുന്നു, ബോംബെ, കൊൽക്കത്ത പോലുള്ള ഏരിയാസ് നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. ദാദാഭായ് നൗറോജി, ഫിറോസ് ഷാ മെഹ്ത, ദെൻ ബദ്രുദ്ദീൻ ധ്വജി, അതുപോലെ തന്നെ WC ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, രമേശ് ചന്ദ്ര ദത്ത്, S സുബ്രഹ്മണ്യ അയ്യർ, ഇവരൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രോമിനൻറ്റ് ലീഡേഴ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
ഏർലിയസ്റ്റ് പ്രോമിനൻറ്റ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെയാണ്. ആ പേരുകളൊക്കെ മക്കളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണേ. ഈ പറഞ്ഞ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് തന്നെ പോകണം മക്കളെ. ദെൻ ഇറ്റ്സ് ഫസ്റ്റ് 20 years the Congress was moderates. ആദ്യത്തെ 20 years കോൺഗ്രസ് മോഡറേറ്റ്സ് ആയിരുന്നു. മോഡറേറ്റ്സ് എന്ന് പറയുമ്പോൾ മിതവാദികളെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പെറ്റീഷനിലൂടെയും എന്താ പറയുക പല റിക്വസ്റ്റിലൂടെയൊക്കെ ആയിരുന്നു ഇവർ എന്ത് ചെയ്തിരുന്നത് മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്തിരുന്നത്. അല്ലാതെ ആർമഡ് റെബല്യനോ അല്ലെങ്കിൽ ഈ പറയുന്ന വയലൻസോ ഒന്നും എന്ത് ചെയ്തിരുന്നില്ല, ഇവർ ചെയ്തിരുന്നില്ല. പെറ്റീഷൻ ത്രൂ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത് ഗവൺമെന്റിനോട് ഇവരുടെ ഡിമാൻഡ്സ് ഇവർ മുമ്പോട്ട് വെച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ പറയുന്നുണ്ട് during this period the main demand Congress was about getting a great voice of Indians in the government and administration. ഈ സമയത്ത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താ പറയുക മക്കളെ, ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടറിലുള്ള ഇന്ത്യയിൽ, ബ്രിട്ടീഷേഴ്സിന്റെ കോളനിയാണ് ആ സമയത്ത് ഇന്ത്യ. ഓക്കെ, ആ ഇന്ത്യയിൽ എന്ത് വേണം, ഇന്ത്യൻ പീപ്പിൾസിന്, ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സിന് ഗവൺമെന്റിൽ കൂടുതൽ റോൾ വേണം എന്നുള്ളതായിരുന്നു ആരുടെ ഡിമാൻഡ്, മോഡറേറ്റ്സിന്റെ ഡിമാൻഡ്സ്. അപ്പോൾ മോഡറേറ്റ്സ് ഉണ്ടായിരുന്നു, എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ദെൻ ഗാന്ധിയൻ ഫേസ്. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ മോഡറേറ്റ്സിന്റെ ഡിമാൻഡ് എന്തായിരുന്നു മക്കളെ, മോഡറേറ്റിന്റെ ഫസ്റ്റ് ഡിമാൻഡ് എന്തായിരുന്നു, നമുക്കിവിടെ കാണാൻ പറ്റും, ഗെറ്റിംഗ് എ ഗ്രേറ്റ് വോയിസ് ഫോർ ഇന്ത്യൻസ് ഇൻ ദ ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഗവൺമെന്റിലും അഡ്മിനിസ്ട്രേഷനിലും ഇന്ത്യൻസിന്റെ കൂടുതൽ എന്ത് വേണം, ഈ പറയുന്ന വോയിസ് വേണമെന്ന് പറയുമ്പോൾ ഇന്ത്യൻസിന്റെ കൂടുതൽ പ്രസൻസ് വേണം എന്നുള്ളതായിരുന്നു ആരുടെ ഡിമാൻഡ്, ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുള്ള മോഡറേറ്റ്സിന്റെ ഏർലി സമയത്തുള്ള ഡിമാൻഡ് നമുക്ക് കാണാൻ പറ്റും. ആദ്യ കാലത്തെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. The Congress wanted better representation of Indians in the legislative council. Legislative council ഇന്ത്യൻസിന്റെ ബെറ്റർ റെപ്രസെന്റേഷൻ വേണം. അതായത് ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സിന് അണ്ടറുള്ള ഇന്ത്യയിലുള്ള എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. ആ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആര് കൂടുതൽ വേണം, ഇന്ത്യൻസ് കൂടുതൽ വേണം, ഇന്ത്യൻസിന്റെ റെപ്രസെന്റേഷൻ കൂടുതൽ വേണം എന്നുള്ളതായിരുന്നു ഒരു ഡിമാൻഡ്. പിന്നെയോ ഇൻട്രഡക്ഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ ദോസ് പ്രൊവിൻസസ് വെർ നോൺ എക്സിസ്റ്റഡ്. എല്ലാ പ്രൊവിൻസസിലും എന്ത് വേണം, ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണം. എവിടെയാണോ അതില്ലാത്തത്, ഓക്കെ, യെസ് ഉണ്ടാവും മക്കളെ, ഉണ്ടാവും കേട്ടോ. യെസ്, ഓക്കെ. ആപ്പിലിടുന്ന ക്ലിയർ ആയില്ല മക്കളെ. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അതായത് എവിടെയാണോ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ലാത്തത് അവിടേക്ക് എന്ത് വേണം, ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണം എന്ന ഡിമാൻഡ് കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെച്ചു. പിന്നെയോ ദ കോൺഗ്രസ് മെയ്ഡ് എ ഡിമാൻഡ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ടു ബി ഹെൽഡ് ഇൻ ഇന്ത്യ ഓൾസോ. ഇന്ത്യയിൽ ഇന്ത്യൻസിനെ വെച്ചുകൊണ്ടും കൂടി എന്ത് കണ്ടക്ട് ചെയ്യപ്പെടണം, സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടണം. ബ്രിട്ടീഷ് റെപ്രസെന്റേറ്റീവ്സിന് മാത്രം എന്ത് കൊടുത്താൽ പോരാ, ഈ പറയുന്ന സിവിൽ സർവൻസ് എന്നുള്ള പൊസിഷൻസ് കൊടുത്താൽ പോരാ, സിവിൽ സർവീസ് എക്സാമിനേഷൻ എവിടെ കണ്ടക്ട് ചെയ്യണം, ഇന്ത്യയിൽ കൂടി കണ്ടക്ട് ചെയ്യണം എന്ന ഒരു ഡിമാൻഡ് കൂടി ആരും മുമ്പോട്ട് വെച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ കോൺഗ്രസ് ഓൾസോ ഡിമാൻഡഡ് ദ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്, ദ റിപ്പീൽ ഓഫ് ആംസ് ആക്ട് ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഈ പറയുന്ന ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവിനെയും സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതും, അപ്പോൾ തന്നെ റിപ്പീൽ ഓഫ് ആംസ് ആക്ട് എടുത്ത് കളയണം എന്നൊരു ഭാഗവും, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ചും എന്ത് ചെയ്യണം, എല്ലാ ആളുകൾക്കും അതിന് മേലുള്ള കൺട്രോൾ എന്ത് ചെയ്യണം, എടുത്ത് കളയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആരും മുമ്പോട്ട് വെച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചപ്പോൾ ലോട്ട്സ് ഓഫ് ഡിമാൻഡ്സ് ആരും പുട്ട് ഫോർവേഡ് ചെയ്തു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും മക്കളെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പല 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 ഡിമാൻഡും എന്ത് ചെയ്തു, മുമ്പോട്ട് വെച്ചു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൂടുതൽ എവിടെ കൊണ്ടുവരണം, ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൽ കൊണ്ടുവരണം. അതുപോലെ എവിടേക്കാണോ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇല്ലാത്തത് അവിടെയൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് സ്റ്റാർട്ട് ചെയ്യണം. സിവിൽ സർവീസിലും ആരെ ഉൾപ്പെടുത്തണം, ഇന്ത്യൻസിനെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എന്ത് മുമ്പോട്ട് വെച്ചു, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവിനെയും സെപ്പറേറ്റ് ആക്കണം. അതിന് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് ഓർഗൻസ് ആണ്, ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് മെത്തേഡിലൂടെ അതിന് മാറ്റം വരുത്തണം എന്ന ഡിമാൻഡ് അവിടെ മുമ്പോട്ട് വെച്ചു. ഇതൊക്കെ ആയിരുന്നു മക്കളെ ആരുടെ ഡിമാൻഡ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഡിമാൻഡ്. സെറ്റ് ആണോടാ, ഓക്കെ ആണോടാ, റെഡി ആണോടാ? ഇനി ഇക്കണോമിക് ഡിമാൻഡ്സ്, ഏർലി ഡിമാൻഡ്സ് ആണ് പറഞ്ഞത്. ഇനി ഇക്കണോമിക് ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം അല്ലേ. റിഡക്ഷൻ ഇൻ റവന്യൂ, കട്ട് ഇൻ മിലിറ്ററി എക്സ്പെൻഡിച്ചർ ആൻഡ് മോർ ഫണ്ട്സ് ഫോർ ഇറിഗേഷൻ. റവന്യൂ റെഡ്യൂസ് ചെയ്യണം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ റെഡ്യൂസ് ചെയ്യണം, അതൊക്കെ കുറക്കണം. റിഡക്ഷൻ ഓഫ് റവന്യൂ ഫസ്റ്റ് ഡിമാൻഡ്. അതുപോലെ തന്നെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യണം. മിലിറ്ററി എക്സ്പെൻഡിച്ചർ ഇത്രയും വരുമ്പോൾ അതൊക്കെ ആരാ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ആരാ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ഇന്ത്യൻസ് ആണ് അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇവരെ ഇപ്പോൾ ടാക്സ് കൂട്ടുന്നു, അതൊക്കെ കൊടുക്കേണ്ടാരാ? നമ്മളാണ് മക്കളെ, നമ്മൾ ഇന്ത്യക്കാരാണ് കൊടുക്കേണ്ടത്. ബ്രിട്ടീഷുകാരാണ് കൊടുക്കുന്നത് അല്ല, നമ്മൾ ഇന്ത്യക്കാരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് പറഞ്ഞു, ഇങ്ങനെ മിലിറ്ററിക്കൊന്നും ഇത്രയൊന്നും പൈസ ചിലവാക്കാൻ പറ്റില്ല, മിലിറ്ററി എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം, മിലിറ്ററി എക്സ്പെൻഡിച്ചറൊക്കെ കുറക്കണം. കൂടുതൽ പൈസ എന്തിന് സ്പെൻഡ് ചെയ്യണം? ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഇറിഗേഷൻ ഫെസിലിറ്റീസിന് എന്ത് ചെയ്യണം, കുറേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഡിമാൻഡുകൾ ഇക്കണോമിക് സെക്ടറിൽ ആരും മുമ്പോട്ട് വെച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചു. ഇത് മാത്രമാണോ ഡിമാൻഡ്? അല്ല.
The Congress also passed various resolutions on the salt tax, treatment of Indian laborers abroad and the suffering forest dwellers. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് സഫർ ചെയ്യുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ അബ്രോഡിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബേഴ്സ് സഫർ ചെയ്യുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്, ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്, ഉപ്പ് നികുതി എടുത്ത് കളയുക, സിവിൽ ഡിസോബിഡിയൻ മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടല്ലേ? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 10th CBSE പഠിക്കാനുണ്ട്. അവിടെ നിൽക്ക് ബേജാറാക്കേണ്ട, നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ മാറ്റം വരുത്തണം എന്ന ഡിമാൻഡ് കൂടി ആരും മുമ്പോട്ട് വെച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചു. ഏർലിയസ്റ്റ് ടൈമിൽ എക്കണോമിക് ഡിമാൻഡ് ആയിരുന്നു. ദിസ് ഡിമാൻഡ് ഷോസ് ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് എ ബോഡി ഓഫ് ദ എഡ്യൂക്കേറ്റഡ് അലൈസ്, ദ കോൺഗ്രസ് ഓൾസോ ടോക്ക്ഡ് അബൌട്ട് കോമൺ പീപ്പിൾസ്. ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത് എലൈറ്റ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, റിച്ച് ആൻഡ് എലൈറ്റ് ഗ്രൂപ്പ്സ് ആണ്. പക്ഷേ ഇവർ ആരെ കുറിച്ച് കൂടി ബോധേഡാണ്? ഫാമേഴ്സിനെ കുറിച്ച് ബോധേഡാണ്, പെസൻസിനെ കുറിച്ച് ബോധേഡാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വർക്കേഴ്സിനെ കുറിച്ച് ഇവർ ബോധേഡാണ്, എല്ലാ കൈൻഡ് ഓഫ് പീപ്പിൾസിനെ കുറിച്ച് ഇവർ ബോധേഡാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിമാൻഡിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്, ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് സഫർ ചെയ്യുന്ന പ്രോബ്ലംസ്, വർക്കേഴ്സ് സഫർ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ അഡ്രസ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യണം? റവന്യൂ റിഡ്യൂസ് ചെയ്യണം, ഫാമേഴ്സിന് വേണ്ടി ഇറിഗേഷൻ ഫെസിലിറ്റീസ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അലൈറ്റ്സ് ആണ് കൂടുതലെങ്കിലും അവരുടെ ഡിമാൻഡ്സ് കൂടുതലും ആർക്ക് ഫേവറബിൾ ആണ്? ഫാമേഴ്സിന്, വർക്കേഴ്സിന്, കോമൺ പീപ്പിൾസിന്, പുവർ പീപ്പിൾസിനൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള എന്താ പറയുക ഡിമാൻഡ്സ് ആണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ സിവിൽ ഡിസോബിഡിയൻ മൂവ്മെന്റ് ഭാഗമായിട്ടാണ് ഈ പറയുന്ന എന്താണ് ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് എന്നുള്ള ഡിമാൻഡ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് മക്കളെ. യെസ്, അതിൽ ഏറ്റവും വലിയ ഡിമാൻഡായിരുന്നു ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്. ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് മാത്രമായിരുന്നില്ല ഡിമാൻഡ്, കുറേ അധികം ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരുന്നത് ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്, ഉപ്പ് നികുതി എടുത്ത് കളയുക എന്നുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും മാത്രമായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത് നമുക്ക് ചോദിക്കണമെങ്കിൽ അല്ല, മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കണം. ദ മോഡറേറ്റ്സ് ലീഡേഴ്സ് വാണ്ടഡ് ടു ക്രിയേറ്റ് എ പബ്ലിക് അവയർനെസ് അബൌട്ട് അൺജസ്റ്റ് nature of British rule. In order to do so, they published newspapers, wrote articles and tried to show the bad effects of the British rule. അപ്പോൾ ഈ പറയുന്ന മോഡറേറ്റ്സിന് എന്തൊക്കെ വേണം, എന്തൊക്കെ രീതിയിലാണ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യൻ പീപ്പിൾസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പേഴ്സിലൂടെയും ആർട്ടിക്കിൾസിലൂടെയും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആര് ശ്രമിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മോഡറേറ്റ് ലീഡേഴ്സ് ശ്രമിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫ്രീഡം ഈസ് അവർ ബർത്ത് റൈറ്റ്, പുതിയൊരു ഗ്രൂപ്പ് പേരാണ്. 1890s, എ ക്വസ്റ്റ്യൻ അബൌട്ട് ദ സ്റ്റൈൽ ഓഫ് കോൺഗ്രസ്. ന്യൂ ലീഡേഴ്സ് ബിപിൻ ചന്ദ്രപാൽ, ബാൽ ഗംഗാധര തിലക് ആൻഡ് ലാലാ ലജ്പത് റായ് എമേഴ്സ് ടു ബിഗാൻ ടു എക്സ്പ്ലോർ മോർ റാഡിക്കൽ ഒബ്ജക്റ്റീവ് ആൻഡ് മെത്തേഡ്സ്. ഇതുവരെ മോഡറേറ്റ്സ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി റാഡിക്കൽ ആയിട്ടില്ല, കുറച്ചും കൂടി ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റുകൾ വരാണ്. അതായത് ഈ മോഡറേറ്റ്സ് എന്തായിരുന്നു? പെറ്റീഷനിലൂടെ റിക്വസ്റ്റിലൂടെ ഒക്കെ ആയിരുന്നു മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന റാഡിക്കൽസ് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകൾ എന്താണ്? അവർ റെബല്ലിയൻ വേണം, മുട്ടാൻ വന്നാൽ മുട്ടണം എന്ന് പറയുന്ന ടീംസ് ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന റാഡിക്കൽസ് എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലീഡേഴ്സാണ്. ആരൊക്കെ മക്കളെ? റാഡിക്കൽസിൽ പെട്ട 3 ലീഡേഴ്സാണ്. ആര് മക്കളെ? എസ് ലാൽ പാൽ, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ട് മക്കളെ? ബിപിൻ ചന്ദ്രപാൽ, ബാൽ ഗംഗാധര തിലക് ആൻഡ് ലാലാ ലജ്പത് റായ്. ഇതാണ് റാഡിക്കൽസിലുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ന്യൂ മെത്തഡ് ഓഫ് സ്ട്രഗിൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാണ്. റിലീസ് ഓൺ വൺസ് ഓൺ സ്ട്രെങ്ത് തിലകിൻ്റെ അഭിപ്രായത്തിൽ ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൾ ഹാവ് ഇറ്റ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ ജന്മാവകാശമാണ്. ഇതാരും ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾക്കും പവർ ഇല്ല എന്നാര് പറയാണ്? എസ് ബാലഗംഗാധര തിലക് പറയാണ്. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം മറാത്തി ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്യാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കുള്ള ബർത്ത് റൈറ്റ് ആണ് ഫ്രീഡം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഓൺ ബർത്തിലൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫ്രീഡം കിട്ടുന്നുണ്ട്. അപ്പോൾ ആരും അതിനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കണ്ട, എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഫ്രീഡം ഉണ്ട് എന്ന് തന്നെയാണ് ആര് പറയുന്നത്? എസ് ബാലഗംഗാധര തിലക് പറയുന്നത്. They criticized the moderates for their policy of prayers. They argued that people should not believe on the so-called good intentions of the government and must fight for Swaraj. അപ്പോൾ ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെങ്കിൽ റാഡിക്കൽസ് ആരെ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി? മോഡറേറ്റ്സിൻ്റെ ഈ പറയുന്ന ഞങ്ങൾക്ക് ഫ്രീഡം തരുമോ, ഞങ്ങൾക്ക് അത് ചെയ്തരോ, ഞങ്ങൾക്ക് ഇത് ചെയ്തരോ എന്നൊക്കെ ചോദിക്കുന്ന ടേംസിന് ആര് ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി? ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെങ്കിൽ റാഡിക്കൽസ് ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. സാർ ലാൽ ബാലിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ 3 ആളുകളുടെ പേരാണ് മക്കളെ ലാൽ ബാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ലാലാ ലജ്പത് റായ് ഉണ്ട്, അതുപോലെ തന്നെ ബാൽ ഗംഗാധര തിലക് ഉണ്ട്, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേടാ? യെസ്.
ഓക്കെ 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 മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാറെന്ന് ചോദിക്കുന്നുണ്ട്. മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് അറ്റാച്ച് ചെയ്തിട്ടില്ല, എന്നാലും നമുക്ക് ജോഗ്രഫിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കാം മക്കളെ. യെസ് യെസ് യെസ്, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ക്വസ്റ്റ്യൻ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേടാ? യെസ്. അപ്പോൾ ഇവർ പറയാണ് എന്ത് ചെയ്യണം, നമുക്ക് സ്വരാജ് അറ്റൈൻ ചെയ്യണം. നമ്മളല്ലാതെ ഈ പറയുന്ന പെറ്റീഷനിലൂടെ അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റിലൂടെ നല്ല നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് സ്വരാജ് അറ്റൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ മേ ബി എന്ത് ചെയ്യേണ്ടി വരും, ആംഡ് റെബലിയൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് ആര് ആർഗ്യൂ ചെയ്യുന്നത്, ഈ പറയുന്ന ലീഡേഴ്സ് ആർഗ്യൂ ചെയ്യുന്നത്. ഈ സമയത്താണ് എന്ത് വരുന്നത്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. 1905 ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നത്. ഓക്കെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുമ്പോൾ ബംഗാളിനെ 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാണ്. ബംഗാൾ വാസ് പാർട്ടീഷൻഡ് ഇൻ 1905 ബൈ ദ വൈസ്രോയി കേഴ്സൺ. ഇതൊക്കെ നോട്ട് ചെയ്ത് നോക്കണം നമുക്ക് ആരാണ് നടത്തിയെന്നുള്ളതൊക്കെ. അറ്റ് ദാറ്റ് ടൈം Bengal was the largest provinces of the British India. It included Bihar and part of Orissa. Administrative convenience was cited as the reason for the partition of Bengal. Bengal എന്ന് പറയുന്നത് വലിയൊരു റീജിയൻ ആയിരുന്നു. അപ്പോൾ ബംഗാൾ പാർട്ടീഷൻ നടത്താനുള്ള റീസൺ ആയിട്ട് ബ്രിട്ടീഷേഴ്സ് പറഞ്ഞത് ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഇത് ലാർജസ്റ്റ് കൺട്രി ഡിവൈഡ് ചെയ്യാണ് എന്നാണ് ആര് പറഞ്ഞത്, ബ്രിട്ടീഷേഴ്സ് പറഞ്ഞത്. പക്ഷേ റിയാലിറ്റി അതായിരുന്നില്ല. ഈ ബംഗാൾ പാർട്ടീഷൻ നടത്തിയ പേഴ്സൺ ആരാണ് മക്കളെ, വൈസ്രോയി ആയിട്ടുള്ള കേഴ്സൺ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ പാർട്ടീഷൻ നടത്തിയിരുന്നത് 1905 നടത്തിയിരുന്നത്. റീസൺ നമുക്ക് നോക്കണം. Most of the analysts believe that the partition was done to reduce the influence of Bengali politician. Okay, Bengali politician influence reduce ചെയ്യുക. അതായത് ബ്രിട്ടീഷേഴ്സിനെ അഗൈൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് ഒക്കെ അടക്ട് ചെയ്ത ബംഗാളി പൊളിറ്റീഷ്യൻസ് ആണ് കൂടുതലും. അപ്പോൾ അവരുടെ ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക. അതുപോലെ ബംഗാളീസ് ലാർജ് ഏരിയ ആണ്, അവിടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നത്, ഈ പറയുന്ന പാർട്ടീഷൻ കൊണ്ടുവന്നത്. 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ ഒരു ബംഗാൾ എന്ന് പറയുന്ന റീജിയനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എഫക്ട്സ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ people all over the India were angry with the partition of Bengal. All sections of the Congress opposed it. Large public meetings and demonstrations were held to protest the decisions. The struggle against the partition of Bengal came to known as Swadeshi movement. ഓക്കെ, ഓൾ ഓവർ ദ കൺട്രിയിലുള്ള പീപ്പിൾസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറയുന്ന പാർട്ടീഷൻ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ എല്ലാ ഗ്രൂപ്പും, എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സും എല്ലാ ഗ്രൂപ്പുകളും ഈ ഒരു പാർട്ടീഷൻ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബംഗാൾ പാർട്ടീഷൻ അഗേൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് ഒരു സ്റ്റാർട്ട് ചെയ്തു. ആ മൂവ്മെന്റ് ആണ് സ്വദേശി മൂവ്മെന്റ്. ഇൻഡിജിനസ് പ്രോഡക്ട്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഓൺ പ്രോഡക്ട്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്വദേശി മൂവ്മെന്റ് ആണ്. ബ്രിട്ടീഷേഴ്സിന്റെ ഡിപെൻഡൻസ് കുറക്കാൻ വേണ്ടി സ്വദേശി മൂവ്മെന്റ് ആയിരുന്നു ഈ ഒരു ടൈമിൽ എന്ത് ചെയ്തിരുന്നത്, സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇറ്റ് നോൺ ആസ് വന്ദേ മാതരം മൂവ്മെന്റ് ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ വന്ദേ മാതരം മൂവ്മെന്റ് എന്നായിരുന്നു എന്തറിയപ്പെടുന്നത്, ഈ പറയുന്ന സ്വദേശി മൂവ്മെന്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ബംഗാൾ പാർട്ടീഷൻ അഗേൻസ്റ്റ് ആയിട്ടാണ് 1905 ബംഗാൾ പാർട്ടീഷൻ അഗേൻസ്റ്റ് ആയിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് സ്വദേശി മൂവ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ, സ്വദേശി മൂവ്മെന്റിന്റെ മേജർ ആയിട്ടുള്ള എന്താ പറയുക ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ എയിം എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമുക്ക് നോക്കാം. ഒപ്പോസ് ദ ബ്രിട്ടീഷ് റൂളിനെ ഒപ്പോസ് ചെയ്യുക. ഒബ്വിയസ്ലി ആ സമയത്ത് ഫോം ചെയ്ത മിക്ക പൊളിറ്റിക്കൽ പാർട്ടീസിനും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷേഴ്സിനെ ഒപ്പോസ് ചെയ്യുക, ബ്രിട്ടീഷ് റൂൾ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒപ്പോസ് ദ ബ്രിട്ടീഷ് റൂൾ, ദെൻ എൻകറേജ് ദ ഐഡിയാസ് ഓഫ് സെൽഫ് ഹെൽപ്പ് സ്വദേശി എന്റർപ്രൈസ്. സെൽഫ് ഹെൽപ്പ് സ്വദേശി എന്റർപ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ ഓൺ പ്രോഡക്ട്സിനൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. എൻകറേജ് നാഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് യൂസ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും ഇന്ത്യൻ ലാംഗ്വേജൊക്കെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. പിന്നെയോ ദ റാഡിക്കൽസ് അഡ്വക്കേറ്റഡ് മാസ് mobilization and boycott of British institutions and goods. Some leaders also suggested the use of revolutionary violence to overthrow British rule. അപ്പോൾ ഈ പറയുന്ന പല റാഡിക്കൽ ലീഡേഴ്സും എന്ത് ഡിമാൻഡ് ചെയ്തു, മാസ് ആയിട്ടുള്ള അജിറ്റേഷൻ നടക്കണം, ബ്രിട്ടീഷ് റൂളിനെ വൈൻഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മാസ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, അജിറ്റേഷനും ബോയ്ക്കോട്ട് മൂവ്മെന്റ് ഒക്കെ നടക്കണം. ബോയ്ക്കോട്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിട്ടീഷേഴ്സിന്റെ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെ മൂവ്മെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ആരാ ഡിമാൻഡ് ചെയ്തു, പല റാഡിക്കൽസും ഡിമാൻഡ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ വയലൻസ് തന്നെ വേണമെന്നും ഡിമാൻഡ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് മുസ്ലിം ലീഗ് ആൻഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ചാപ്റ്ററിൽ ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത്. Muslim League, the All India Muslim League was formed at Dhaka in 1906, a group of Muslim landlords and Nawabs. The league supported the partition of Bengal. Some seats of the council were reserved for the Muslims. Then the league wanted to representatives for those seats to be elected by Muslim voters. This demand was willingly accepted by the government in 1909. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മുസ്ലിം ലീഗ് ആണെങ്കിൽ ഈ പറഞ്ഞ ബംഗാൾ പാർട്ടീഷനെ സപ്പോർട്ട് ചെയ്തു. ബിക്കോസ് ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് എന്ത് കിട്ടണം, ഈ പറയുന്ന പോലെ തന്നെ പാർട്ടീഷനിലൂടെ അവർക്ക് എന്ത് കിട്ടി, ഈ കൗൺസിലൊക്കെ അവർക്ക് സീറ്റ് കിട്ടി. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്തു. നീ എത്രാം ക്ലാസ്, ഇവിടെ ക്ലാസ് ഒക്കെ മാറി വരുന്ന കുട്ടികളുണ്ടാ? എടാ 8 CBSE ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. ആരാടത് ക്ലാസ് മാറി വന്നത്?
ഓക്കെ, മുസ്ലിം ലീഗ് ഇതിനെ സപ്പോർട്ട് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ വാസ് സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് ഇൻ 1907 മോഡറേറ്റ്സ് വേഴ്സസ് എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സ് തമ്മിൽ എന്തായി സ്പ്ലിറ്റ് ഉണ്ടായി, പ്രശ്നം ഉണ്ടായി. കാരണം രണ്ട് ഡിഫറെൻറ്റ് ഐഡിയാസ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ മോഡറേറ്റ്സ് വെർ ഒപ്പോസിറ്റ് ടു ദ യൂസ് ഓഫ് എനി കൈൻഡ് ഓഫ് വയലൻസ്. മോഡറേറ്റ്സിന് എന്ത് വേണ്ട? വയലൻസ് വേണ്ട. ഗാന്ധിജി കുമാരനെ മോഡറേറ്റ്സ് പറഞ്ഞിട്ടാ വയലൻസ് വയലൻസ് വയലൻസ്, വി ഡോണ്ട് ലൈക്ക് വയലൻസ്. ആര് പറഞ്ഞു? മോഡറേറ്റ്സ് പറഞ്ഞു. മോഡറേറ്റ്സ് എന്തിനും ഒപ്പോസ് ചെയ്യുന്നുണ്ട്? വയലൻസിന് ഒപ്പോസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് മക്കളെ മോഡറേറ്റ്സ്. അപ്പോൾ എനി കൈൻഡ് ഓഫ് വയലൻസും എവിടെ ഉപയോഗിക്കേണ്ട? ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ട. ഒരു കൈൻഡ് ഓഫ് വയലൻസും എവിടെ വേണ്ട? ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ട എന്ന് ആര് ഡിമാൻഡ് ചെയ്തു? മോഡറേറ്റ്സ് ഡിമാൻഡ് ചെയ്തു. After the split, the Congress came to be dominated by the moderates. However, the two groups reunited in December 1915. In 1916, Congress and Muslim League signed a historic Lucknow Pact. They decided to work together for representative government in the country. അതിനുശേഷം എന്ത് ചെയ്തു? മോഡറേറ്റ്സും അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റുകളും സ്പ്ലിറ്റ് ആയി. അതിൽ ഏറ്റവും മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിനുശേഷം ഡോമിനേറ്റ് ആര് ചെയ്തു? ഈ പറഞ്ഞ മോഡറേറ്റ്സ് എന്ത് ചെയ്തു? നാഷണൽ കോൺഗ്രസിനെ ഡോമിനേറ്റ് ചെയ്തു. ദെൻ അവർ റീജോയിൻ ചെയ്തു, റീയൂണൈറ്റ് ചെയ്തു. എപ്പോഴാണ്? 1915 ഒക്കെ ആയപ്പോൾ അവരെന്ത് ചെയ്തു? ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. മോഡറേറ്റ്സ് എക്സ്ട്രീമിസ്റ്റ് എന്ത് തീരുമാനിച്ചു? അതിന് നമുക്ക് തെറ്റിയതൊക്കെ മതി, നമുക്ക് എന്ത് ചെയ്യാം? ചങ്ങായിട്ട് എന്ത് ചെയ്യാം? മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. അതിനുശേഷം ലക്നൗ പാക്റ്റിലൂടെ 1916 ആയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ മുസ്ലിം ലീഗും ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ എന്ത് ചെയ്തു? ഡിസൈഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊരു സ്ലൈഡ് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവാൻ വേണ്ടിയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്ലൈഡ് ഇതാണ് മക്കളെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ് ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഇയേഴ്സ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. മക്കളെല്ലാവരും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോണേ. യെസ് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈഡും കൂടി കിട്ടുമ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യും? എല്ലാ വർഷവും ഒറ്റ നോട്ടത്തിൽ ഒരു നോട്ടത്തിൽ എന്ത് കിട്ടും? എല്ലാ വർഷവും കിട്ടും. അപ്പോൾ സെറ്റ് ആണെങ്കിലടാ, ഓക്കെ ആണെങ്കിലടാ, റെഡി ആണെങ്കിലടാ, ആരെങ്കിലൊക്കെ ലൈക്ക് അടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലടാ ലൈക്ക് അടിക്കടാ, ആരെങ്കിലൊക്കെ ഫയർ ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലടാ ഒരു ഫയർ ഇടാ. കമൻറ്റ് ബോക്സിൽ ഒരു ഫയറും അതുപോലെ തന്നെ എന്താണ് ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് മേടിച്ച് എന്ത് ചെയ്യാം മക്കൾ? സെറ്റാക്കടാ. യെസ്, ഓക്കെ അല്ലടാ? സെറ്റ് ആണെങ്കിൽ, റെഡി ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? ഒരു ഫയർ പ്ലസ് ഒരു ലൈക്ക് പ്ലസ് ഒരു ഫയർ. യെസ്, ഐ ആം വെയിറ്റിംഗ്. I am waiting. എടാ സെറ്റാക്കടാ. യെസ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് മെല്ലെ ഒന്ന് മൂവ് ചെയ്യാം. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യണേ. യെസ്, അടുത്ത നമ്മൾ എടുക്കാനുള്ളത് കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മുടെ ആരെടുക്കും? ARD മിസ് എടുക്കും കേട്ടോ. നമ്മുടെ സ്വന്തം ARD മിസ്സും ഉണ്ട്, ഞാൻ മാത്രമല്ല ഉള്ളത്. ഇനി എബ്രി സാറ് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രചാരം വേണ്ട. ARD മിസ് എന്ത് ചെയ്യും? വരും. ഓക്കെ, സിവിലൈസിങ് ദ നേറ്റീവ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ദ നാഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അടുത്തെടുക്കാനുള്ളത്. സിവിലൈസിങ് ദ നേറ്റീവ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ദ നാഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്? സെറ്റാക്കാൻ പോകുന്നതാ. സെറ്റായിരിക്കുക, എല്ലാവരും സെറ്റായിരിക്കുക. നമുക്ക് അടിപൊളി ചാപ്റ്ററാണ് സിവിലൈസിങ് ദ നേറ്റീവ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ദ നാഷൻ എന്നുള്ളത്. നമുക്ക് നോക്കാം. യെസ്, ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ബ്രിട്ടീഷേഴ്സ് എങ്ങനെയാണ് ഇന്ത്യയെ സിവിലൈസ് ചെയ്തത്? ഇന്ത്യൻ പീപ്പിൾസിന് എങ്ങനെയൊക്കെയാണ് ഗ്രോത്ത് ഉണ്ടാകാൻ ബ്രിട്ടീഷേഴ്സ് ഹെൽപ്പ് ചെയ്തത്? എന്തൊക്കെ രീതിയിലുള്ള ഹെൽപ്പാണ് ബ്രിട്ടീഷേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിവിലൈസിങ് ദ നേറ്റീവ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ദ നാഷൻ എന്നുള്ള ചാപ്റ്റർ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യണം മക്കളെ? നേരെ എന്ത് ചെയ്യാൻ പോവാണ്? പഠിക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് എന്താണ് നമുക്ക് നോക്കണം അല്ലേ? ദ ട്രഡീഷൻ ഓഫ് ഓറിയന്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമുക്ക് ഫസ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ സാർ, ഞാൻ 7th ആണെന്ന് പറയുന്നുണ്ട് മക്കളെ. 8th CBSE ക്ലാസ് നേരത്തെ കേൾക്കാൻ വന്നു അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ സിവിലൈസിംഗ് ദ നേറ്റീവ് എഡ്യൂക്കേറ്റിംഗ് ദ നാഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എ പേഴ്സൺ ഹു സ്റ്റഡീഡ് ദ ലാംഗ്വേജ് ആൻഡ് കൾച്ചേഴ്സ് ഓഫ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഏഷ്യ, എ ട്രഡീഷൻ ഓഫ് ഓറിയന്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. ഓറിയന്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളതാ. ഓക്കെ, ഒറ്റ സെക്കൻഡ് മക്കളെ.
ഓക്കെ, അപ്പോൾ ഓറിയന്റലിസം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കൾച്ചറും ട്രഡീഷനും ലാംഗ്വേജിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുക, അതിനെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഗ്ലോറിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫോർ ദിസ് ഇറ്റ് വാസ് നെസസറി ടു സ്റ്റഡി ഇന്ത്യൻ ഹിസ്റ്ററി, ഫിലോസഫി ആൻഡ് ലോ. അതിന് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എന്തറിയണം? ഇന്ത്യൻ ഹിസ്റ്ററി അറിയണം അല്ലേ മക്കളെ? ഇന്ത്യയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എന്തറിയണം? ഇന്ത്യൻ ഹിസ്റ്ററി അറിയണം. പിന്നെയോ ഫിലോസഫി അറിയണം, ഇന്ത്യയിലുള്ള ലോസ് അറിയണം, ഇന്ത്യയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയണം അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി എന്തറിയണം? ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, ഇന്ത്യയിലുള്ള ലോസ് പഠിക്കണം, ഇന്ത്യയിലുള്ള ഫിലോസഫി പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആരൊക്കെയാണ് മക്കളെ, അതിനുവേണ്ടി ട്രൈ ചെയ്ത ആളുകൾ ഒന്ന് മക്കളെ കമന്റ് ചെയ്തേ. ഓറിയന്റലിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു മക്കളെ? പഠിച്ച ചാപ്റ്റർ ആണല്ലേ. ആരൊക്കെയായിരുന്നു മക്കളെ ഓറിയന്റലിസ്റ്റുകൾ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ആരൊക്കെയായിരുന്നു ഓറിയന്റലിസ്റ്റുകൾ? പെട്ടെന്ന് കമന്റ് ചെയ്യടാ. ആരൊക്കെ ഉണ്ടായിരുന്നു മക്കളെ? ആരൊക്കെ ഉണ്ടായിരുന്നു ഓറിയന്റലിസ്റ്റുകൾ? ആരൊക്കെയാണ്? നാളെയാണ് ലോട്ടറി പറയുന്ന പോലെ ആരൊക്കെയാണ് ഓറിയന്റലിസ്റ്റുകളായിട്ട് ഉണ്ടായിരുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യടാ മുത്തുമണികളെ. യെസ്, എന്താ പസങ്ങൾ യാരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? വില്യം ജോൺസ്. യെസ്. അപ്പോൾ വില്യം ജോൺസും അങ്ങനെ കുറേ അധികം ആളുകൾ എന്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്? ഈ പറയുന്ന ഓറിയന്റലിസത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് ഹി ബിഗാൻ ടു സ്റ്റഡി ആൻഷ്യന്റ് ഇന്ത്യൻ ടെക്സ്റ്റ് ഓൺ Indian law, Indian philosophy, Indian religion, Indian morality, then arithmetic, then medicines and other sciences. ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്റ്റഡി ചെയ്യാൻ ആര് തീരുമാനിച്ചു? വില്യം ജോൺസും അതുപോലെ തന്നെ ഹെൻറി തോമസ് കോൾബ്രൂക്കും അതുപോലെ തന്നെ നദാലിയർ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ത്യയുടെ പാസ്റ്റ്, ഇന്ത്യയുടെ ഹിസ്റ്ററി, ഇന്ത്യയുടെ ആ സമയത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലോസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി? പഠിക്കാൻ തുടങ്ങി, സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. കാരണം അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ എന്താണ് ഇന്ത്യയുടെ പൾസ് എന്താണ് എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റഡി ചെയ്യാൻ തുടങ്ങി, സെറ്റാക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അടുത്ത മിസ് ഈ ചാപ്റ്റർ കഴിഞ്ഞ കാരണം ഇത് സെക്കൻഡ് ചാപ്റ്റർ ഒരു 15 minutes. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പറഞ്ഞ പോലത്തെ ഇന്ത്യ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി, സെറ്റാക്കാൻ തുടങ്ങി, പഠിച്ച് റെഡിയാക്കി വരാനൊക്കെ തുടങ്ങി. ഇവരൊക്കെയാണ് തുടങ്ങിയത്. ദെൻ ഇംഗ്ലീഷ്മെൻ ലൈക്ക് ഹെൻറി തോമസ് കോൾബ്രൂക്ക് ആൻഡ് നഥാനിയൽ ഹെൽ ഹാഡ് ഓൾസോ ബിസി ഡിസ്കവറി. ഈ പറയുന്ന ഇംഗ്ലീഷ് പേഴ്സൺസും എന്തിൽ ബിസി ആയിരുന്നു? എന്തിനെക്കുറിച്ച് പഠിക്കുന്നതിൽ? ദ ആൻഷ്യന്റ് ഇന്ത്യൻ ഹെറിറ്റേജ്, ഇന്ത്യയിലെ ആൻഷ്യന്റ് ആയിട്ടുള്ള ഹെറിറ്റേജ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിൽ. മാസ്റ്ററിങ് ഇന്ത്യൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചെടുക്കണം. ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എത്ര ഭാഷകളാണല്ലേ, എത്ര ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ് ഇന്ത്യയിലുള്ളത്, അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെയോ ട്രാൻസ്ലേറ്റിംഗ് സാൻസ്ക്രിറ്റ് ആൻഡ് പേർഷ്യൻ വർക്ക്സ് ടു ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഈ പറയുന്ന ലാംഗ്വേജിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിലെ കൾച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പല ബുക്സും വർക്ക്സും എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. അതിനുവേണ്ടി പല വർക്ക്സും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. പേർഷ്യൻ വർക്ക്സും സാൻസ്ക്രിറ്റ് വർക്ക്സും എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി മക്കളെ? ഈ പറയുന്ന ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇന്ത്യയിലുള്ള ഈ ലാംഗ്വേജ് അറിയണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്തു? അപ്പോൾ ഇന്ത്യയിലെ ഈ പറയുന്ന പണ്ടത്തെ വർക്ക്സ് ഒക്കെ എന്ത് ലാംഗ്വേജ് ആയിരുന്നു? ഇംഗ്ലീഷ് ആയിരുന്നോ? അല്ല. അപ്പോൾ ആ വർക്ക്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ together with them, John set up the Asiatic Society of Bengal and started the journal called Asiatic Researches. അപ്പോൾ ഇതിനു വേണ്ടി എന്ത് ചെയ്തു? Asiatic Society of Bengal സ്റ്റാർട്ട് ചെയ്തു. Asiatic Society of Bengal അതുപോലെ തന്നെ Asiatic Research എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതിനു വേണ്ടി ഒരു ജേർണൽ സ്റ്റാർട്ട് ചെയ്തു. എന്ത് പേരിൽ അറിയപ്പെടുന്നു? Asiatic Research എന്നറിയപ്പെടുന്ന ഒരു ജേർണൽസുമാർ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഈ ചങ്ങായിമാർ സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെയാണ് മക്കളെ? ടുഗദർ വിത്ത് ദം ജോൺസും എന്ത് ചെയ്തു? ഈ പറയുന്ന ഹെൻറി തോമസ് കോൾബ്രൂക്കും നഥാനിയലും ജോൺസും കൂടി എന്ത് ചെയ്തു? ഈ പറയുന്ന എന്താ പറയുക ഏഷ്യയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളൊക്കെ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. Then Johnson and Colebrook shared a deep respect for the ancient culture. Ancient culture ഒക്കെ വലിയ രീതിയിൽ അവർ ബഹുമാനിക്കാൻ തുടങ്ങി. ഇന്ത്യൻ കൾച്ചർ അപ്പോൾ ഏഷ്യൻ കൾച്ചറൊക്കെ വലിയ രീതിയിൽ തന്നെ അവർ റെസ്പെക്ട് ചെയ്തിരുന്നു. Both Indians and West Indian civilization they felt had attained glory in the ancient past but had subsequently declined. ഈ പറയുന്ന ഇന്ത്യൻ കൾച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഏഷ്യൻ കൾച്ചർ ആണെങ്കിലും ഒക്കെ പാസ്റ്റ് എന്ന് പറയുന്നത് അത്രയും ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടു, അത്രയും ബെറ്റർ ആയിരുന്നു, അത്രയും ഗോൾഡൻ ഏജ് ആയിരുന്നു. ഗ്രാജുവലി അത് ഡിക്ലൈൻ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനാരാ റീസൺസ്? ഈ പറയുന്ന ഔട്ട്സൈഡേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫോറിൻ അല്ലെങ്കിൽ കൊളോണിയലിസം ആണ്, ഇമ്പീരിയലിസം ആണ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഗ്രാജുവലി എന്ത് ചെയ്യാൻ തുടങ്ങി? അത് ഡിക്ലൈൻ ചെയ്യപ്പെട്ടതാണ് എന്ന് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യ ഇറ്റ് വാസ് നെസസറി ടു ഡിസ്കവർ ദ സാക്രഡ് ആൻഡ് ലീഗൽ ടെക്സ്റ്റ് റിട്ടൺ ഇൻ ദ ആൻഷ്യന്റ് ടൈംസ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിലുള്ള ഈ പറയുന്ന പോലെ തന്നെ ആൻഷ്യന്റ്
പീരീഡ് എഴുതിയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നിവർ റിയലൈസ് ചെയ്തു. ഓക്കെ, സാക്രഡ് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം എന്നവർ റിയലൈസ് ചെയ്തു. ഓക്കെ, അതിനുവേണ്ടി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ വർക്ക്സും കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം, ദെയർ ഓൺ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിനുള്ള ശ്രമങ്ങളൊക്കെ ആര് നടത്താൻ തുടങ്ങി, ഇവർ നടത്താൻ തുടങ്ങി. അറ്റ് ദ സെയിം ടൈം കുറച്ച് ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സെവറൽ കമ്പനി ഒഫീഷ്യൽസ് ഫെൽറ്റ് ദാറ്റ് ഹിന്ദുസ് ആൻഡ് മുസ്ലിം ഹാവ് ടു ബി തോട്ട് വാട്ട് ദേ വെർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ആൻഡ് വാട്ട് ദേ വാല്യൂഡ് ആൻഡ് ട്രഷർഡ് ഇൻസ്റ്റെഡ് ഓഫ് സബ്ജക്ട്സ് വെർ അലൈൻ ടു ദം. ഇവിടെ നമ്മൾ പല ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് ചില ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. ഇറ്റ് വാസ് തോട്ട് ഇറ്റ് വാസ് ഓൺലി വേ ടു ബ്രിട്ടീഷ് കുഡ് വിൻ ദ ഹേർട്സ് ഓഫ് ദ നേറ്റീവ്സ് ആൻഡ് കുഡ് ഏൺ ദെയർ റെസ്പെക്ട്. അപ്പോൾ ചില ആളുകൾ ഇന്ത്യൻസിന് ഇന്ത്യൻ കൾച്ചർ എന്താണ്, ഇന്ത്യൻ പാസ്റ്റ് എന്താണ് എന്ന് തന്നെ പഠിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന അവരുടെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. അതിലൂടെ മാത്രമേ ബ്രിട്ടീഷേഴ്സിന് റെസ്പെക്ട് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചില ആളുകൾ തീരുമാനിച്ചപ്പോൾ ചില ആളുകൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അതിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ടെന്ന് മക്കളോട് ഞാനിപ്പോൾ ചോദിക്കും. 1-2 പോയിന്റ്സ് കൂടി പറഞ്ഞ ശേഷം അപ്പം മക്കൾ കമന്റ് ചെയ്യണം. യെസ്, മദ്രസ സെറ്റപ്പ് ഇൻ കൊൽക്കത്ത 1781 ഒരു മദ്രസ കൊൽക്കത്തയിൽ എന്ത് ചെയ്തു, സെറ്റപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയാണ് മക്കളെ? ടു പ്രൊമോട്ട് സ്റ്റഡി ഓഫ് അറബിക്, പേർഷ്യൻ ആൻഡ് ഇസ്ലാമിക് ലോവും അറബിക് പേർഷ്യൻ ലോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയും സ്റ്റഡി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരു മദ്രസ എവിടെ സെറ്റപ്പ് ചെയ്തു, കൊൽക്കത്തയിൽ സെറ്റപ്പ് ചെയ്തു. ഇത് മാത്രമാണോ ചെയ്തത്? അല്ല. പിന്നെ എന്ത് ചെയ്തു? ദ ഹിന്ദു കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബനാറസ് കോളേജ് കൂടി എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. 1791 ബനാറസ് കോളേജ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹിന്ദു കോളേജ് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് കോളേജ് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ബനാറസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ടു എൻകറേജ് ദ സ്റ്റഡി ഓഫ് ആൻഷ്യന്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ദാറ്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആൻഷ്യന്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ബനാറസ് കോളേജും എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എല്ലാ ബ്രിട്ടീഷ് ഓഫീഷ്യൽസും ഇതിനെന്ത് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ലൈക്ക് ഓറിയന്റലിസം പോലുള്ള കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഐഡിയാസിനെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, നോട്ട് ഓൾ ഒഫീഷ്യൽസ് വെർ ഷെയർഡ് ദീസ് വ്യൂസ്. എല്ലാവരും ഈ ഒരു വ്യൂസിൽ തന്നെ ആയിരുന്നില്ല എന്ത് ചെയ്തിരുന്നത്, മുമ്പോട്ട് പോയിരുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മെനി വെർ സ്ട്രോങ് ഇൻ ക്രിറ്റിസിസം ഓഫ് ദ ഓറിയന്റലിസ്റ്റുകളെ ചില ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്ട്രോങ്ലി തന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങി. അതിൽ വരുന്ന ആരൊക്കെയാണ് മക്കളെ, ആരൊക്കെയാണ് ഓറിയന്റലിസത്തെ സ്ട്രോങ് ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് മക്കളെ കമന്റ് ചെയ്തേ. ആരൊക്കെയാണ് ഓറിയന്റലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ സ്ട്രോങ് ആയിട്ട് തന്നെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളത്? പെട്ടെന്ന് കമന്റ് ചെയ്യണം. 10 മണികളെ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യടാ. പെട്ടെന്ന് ആരൊക്കെയാടാ? യാരന്ത പസംഗ യാരന്ത പയ്യ നമുക്ക് കാണാൻ പറ്റും. യെസ്, ഗ്രേവ്സ് ദ എറേഴ്സ് ഓഫ് ദ ഈസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ജെയിംസ് മിൽ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് അറ്റാക്ഡ് ഓഫ് യുവർ ഓറിയന്റലിസ്റ്റുകൾ അറ്റാക്ക് ചെയ്തതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു ആര്? ജെയിംസ് മിൽ പറഞ്ഞു, ഓറിയന്റലിസം ഒന്നും വേണ്ട, എന്ത് വേണ്ട, ഏഷ്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിപ്പിക്കൊന്നും വേണ്ട, എന്ത് പഠിപ്പിച്ചാൽ മതി, ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ മതി, ഇംഗ്ലീഷിനെ കുറിച്ച് പഠിപ്പിച്ചാൽ മതി, ഏഷ്യൻ സൊസൈറ്റി അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാനൊന്നും വേണ്ടെന്ന് ആര് പറഞ്ഞു? ഈ പറയുന്ന ജെയിംസ് മിൽ പറഞ്ഞു. ജെയിംസ് മിൽ മാത്രമാണോ പറഞ്ഞത്? അല്ല, ഇനിയും ഉണ്ട് അല്ലേ. യെസ്, മെക്കാളെ ഉണ്ട്. യെസ്, ഓക്കെ, തോമസ് ബാബിങ്ടൺ മെക്കാളെ ഉണ്ട്. അതുപോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു ആര്? ജെയിംസ് മിൽ. Indians should be made familiar with the scientific and technical advances that the West had made rather than with the poetry and sacred literature of the Orient. ഈ പറയുന്നത് ജെയിംസ് മിൽ പറഞ്ഞു, ഇന്ത്യൻസിന് എന്താ പഠിപ്പിക്കേണ്ടത്, എന്താണ് ടെക്നിക്കൽ ഐഡിയോളജി, എന്താണ് സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്വാൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വാൻസസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്ത്യൻസിന് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ പോയംസോ അല്ലെങ്കിൽ പോയട്രിയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാക്രഡ് ടെക്സ്റ്റോ ഒന്നല്ല ഇന്ത്യൻസിന് പഠിപ്പിക്കേണ്ടത്. ആര് ഡിമാൻഡ് ചെയ്തു? ഈ പറയുന്ന ജെയിംസ് മിൽ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ആര് കൊണ്ടുവന്നിട്ടുള്ളത്? വെസ്റ്റ് യൂറോപ്യൻസ് ആണ് ഇതൊക്കെ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ പറയുന്ന സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വാൻസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? യൂറോപ്യൻസ് ആണ്. അതാണ് ആര് പഠിപ്പിക്കേണ്ടത്? ഇന്ത്യക്കാരെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ പോയട്രിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാക്രഡ് ടെക്സ്റ്റോ ഒന്നല്ല അവർക്ക് പഠിപ്പിക്കേണ്ടത്. അവരെ കുറച്ചും കൂടി എന്ത് ചെയ്യണം മക്കളെ? യെസ്, അവർ കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് പഠിപ്പിക്കേണ്ടത്. ആര് ഡിമാൻഡ് ചെയ്തു? ജെയിംസ് മിൽ ഡിമാൻഡ് ചെയ്തു. തോമസ് ബാബിങ്ടൺ മെക്കാളെ, അനദർ ക്രിട്ടിക് ഓഫ് ഓറിയന്റേഷൻ, സോ ഇന്ത്യൻസ് ആസ് അൺസിവിലൈസ്ഡ് കൺട്രി ദാറ്റ് നീഡ് to be civilized. ഈ പറഞ്ഞ മെക്കാളെ ആണെങ്കിൽ ഇന്ത്യൻസ് അൺസിവിലൈസ്ഡ് ആണ്. ഓക്കെ, ഇന്ത്യൻസ് എന്താണ് മക്കളെ? അൺസിവിലൈസ്ഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം?
സാറേ ഈ ലൈവിൽ എല്ലാ ചാപ്റ്ററും ഉണ്ട് മക്കളെ, ഈ ഹിസ്റ്ററിയിൽ എല്ലാ ചാപ്റ്ററും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യൻസ് അൺസിവിലൈസ്ഡ് ആണ്, ഈ ലോക്കൽസ് ആണ്. അപ്പോൾ ഇന്ത്യൻസിനെ സിവിലൈസ് ചെയ്യാൻ ആരാണ്? നമ്മളുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട് എന്ന് ആര് പറഞ്ഞു? മെക്കാളെ പറഞ്ഞു. മെക്കാളെ എങ്ങനെ പറഞ്ഞു കേട്ടോ? ഇന്ത്യൻസ് അൺസിവിലൈസ്ഡ് ആണ്. ഇന്ത്യൻസ് അൺസിവിലൈസ്ഡ് അൺസിവിലൈസ്ഡ് പീപ്പിൾസ് ആണ്. അവരെന്ത് ചെയ്യണം? സിവിലൈസ് ചെയ്യണം. അവരുടെ സിവിലൈസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അവരെ സിവിലൈസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ബ്രിട്ടീഷേഴ്സിനാണ് എന്ന് ആര് ആർഗ്യൂ ചെയ്തു? നമ്മുടെ മെക്കാളെ ആർഗ്യൂ ചെയ്തു. മെക്കാളെ സംബന്ധിച്ചിടത്തോളം മെക്കാളെ പറയുന്നത് ഇന്ത്യൻസ് അൺസിവിലൈസ്ഡ് പീപ്പിൾസ് ആണ്, അവരെ സിവിലൈസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ് മക്കളെ? ബ്രിട്ടീഷേഴ്സിനാണ് എന്ന് മെക്കാളെ പറഞ്ഞു. അതിനുവേണ്ടി ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835 വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഓക്കെ, അതിനുവേണ്ടി എന്ത് സ്റ്റാർട്ട് ചെയ്തു? ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ടുവന്നു 1835. ഇതിന് പ്രകാരം ഇറ്റ്സ് മോട്ടീവ് വാസ് ടു മേക്ക് ഇംഗ്ലീഷ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു മീഡിയമായിട്ട് എന്ത് മാറ്റി? ഇംഗ്ലീഷ് മാറ്റി. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ് ഫോർ എന്ത് ചെയ്യണം? ടു ടീച്ച് ദ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് എന്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. To stop the promotion of Orientalist institutions like Kolkata Madrasa and Banaras Sanskrit College. ഈ പറഞ്ഞ ഓറിയന്റലിസ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക, അതിനൊന്നും പ്രൊമോട്ട് ചെയ്യേണ്ട. എന്ത് മതി? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്താൽ മതി. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യേണ്ട, ഇന്ത്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യേണ്ട, ഇന്ത്യൻ കൾച്ചറിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട. പകരം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക. ഇംഗ്ലീഷേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഗ്രോത്ത് എന്താണോ അത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആര് തീരുമാനിച്ചു? ഈ പറയുന്ന മെക്കാളെ തീരുമാനിച്ചു. ദെൻ വുഡ്സ് ഡിസ്പാച്ച് കൂടി വന്നു എഡ്യൂക്കേഷൻ ഫോർ കൊമേഴ്സിൻ്റെ ഭാഗമായിട്ട്. ആൻഡ് 1854 ആൻ എഡ്യൂക്കേഷൻ ഡിസ്പാച്ച് പോപ്പുലർലി നോൺ ആസ് വുഡ്സ് ഡിസ്പാച്ച് സെൻഡ് ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു? ഒരു മെസ്സേജ് അല്ലെങ്കിൽ വുഡ് ഡിസ്പാച്ച് എന്ത് ചെയ്തു? സെൻഡ് ചെയ്തു. ഇത് നമ്മൾ ഈ പറയുന്ന എന്താണ്, ഈ പേഴ്സണിൻ്റെ പേരാണ് വുഡ്സ് എന്നുള്ളത്. അതുകൊണ്ടാണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് മക്കൾ. അല്ലെങ്കിൽ എന്താ അറിയപ്പെടുന്നത്? എഡ്യൂക്കേഷൻ ഡിസ്പാച്ച് ആണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം. Outlining the education policy that was to be followed in India, it emphasized once again the practical benefits of the system of European learning. European learningിലൂടെ എന്തൊക്കെ മെച്ചമുണ്ടാവും അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലായിട്ട് വുഡ്സ് ഡിസ്പാച്ചും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്? കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും, ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. സാർ മെസ്സി ഓർ റൊണാൾഡോ എന്ന് ചോദിക്കുന്നുണ്ട്. മേ ബി ഡി സെറ്റല്ലടാ, റെഡിയല്ലടാ. യെസ്, ഐ ആം ദ ബിഗ്ഗസ്റ്റ് ഫാൻ ഓഫ് മെസ്സി. ബട്ട് ഇവിടെ നമുക്കത് വേണ്ട. ഓക്കെ, നമുക്ക് നോക്കാം. യൂറോപ്യൻ ലേണിംഗ് വുഡ് എനാബിൾ ഇന്ത്യൻസ്. എങ്ങനെയൊക്കെയാണ് യൂറോപ്യൻ ലേണിംഗ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കിയ സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ടു റിക്കഗ്നൈസ് അഡ്വാൻറ്റേജ് ദാറ്റ് ഫ്ലോ ഫ്രം ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, to make them see the importance of developing countries' resources to improve the moral character of Indians. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ട്രേഡിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ഇന്ത്യൻസിന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് റിസോഴ്സസ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്ത്യൻസിന് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ഇന്ത്യൻസിൻ്റെ മോറൽ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം? മോറൽ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യണം? ഇംപ്രൂവൈസ് ചെയ്യണം. ഓക്കെ, ഇറ്റ് വുഡ് മേക്ക് ദം ട്രൂത്ത്ഫുൾ ആൻഡ് ഹോണസ്റ്റ്. അപ്പോൾ ഇന്ത്യൻസിൻ്റെ മോറൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഇംപ്രൂവൈസ് ചെയ്താൽ ഇന്ത്യൻസ് എന്താവും? കുറച്ചും കൂടി ട്രൂത്ത്ഫുൾ പേഴ്സൺസ് ആയിരിക്കും, കുറച്ചും കൂടി ഹോണസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് ദസ് സപ്ലൈ ദ കമ്പനി വിത്ത് സിവിൽ സർവൻസ് ഹൂ കുഡ് ബി ട്രസ്റ്റഡ്. അപ്പോൾ ട്രസ്റ്റഡ് പേഴ്സൺസ് ഇന്ത്യയിൽ കൂടുതൽ കൂടിയാൽ അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിവിൽ സർവീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ് ആര് പറയുന്നത്? ബ്രിട്ടീഷേഴ്സ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻസ് ട്രസ്റ്റഡ് പേഴ്സൺസ് അല്ല. ഇന്ത്യൻസ് എന്താണ്? ബിട്രയൽസ് ആണ്, എങ്ങനെ ചീറ്റേഴ്സ് ആണ് എന്നൊക്കെയായിരുന്നു ബ്രിട്ടീഷേഴ്സിന്റെ വ്യൂ പോയിന്റ്. ഇന്ത്യൻസ് അങ്ങനെയാണോ മക്കളെ? ഇന്ത്യൻസ് ഭയങ്കര ഹോണസ്റ്റ് പേഴ്സൺസ് അല്ലേ? നമ്മൾ ഇന്ത്യൻസ് ഹോണസ്റ്റ് പേഴ്സൺസ് അല്ലേ? ആണോ അല്ലേ? മക്കളൊന്ന് കമന്റ് ചെയ്തേ. യെസ് 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 യെസ്, പെട്ടെന്ന് കമന്റ് ചെയ്യണം. നമ്മൾ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലേ? അല്ലെ? നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലേ? അല്ലേ മക്കളെ? ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് അല്ലേ? ട്രസ്റ്റഡ് പേഴ്സൺസ് അല്ലേ നമ്മൾ? ആണല്ലേ? യെസ്. പക്ഷെ ബ്രിട്ടീഷേഴ്സ് കണ്ടിരുന്നത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ട്രൂത്ത്ഫുൾ ആവുള്ളൂ, ട്രസ്റ്റഡ് ആവുള്ളൂ, ഹോണസ്റ്റ് ആവും എന്നൊക്കെ ആയിരുന്നു ആര് കണ്ടിരുന്നത്? ബ്രിട്ടീഷേഴ്സ് കണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ദ ബ്രിട്ടീഷ് ടുക്ക് സെവറൽ മെഷേഴ്സ്. അതിനുവേണ്ടി ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? കുറേ മെഷേഴ്സ് ഒക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. എങ്ങനെയൊക്കെയാണ്? ദേ സെറ്റ് അപ്പ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ്. യൂണിവേഴ്സിറ്റീസ് വെർ എസ്റ്റാബ്ലിഷ് ഇൻ കൊൽക്കത്ത, മദ്രാസ് ആൻഡ് ബോംബെ. ബോംബെയിലും കൊൽക്കത്തയിലും മദ്രാസയിലും യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നു. ഇങ്ങനെ കുറേയധികം മെഷേഴ്സ് ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നു. ദെൻ അപ് ടു ദ മിഡ് 19th century ദ കമ്പനീസ് പ്രൈമറി കൺസേൺ വാസ് ടു ഇംപ്രൂവ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഇംപ്രൂവൈസ് ചെയ്യുക, ഹയർ എഡ്യൂക്കേഷനെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു കമ്പനിയുടെ മെയിൻ കൺസേൺ അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ എയിം നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് സമയത്ത് കേട്ടോ. ഇനി എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷേഴ്സ് ഇത് ചെയ്തത് എന്ന് നമുക്ക് നോക്കണം അല്ലേ?
The company engaged William Adam, a Scottish missionary, to access the educational framework of the vernacular schools. Vernacular schools in education system കുറിച്ച് പഠിക്കാൻ വേണ്ടി ആരെ അപ്പോയിന്റ് ചെയ്തു? യെസ്, വില്യം ആദമിനെ കമ്പനി എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്തു. Vernacular എന്ന് പറഞ്ഞാൽ it refers to the local language or dialects distinct from the standard language. നമ്മൾ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലുള്ള ലോക്കൽ ഡയലക്ട്സിനെ അല്ലെങ്കിൽ എന്താ പറയുക റീജിയണൽ ഡയലക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, എന്ത് പറയുന്നത്? സർ കമൻറ്റ് വായിക്കാത്തത് നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത്. എന്താണ് കമൻസ്? യെസ്, ഓക്കെ എന്ത് പറയുന്നത്? വെർണാക്കുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ വെർണാക്കുലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെർണാക്കുലർ സ്കൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് നോക്കണം. ഇറ്റ് വാസ് ഡിസ്കവർഡ് ദാറ്റ് ദർ വെർ അറ്റ്ലീസ്റ്റ് 1 lakh പാഠശാലാസ് ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ റീജിയൻസ് ഇൻ ദ പാസ്റ്റ്. ആ സമയത്ത് ബംഗാളിലും ബീഹാറിലും മാത്രമായിട്ട് ഓൾമോസ്റ്റ് 1 lakh പാഠശാലാസ് ഉണ്ടായിരുന്നു. സ്കൂളുകൾ വെർണാക്കുലർ സ്കൂൾസ് അന്നുണ്ടായിരുന്നു. ഇൻ ദീസ് പാഠശാലാസ് അറൌണ്ട് 20 lakh സ്റ്റുഡൻസ് വെർ ടോട്ട്. ഈ സ്കൂളുകളിലായിട്ട് 20 ലക്ഷം സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ട് മക്കളെ. The പാഠശാലാസ് വെർ ഫ്ലെക്സിബിൾ സ്കൂളിംഗ് സിസ്റ്റം ആയിരുന്നു. ഒരു സ്കൂളിൽ എന്താ പറയുക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കൂളിംഗ് സിസ്റ്റം ആയിരുന്നു പറയുമ്പോൾ എന്തൊക്കെയാണ് ഫ്ലെക്സിബിൾ എന്നുള്ളതിന് നമുക്ക് കാരണം പറയാം. അതിൻ്റെ ഡ്രോബാക്സ് നോക്കിയാൽ തന്നെ ഫ്ലെക്സിബിൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ദ പാഠശാലാസ് ലാക്ക്ഡ് എ ഫിക്സ്ഡ് പ്രൈസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. എന്തിനായില്ല? ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. ഇത്ര ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രിന്റഡ് ലിറ്ററേച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. ബുക്ക് ഉണ്ടായിരുന്നില്ല. സെറ്റാണ് മക്കളെ, അന്ന് ബുക്ക് ഉണ്ടായിരുന്നില്ല. പഠിച്ചോനെ ഇന്നായിരുന്നെങ്കിൽ അടിപൊളി ആയിരുന്നല്ലേ, പഠിക്കേണ്ട ഇത്ര റിസ്ക് ഒന്നും ഇല്ല അല്ലേ. യെസ് ഓക്കെ അല്ലേടാ. യെസ് അപ്പം അന്ന് ബുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് ബുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സെറ്റാണ്. പിന്നെയോ സെപ്പറേറ്റ് ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ മക്കളും ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കുക. സെപ്പറേറ്റ് ബിൽഡിങ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയോ ബെഞ്ചോ ചെയറൊന്നും ഉണ്ടായിരുന്നില്ല. നിലത്തൊക്കെ ഇരുന്ന് പഠിക്കുക. സെറ്റായിരുന്നു കേട്ടോ. അന്ന് എന്തുണ്ടായിരുന്നില്ല മക്കളെ? ഫീസ് ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ, ഒരു എന്താ പറയുക ഫിക്സ്ഡ് ആയിട്ടുള്ള ഫീസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഓരോ ആളുകളുടെയും കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ഫീ പേ ചെയ്യാന്നുള്ളതായിരുന്നു. പ്രിന്റഡ് ലിറ്ററേച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. ഏറ്റവും സെറ്റ് അല്ലേ. ബുക്കൊന്നുമില്ലെങ്കിൽ പഠിക്കണം മക്കളെ, കഷ്ടപ്പെട്ട് പഠിക്കണ്ട അല്ലേ. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല ബ്ലാക്ക് ബോർഡ്സ് ഉണ്ടായിരുന്നില്ല. സെപ്പറേറ്റ് ക്ലാസ്സസ് ഉണ്ടായിരുന്നില്ല. റോൾ കോൾ രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് വൺ ആനുവൽ എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ ഉണ്ടായിരുന്നു, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല? പാഠശാലാസിൽ ഉണ്ടായിരുന്നില്ല. അന്ന് മറ്റു ജനിച്ചാൽ മതിയിരുന്നല്ലേ, നല്ലോണം എന്തായിരുന്നു ആ ക്ലാസ്സിലെ പഠിപ്പിച്ച് കൈമാറായിരുന്നു. കാരണം എക്സാം ഇല്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ല അല്ലേ, സെറ്റായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ പറയുന്ന പാഠശാലാസിൻ്റെ ഡ്രോബാക്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന എന്ത് ചെയ്തു, കുറേ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു ബ്രിട്ടീഷേഴ്സിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയാണ് സ്കോട്ടിഷ് പേഴ്സൺ ആയി ആദമിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കുറേ അധികം മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ് ടു മിഡ് 19th century the company was concerned primarily and with higher education. Then it allowed the local പാഠശാലാസ് to function without much interference. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആദ്യം മിഡ് 19th century വരെ കമ്പനി എന്ത് ചെയ്തില്ല, ഹയർ എഡ്യൂക്കേഷനിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ തന്നെ പാഠശാലാസിൻ്റെ കാര്യത്തിലൊന്നും അവരെന്ത് ചെയ്തില്ല, കൂടുതൽ ഫോക്കസ് ചെയ്തില്ല, കൂടുതൽ ഇടപെടുകയൊന്നും ചെയ്തില്ല. പക്ഷേ ആഫ്റ്റർ ദാറ്റ് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, കമ്പനി ഇടപെടാൻ തുടങ്ങി. ആഫ്റ്റർ 1854 ദ കമ്പനി ഡിസൈഡഡ് ടു ഇംപ്രൂവ് ദ സിസ്റ്റം ഓഫ് വെർണാക്കുലർ എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ പാഠശാലാസിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യണം, ഇംപ്രൂവൈസ് ചെയ്യണം, ഒരു സ്ട്രക്ചർ കൊണ്ടുവരാം. കമ്പനി തീരുമാനിച്ചു. അതിനുവേണ്ടി കമ്പനി ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെ കൊണ്ടുവന്നു മക്കളെ? കുറച്ച് എന്താ പറയുക ലൈക്ക് ഈ പറയുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി അതിന് കുറച്ചും കൂടി എന്ത് ചെയ്തു, ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഒരു പണ്ഡിത്തിനെ അപ്പോയിന്റ് ചെയ്തു. ഈ പറയുന്ന എല്ലാ പാഠശാലാസിലും പറയുന്ന പണ്ഡിത്തിനെ അപ്പോയിന്റ് ചെയ്തു. ഒരു പണ്ഡിത്ത് ഒരു സ്കൂളിനല്ല, ഒരു പാഠശാലക്കല്ല, 4 to 5 പാഠശാല ആര് നോക്കണം, ഈ പറഞ്ഞ ഒരു പണ്ഡിത്ത് നോക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ദെൻ ഗവൺമെൻറ് എന്തൊക്കെയാണോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നത് അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു പണ്ഡിറ്റ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു റൂട്ടീൻസ് ഇമ്പോസ് ചെയ്യുക, ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഫീസ് സ്ട്രക്ചറും അതുപോലെ തന്നെ ആനുവൽ എക്സാമിനേഷൻ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇംപ്രൂവൈസ് ചെയ്യുക, കൃത്യമായിട്ട് ഇമ്പോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ തന്നെ ന്യൂ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ തന്നെ ഇൻസ്പെക്ഷൻസ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പണ്ഡിറ്റ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ഡിറ്റ്സിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അപ്പോയിൻറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ ഏർലിയസ്റ്റ് ടൈമിൽ പാഠശാലാസിൽ ഇപ്പോൾ എസ്പെഷ്യലി പെസൻസ്, വില്ലേജ് പീപ്പിൾസ് ഒക്കെ, പെസൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടും ഈ പറഞ്ഞ ഹാർവസ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ഈ പറഞ്ഞ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ എല്ലാം സ്വിമ്മിങ് മുതൽ ഹാർവസ്റ്റിംഗ് വരെയുള്ള എല്ലാ പീരീഡും ആരുടെ പ്രസൻസ് കൂടിയിട്ടുണ്ടായിരുന്നു ആ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും. അപ്പോൾ സ്റ്റുഡൻസ് ഈ പറയുന്ന അഗ്രികൾച്ചർ അല്ലെങ്കിൽ ക്രോപ്പ് ഈ പറയുന്ന പോലെ തന്നെ ഹാർവസ്റ്റിംഗ് ടൈം ഒക്കെ ആണെങ്കിൽ എവിടെയായിരിക്കും ഉണ്ടാവുക, അവരുടെ ഫാമിംഗ് സെക്ടേഴ്സിലായിരിക്കും ഉണ്ടാവുന്നത്, ഫാമിംഗ് ഫീൽഡിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ കൺട്രോൾ കൊണ്ടുവന്നതോടുകൂടി അതെന്തില്ല, രജിസ്റ്ററും കാര്യങ്ങളൊന്നുമില്ല, അറ്റൻഡൻസ് ഒന്നുമില്ല. പക്ഷേ കൺട്രോൾ വന്നതോടുകൂടി എന്ത് വന്നു, അറ്റൻഡൻസും രജിസ്റ്ററൊക്കെ വന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് വന്നു, അവരെന്ത് ചെയ്യാൻ തുടങ്ങി, പണിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് ഇവിടെ
കാണാൻ പറ്റും. വൺ ഓഫ് ദ system drawback was that during harvest, children from low income households were required to attend school. Any disobedience to the rules was considered indiscipline. അപ്പോൾ ആരെങ്കിലും ഈ റൂൾസ് ഡിസോബേ ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതെന്താണ്, ഇൻഡിസിപ്ലിൻ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് 1-2 ടോപ്പിക് എന്ന് പറയുന്നത് ലൈക്ക് എങ്ങനെയാണ് ടാഗോറും ഗാന്ധിജിയും ഒക്കെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ടാഗോർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തന്നെ ആദ്യം ഒപ്പോസ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. ടാഗോർ പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഒരു ലൈക്ക് പ്രിസൺ പോലെയായിരുന്നു എന്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഒരു പീപ്പിൾസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെയാണ് ആദ്യം എന്ത് ചെയ്യുന്നത് ടാഗോർ ആർഗ്യൂ ചെയ്യുന്നത്. അതിനുശേഷം ടാഗോർ എന്ത് ചെയ്യുന്നുണ്ട്, ശാന്തി നികേതൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബോത്ത് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ കൾച്ചറൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ടാഗോർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഗാന്ധിജിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഗാന്ധിജി പറയുന്നത് ലൈക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മുടെ സ്വന്തം ARD മിസ് സെറ്റല്ലേ മിസ്സേ? യെസ് ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തേട്ടോ മിസ്സേ, ബാക്ക് നിന്നും ഫ്രണ്ട് നിന്നൊക്കെ ആയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. മക്കൾ അതാ ഡിമാൻഡ് ചെയ്തപ്പോൾ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് സ്ലൈഡ് ഇതിലേക്ക് തന്നെ അയച്ചോളൂ. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു 3 ചാപ്റ്റേഴ്സ് അല്ല മിസ്സാ? 3 ചാപ്റ്റേഴ്സ് മിസ് സെറ്റാക്കി തരും. അതിനുശേഷം ഞാൻ അഗെയിൻ വരും 2 ചാപ്റ്റേഴ്സ് ഞാനും കൂടി സെറ്റാക്കും. അയ്യോ കുറച്ചൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. യെസ് ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇയറിൻ്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് മക്കളെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ആ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് ഒക്കെ അതിൽ ഉണ്ട് മക്കളെ. നൈസ് പേപ്പർ. ഹലോ ഹായ് എവ്രിവൺ, എന്തൊക്കെയുണ്ട്? കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. യെസ്, എന്തുണ്ട് നിങ്ങളുടെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നോ? യെസ് എബിഡി സാറ് ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്ത 2-3 ചാപ്റ്റേഴ്സ് കൂടെ റെഡി ആക്കാനുണ്ട്. യെസ്, എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. ഇത് ഏത് ഐപാഡ് ഇത് പെയർ ചെയ്യേണ്ടത് തരുന്നില്ലല്ലോ. എനിക്ക് വന്നിട്ടില്ലല്ലോ. മിനിറ്റ്, എൻ്റെ കളർ വേറെ ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഒരു ഗ്രീൻ ആയിട്ട് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. യെസ്, ഓക്കെ ആണോ? ആൻഡ് കൃത്യമായിട്ട് കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ മക്കളെ, നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ ഏതാണ്? ഫ്രം ട്രേഡ് ടു ടെറിട്ടറി ആണ് അല്ലേ? എങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സ് അല്ലേ നമ്മുടെ യൂറോപ്പിയൻസ് ഇവിടെ വന്നിട്ട് അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എങ്ങനെയാണ് വന്നത്, ഏതൊക്കെ ബാറ്റിലൂടെയാണ് അവരവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ മക്കൾ? എല്ലാവരും റെഡിയാണോ? യെസ്, റെഡിയാണല്ലേ? സോ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കംസ് ഈസ്റ്റ്. അവിടെ എന്തിനാണ് ഈസ്റ്റിലേക്ക് എന്താണ് വന്നത്, അല്ലെങ്കിൽ ഈസ്റ്റിൽ വന്നിട്ട് എങ്ങനെയാണ് അവിടെ നിന്ന് അവർ അല്ലെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങിയത് അല്ലെ? സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, ബിഗിനിങ് സ്റ്റേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനി റൂൾ എക്സ്പാൻസ്. എങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ ഈസ്റ്റിൽ വന്നിട്ട് ഇന്ത്യ മൊത്തത്തിൽ എന്ത് ചെയ്തത്, അവരുടെ കമ്പനി റൂൾ എക്സ്പാൻഡ് ചെയ്തതെന്നാണ് പഠിക്കുന്നത്. എക്സ്പാൻഷൻ ഓഫ് കമ്പനി റൂൾ ആണ്. ദെൻ ലാസ്റ്റ് വൺ അല്ലേ, സെറ്റിംഗ് അപ്പ് എ ന്യൂ അഡ്മിനിസ്ട്രേഷൻ. കമ്പനി റൂൾ എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായി. ആ പുതിയ അഡ്മിനിസ്ട്രേഷനിലേക്ക് ന്യൂ അഡ്മിനിസ്ട്രേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, ഇതാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് വേഗം പഠിച്ചു പോലെ. നമുക്കറിയാം, യെസ്, ഔറംഗസീബ് ആയിരുന്നു അല്ലെ മുഗൾ റൂളേഴ്സിന്റെ ഇടയ്ക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവസാനത്തെ റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, ഔറംഗസീബിന്റെ ഡെത്തോടുകൂടി എന്ത് ചെയ്യാണ്, ഈ ഒരു മുഗൾ ഡൈനാസ്റ്റി എന്ത് ചെയ്തിട്ടുണ്ടായി, അതിന്റെ പവർ ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായി അല്ലേ? ഡെത്ത് ഓഫ് ഔറംഗസീബ് എന്ന് പറയുന്നത് 1707 ആ ഒരു ഇയറിലായിരുന്നു അല്ലേ? ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു റൂളറിന്റെ ഡെത്തിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്,
അതിനുശേഷം വലിയ പവർഫുൾ ആയിട്ടുള്ള മുഗൾ റൂളേഴ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഓക്കെ, യെസ്. ആൻഡ് ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? മെനി മുഗൾ ഗവർണേഴ്സ് ആൻഡ് ബിഗ് ജമീന്ദാർസ് began asserting their authority and establishing regional kingdoms. അതായത് ഔറംഗസീബ് മരിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്? സ്കാറ്റേർഡ് ആയി പോവാണ് അല്ലേ? എന്താണ് ഈ ചെറിയ ചെറിയ സെമീന്ദാസ് അല്ലെ അവരുടെ കയ്യിലേക്കൊക്കെ പവർ ഇങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ മുഗൾ ഡൈനാസ്റ്റിയുടെ പവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു സ്റ്റേജ് അല്ലേ, ഇത് ഭയങ്കര കണ്ണിങ് ആയിട്ടാണ് ആര് ചെയ്യുന്നത്? ബ്രിട്ടീഷേഴ്സ് ഇതിനെ കണ്ടിട്ടുണ്ടായത്, ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്താണ് ബ്രിട്ടീഷേഴ്സ് കയറി വരുന്നത് ആൻഡ് അവരുടെ പവർ എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവൻ ന്യൂ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും സെറ്റപ്പ് ചെയ്യുന്നത് അല്ലേ? യെസ്, എന്താണ്? ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 18th century a new power was emerging on political horizon അല്ലേ? എപ്പോഴാണ്? യെസ്, ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 18th century പകുതിയൊക്കെ ആയപ്പോഴത്തേക്കല്ലേ എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷേഴ്സ് അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, യെസ്. So the British originally came as a small trading company and were reluctant to acquire territories അല്ലേ? അവർ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു ട്രേഡിംഗ് കമ്പനി ആയിട്ടാണ്. ഓക്കെ, പിന്നെ അത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ത്യയുടെ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പവർ അവരുടെ കയ്യിലാവാൻ തുടങ്ങി. ഓക്കെ, എങ്ങനെയാണ്? യെസ്, നമ്മൾ പഠിക്കാൻ പോവാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അവർ ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്തത്. ഓക്കെ, ഈ പവർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്തത്. എങ്ങനെയായിരുന്നു നോക്കിയോ? ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എൻ ഇംഗ്ലീഷ് കമ്പനി for the exploitation of trade with the East and Southeast Asia. ഓക്കെ, അതായത് സൗത്ത് ഏഷ്യൻ കൺട്രീസ് അല്ലേ, അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? യെസ്, നമ്മൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്പനിയാണ് അല്ലെ? യൂറോപ്യൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ദെൻ ഇൻ 16,000 the East India Company acquired a charter from the rule of England. ഓക്കെ, ഇത് നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കും. ഓക്കെ, ഏത് ക്വീനിന്റെ സമയത്തായിരുന്നു അല്ലേ നമ്മുടെ ഈ ഒരു ചാർട്ടർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? എന്താണ് ഇതിന്റെ ചാർട്ടറിന്റെ പേര്? യെസ്, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ട്രേഡ് ചെയ്യാനുള്ള ഗ്രാൻഡ് അല്ലേ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ടർ ഏത് ക്വീനിന്റെ സമയത്തായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ യെസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളോട് ചോദിക്കും. ഏത് ക്വീനിന്റെ സമയത്തായിരുന്നു? യെസ്, നമ്മുടെ എലിസബത്ത്. ഓക്കെ, ക്വീൻ എലിസബത്ത് ഫസ്റ്റിന്റെ പീരീഡിലായിരുന്നു ഈ ഒരു ചാർട്ടർ കൊണ്ടുവന്നത്. ഓക്കെ, നിങ്ങൾ മറന്നു പോരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോരുത്. ഓക്കെ, ആൻഡ് അതായത് വേറെ യൂറോപ്യൻ കൺട്രീസിനൊന്നും എന്തുണ്ടാവില്ല? മൊണോപ്പൊളി ഉണ്ടാവില്ല. മൊണോപ്പൊളി എന്ന് പറയുന്നത് ആർക്കായിരിക്കും? യെസ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരിക്കും. ഇതായിരുന്നു ഈ ചാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണല്ലേ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായില്ലേ? പോർച്ചുഗീസുകാർ വരുന്നുണ്ടായി ഏഷ്യൻ കൺട്രീസിലേക്ക്, ഇന്ത്യയിൽ ഡച്ചുകാർ വന്നിട്ടുണ്ടായി. ഓക്കെ, ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ടായി. പക്ഷെ അവർക്കിടയിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നിന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അല്ലേ? യെസ്, നമുക്കറിയാം അവർ മെയിൻ ആയിട്ട് നമ്മൾ എന്തിനായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത്? സ്പൈസസ് കണ്ടിട്ടായിരുന്നു അല്ലെ? സ്പൈസസിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ അത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു, അതിന്റെ ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് അവർ ഡിമാൻഡ്? നമ്മുടെ ഇന്ത്യയിൽ ഡിമാൻഡ് അവർ കൂടിയൊരു സ്പൈസസ് എന്ന് പറയുന്നത് പെപ്പർ ഉണ്ടായിരുന്നു, ക്ലോവ്സ് ഉണ്ടായിരുന്നു, കാർഡമം ഉണ്ടായിരുന്നു, സിന്നമൺ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു യെസ് ഏറ്റവും ഡിമാൻഡ് കൂടി സ്പൈസസ് എന്ന് പറയുന്നത്. റെഡി? യെസ്. ആൻഡ് ഈ ഒരു സ്പൈസസിന് ഡിമാൻഡ് കൂടിയതോടുകൂടെ ഇറ്റ് പുഷസ് അപ്പ് ദ പ്രൈസസ് അല്ലേ? ദിസ് റിഡ്യൂസ് ദ പ്രോഫിറ്റ് ഓഫ് ദാറ്റ് കുഡ് ബി ഏർൺഡ്. ഓക്കെ, the only way the trading companies could flourish was by eliminating rival competitors. അതായത് ഇതിന്റെ പ്രൈസ് കൂടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ച് ബാക്കിയുള്ള പോർച്ചുഗീസുകാരായിക്കോട്ടെ ഡച്ചുകാരായിക്കോട്ടെ ഇവരെന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? യെസ്, അവരെ ഒരു വാറിലൂടെ അല്ലെങ്കിൽ ചെറിയ ബാറ്റിലൂടെ ഒക്കെ അവരെന്ത് ചെയ്തു? തോൽപ്പിച്ചു. ആൻഡ് ഇവിടെ മൊണോപ്പൊളി ആർക്കായി? ട്രേഡിൽ മൊണോപ്പൊളി ബ്രിട്ടീഷേഴ്സിനായി. ഓക്കെ, യെസ്, അങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സിന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. ദെൻ ദേ റെഗുലർലി സാങ് ഈച്ച് അതർ ഷിപ്പ് അല്ലെ? എന്തൊക്കെയായിരുന്നു ഫൈറ്റ് ചെയ്ത സമയത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്? മറ്റുള്ളവരുടെ കപ്പൽ മുക്കിക്കളയുക അല്ലെ? എന്താണ്? യെസ്, അവർ കുറേ പേര് അവരെ കൊന്നുകളയുക. ഇതൊക്കെയായിരുന്നു മെയിനായിട്ട്, വയലൻസ് തന്നെയായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ദിസ് എഫേർട്ട് ടു ഫോർട്ടിഫൈ സെറ്റിൽമെന്റ് ആൻഡ് ക്യാരി ഓൺ പ്രോഫിറ്റബിൾ ട്രേഡ് ഓൾസോ ലെഡ് ടു ഇന്റൻസ് കോൺഫ്ലിക്ട് വിത്ത് ലോക്കൽ റൂളേഴ്സ്. ഇതിന്റെ ഭാഗമായിട്ട് യെസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷേഴ്സ് ഫോർട്ട്സ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി, കോട്ടകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇവരെ ട്രേഡിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോക്കൽ റൂളേഴ്സ് ആയിട്ടും അല്ലേ, അവിടുത്തെ ലോക്കൽ റൂളേഴ്സുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, ദ കമ്പനി therefore found it difficult to separate trade from politics. അപ്പോൾ കമ്പനി റിയലൈസ് ചെയ്തു അല്ലെ, ട്രേഡിന് മാത്രം നമുക്ക് മൊണോപ്പൊളി പോരാ, ഓക്കെ, അഡ്മിനിസ്ട്രേഷനും ഭരണത്തിലും എന്ത് വേണം? പവർ വേണം. ഓക്കെ, സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിഗിൻസ് ട്രേഡ് ഇൻ ബംഗാൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാൻ തുടങ്ങി? ബംഗാളും ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഈ ട്രേഡ് എന്ന് പറയുന്നത് ഇവർ മെയിൻ ആയിട്ട് എന്തിനും കൂടെ യെസ്
യെസ് ഒരു അഡ്മിനിസ്ട്രേഷനിലും പവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ട്രേഡിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി വാസ് സെറ്റ് അപ്പ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഹുഗ്ലി. ഓക്കെ, അതായത് ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി എവിടെയാണ്? ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഹുഗ്ലി റിവറിന്റെ ബാങ്ക്സിലായിരുന്നു. 1651 ഓക്കെ, യെസ് ഹുഗ്ലി റിവറിന്റെ ബാങ്ക്സിലായിരുന്നു. റെഡി? ഓക്കെ, യെസ്. And as trade expanded, the company persuaded merchants and traders to come and settle near the factory. അതായത് ട്രേഡിൻ്റെ ഈ ഒരു എക്സ്പാൻഷനിൽ ട്രേഡൊക്കെ ചെറിയ കുഞ്ഞതായിരുന്നു ആദ്യം, പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ ഒരു ഫാക്ടറിൻ്റെ അടുത്ത് തന്നെ സെറ്റിൽ ചെയ്യാനുള്ള അല്ലേ അവർക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കമ്പനി ഒരുക്കി കൊടുത്തു. ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തു? അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ മാറി. ഓക്കെ, യെസ്. ദ ഫാക്ടറി ഹാഡ് എ വേ ഹൗസ് വെർ ഗുഡ്സ് ഫോർ എക്സ്പോർട്ട് വാസ് സ്റ്റോർഡ്. അതായത് പുറത്തേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ആ ഫാക്ടറിയിൽ എവിടെയായിരുന്നു സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്? വെയർ ഹൗസിലായിരുന്നു. ഓക്കെ, ആൻഡ് ആസ് ട്രേഡ് എക്സ്പാൻഡഡ് ദ കമ്പനി പെർസുവേഡഡ് മെർച്ചന്റ്സ് ആൻഡ് ട്രേഡേഴ്സ് ടു കം ആൻഡ് സെറ്റിൽ നിയർ ദ ഫാക്ടറി. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ. മെർച്ചൻസിൻ്റെ അടുത്തും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തും എന്ത് ചെയ്യാൻ പറഞ്ഞു? ഫാക്ടറിൻ്റെ അടുത്ത് തന്നെ വന്ന് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു, അടുത്ത് തന്നെ വന്ന് താമസിക്കാൻ പറഞ്ഞു. ആൻഡ് ഇൻ 1696 ഇറ്റ് ബിഗാൻ ബിൽഡിംഗ് എ ഫോർട്ട് അറൌണ്ട് ദ സെറ്റിൽമെന്റ്. ഈ സെറ്റിൽമെന്റിൽ അല്ലെങ്കിൽ ഫാക്ടറിന്റെ ചുറ്റും എന്ത് ചെയ്യാൻ തുടങ്ങി? കോട്ടകളല്ലേ, ഫോർട്ട്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഫോർട്ടിഫിക്കേഷൻ തുടങ്ങി. ഓക്കെ, അതായത് കോട്ടകൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിനാണ് മെയിനായിട്ട് കോട്ടകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്? യെസ്, ഫാക്ടറീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. ദെൻ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് ബ്രിട്ടീഷേഴ്സിന് എന്ത് കിട്ടി? ജമീന്ദാരി റൈറ്റ്സ് കിട്ടി. അതായത് ജമീന്ദാസ് എൻജോയ് ചെയ്യുന്ന പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഒക്കെ ആർക്കും കിട്ടി? ബ്രിട്ടീഷേഴ്സിനും കിട്ടി. ഓക്കെ, ഇറ്റ് ഓൾസോ പെർസുവേഡഡ് ദ മുഗൾ എംപറർ ഔറംഗസീബ് ടു ഇഷ്യൂ എ ഫാർം ആൻഡ് ഗ്രാൻഡിംഗ് ദ കമ്പനി ദ റൈറ്റ് ടു ട്രേഡ് ഡ്യൂട്ടി ഫ്രീ. അതായത് പിന്നെ കമ്പനിക്ക് ഒരു പ്രിവിലേജും കൂടെ കിട്ടി, ഡ്യൂട്ടി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ? ട്രേഡ് ചെയ്യാൻ അല്ലേ, ടാക്സ് ഒന്നും അടയ്ക്കേണ്ട. ഓക്കെ, ദെൻ പിന്നെ എങ്ങനെയാണ് ഇത്രയും കോപ്പറേറ്റീവ് ആയിട്ട് പോയല്ലേ ബ്രിട്ടീഷേഴ്സും ഇന്ത്യൻ ലോക്കൽ റൂളേഴ്സും തമ്മിൽ? പിന്നെ എങ്ങനെയാണ് ഒരു ബാറ്റിലേക്ക് പോയത്? ഹൗ ട്രേഡ് ലെഡ് ടു ബാറ്റിൽസ് നമുക്ക് നോക്കാം. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഔറംഗസീബ്, ബംഗാൾ നവാബ് അസർട്ടഡ് ദ പവർ ആൻഡ് ഓട്ടോണമി. അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ലോക്കൽ റൂളേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി അല്ലെ, പവർ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി അല്ലേ. യെസ്, അതിന്റെ ഭാഗമായിട്ട് ദ നവാബ്സ് ഓഫ് ബംഗാൾ റിഫ്യൂസ് ടു ഗ്രാന്റ് ദ കമ്പനി കൺസെഷൻ ആസ് ഇറ്റ് വാസ് മേക്കിംഗ് ദ റവന്യൂ ഫ്രം ബംഗാൾ ട്രേഡ് ലെസ് പ്രോഫിറ്റബിൾ. അതായത് ഈ ഔറംഗസീബിന്റെ മരണത്തിന് ശേഷം ബംഗാളിലെ നവാബ്സ് എന്ത് ഡിസൈഡ് ചെയ്തു? കമ്പനിക്ക് കൊടുത്ത എല്ലാ പ്രിവിലേജസും അവരെന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള ഡ്യൂട്ടി ഫ്രീ കാര്യങ്ങളൊന്നുമില്ല, കൃത്യമായി ടാക്സ് അടയ്ക്കണം എന്ന് നവാബ്സ് പറഞ്ഞു. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? യെസ്, ഇതിനൊരു ത്രെട്ടായിട്ട് കണ്ടു അല്ലേ. ദേ റെഫ്യൂസ് ടു ഗ്രാൻഡ് ദ കമ്പനി കൺസെഷൻ. എന്ത് ചെയ്യാൻ തുടങ്ങി? നവാബ്സ് പറഞ്ഞു അല്ലെ, കമ്പനിക്ക് കൊടുത്തിരുന്ന കൺസെഷൻ ഒക്കെ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. ദേ ഡിമാൻഡഡ് ലാർജ് ട്രിബ്യൂട്ട് ഫോർ ദ കമ്പനീസ് റൈറ്റ് ടു ട്രേഡ്. അതായത് ട്രേഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വലിയ അല്ലേ യെസ് ട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ടാക്സ് പോലെ തന്നെ എന്ത് ചെയ്യണം? പേ ചെയ്യണം. ഓക്കെ, ദേ ഡിനൈഡ് എനി റൈറ്റ് men coins അല്ലേ. then they stopped it from extending its fortification അല്ലെ. കമ്പനി തുടങ്ങിയില്ല, ബ്രിട്ടീഷേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ഫോർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, എൻഡ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, the company declared that the unfair demands of the local officials were ruining the company's trade and that സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ഇത്രയും നാളും എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന പ്രിവിലേജസ് എന്ന് പറയുന്നത് കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ തുടങ്ങി? കമ്പനിയെ സംബന്ധിച്ച് പ്രോഫിറ്റ് കുറയാൻ തുടങ്ങി, ലോസ് കൂടുതൽ ഉണ്ടാവാൻ തുടങ്ങി. സോ ഇത്തരത്തിലുള്ള ലോക്കൽ റൂളേഴ്സിന്റെ ഡിമാൻഡ്സ് അല്ലെങ്കിൽ പുതിയ റൂൾ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കമ്പനി പ്രൊട്ടസ്റ്റ് ചെയ്യല്ല, കമ്പനി ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് പണ്ട് തന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു തരണം എന്ന് കമ്പനി ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ തുടങ്ങി? വലിയ ചെറിയ കോൺഫ്ലിക്റ്റ് ആയിരുന്നു, അതൊരു വലിയ ബാറ്റിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? മാറാൻ തുടങ്ങി. ഓക്കെ, യെസ്, ദ കോൺഫ്ലിക്റ്റ് ലെഡ് ടു കോൺഫ്രണ്ടേഷൻ ആൻഡ് ഫൈനലി culminated in the famous Battle of Plassey. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ അല്ലേ ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാകുന്നത്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ബാറ്റിൽ ഓഫ് പ്ലാസി പഠിക്കാനുണ്ട്, ദെൻ ബാറ്റിൽ ഓഫ് ബൊക്സാർ പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്, ആദ്യം തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റിൽ ഓഫ് പ്ലാസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്, ഇതുവരെ ക്ലിയർ ആണോ മക്കളെ? ഇതുവരെ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടേ. ഇതുവരെ ക്ലിയർ ആണെങ്കിൽ യെസ്. ഓക്കെ, സോ ബാറ്റിൽ ഓഫ് പ്ലാസി എന്തായിരുന്നു? ബാറ്റിൽ ഓഫ് പ്ലാസി
നമുക്കറിയാം അല്ലെ എപ്പോഴായിരുന്നു 1757 ജൂൺ 23 ഓൺ ദ ബാക്സ് ഓഫ് ഭഗീരഥി റിവറിന്റെ ബാങ്ക്സിലായിരുന്നു അല്ലെ എവിടെയായിരുന്നു കൽക്കട്ടയിലായിരുന്നു വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടയിലാണ് നിങ്ങൾ ഓർത്ത് വെക്കുക ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുണ്ടായിരുന്നത് ആര് തമ്മിലായിരുന്നു ദ ബാറ്റിൽ വാസ് ബിറ്റ്വീൻ സിറാജുദ്ദൗള ഓക്കെ ദ ലാസ്റ്റ് ഇൻഡിപെൻഡന്റ് നവാബ് ഓഫ് ബംഗാൾ ആൻഡ് ദ ഫോഴ്സസ് ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിറാജുദ്ദൗളയും തമ്മിൽ അല്ലേ അദ്ദേഹത്തിന്റെ ആർമിയും തമ്മിലായിരുന്നു എന്തുണ്ടായിരുന്നത് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നല്ലേ ഒരു ബാറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആൻഡ് എന്തായിരുന്നു ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് യെസ് സിറാജുദ്ദൗള എന്ത് ചെയ്തു ഹി ക്യാപ്ചർഡ് ദ കമ്പനി ഒഫീഷ്യൽസ് ലോക്ക് ദ വെയർ ഹൗസ് അല്ലെ ഡിസാംഡ് ഓൾ ഇംഗ്ലീഷ്മെൻ ഓക്കെ ആൻഡ് ബ്ലോക്കേഡഡ് ഇംഗ്ലീഷ് ഷിപ്സ് അല്ലെ എന്ത് ചെയ്തു ഷിപ്സ് ഒക്കെ എന്ത് പിടിച്ചു കെട്ടി അല്ലെ ഇവരുടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു അല്ലേ യെസ് ആൻഡ് ഇവരുടെ വെപ്പൺസ് ഒക്കെ കയ്യിലാക്കി. Then he marched to Calcutta to establish control over the company's fort there. എന്നിട്ട് എന്ത് ചെയ്തു യെസ് കൽക്കട്ടയിലുള്ള കമ്പനീനെ ഫോർട്ടിലേക്ക് അവരുടെ കോട്ടയിലേക്ക് മാർച്ച് ചെയ്തു അവിടെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതറിഞ്ഞ കമ്പനി ഒഫീഷ്യൽസ് ഇൻ മദ്രാസ് സെൻഡ് ഫോഴ്സസ് under the command of Robert Olive reinforced by naval fleets. അതായത് മദ്രാസ് എന്ത് ചെയ്തു ഇതറിഞ്ഞ മദ്രാസിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ മദ്രാസിലെ ഒഫീഷ്യൽസ് എന്ത് ചെയ്തു മദ്രാസ് എന്ന കൽക്കട്ടയിലേക്ക് അവരുടെ ആർമീനെ നേവൽ ഫോഴ്സിനെ എന്ത് ചെയ്തു പറഞ്ഞയച്ചു ഓക്കെ അതിന്റെ ഭാഗമായിട്ട് എന്താ നടന്നെന്ന് നോക്കിയോ ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താ നടന്നെന്ന് നോക്കിയോ ഇൻ 1757 റോബർട്ട് ക്ലിവ് ലെഡ് ദ കമ്പനീസ് ആർമി അഗെയിൻസ്റ്റ് സിറാജുദ്ദൗള അറ്റ് പ്ലാസി ഓക്കെ റോബർട്ട് ക്ലീവ് എന്ത് ചെയ്തു ലെഡ് ദ കമ്പനീസ് ആർമി അഗെയിൻസ്റ്റ് സിറാജുദ്ദൗള അറ്റ് പ്ലാസി റോബർട്ട് ക്ലീവ് മദ്രാസിൽ നിന്ന് ആർമീനെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു ഇവരെ തോൽപ്പിച്ചു ലിറ്ററലി തോൽപ്പിച്ചു അല്ലേ റീസൺ ഫോർ ദ ഡിഫീറ്റ് ഓഫ് ദ നവാബ് ഓക്കെ അതായത് എന്ത് ചെയ്തു ഈ നവാബ് അല്ലെങ്കിൽ സിറാജുദ്ദൗള എന്ത് ചെയ്തു ഇതിൽ തോറ്റുപോയി ആൻഡ് ഒബിയസ്ലി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു വിൻ ചെയ്തു ഓക്കെ എന്തുകൊണ്ടായിരുന്നു നവാബ്സ് അവരുടെ പവർ പോവാൻ ഒരു റീസൺ ആയത് ഓക്കെ എന്തൊക്കെ റീസൺസ് ആണ് നവാബിന് അവരുടെ പവർ നഷ്ടമാവാൻ കാരണമായിട്ടുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്തൊക്കെയായിരുന്നു ദ ഫോഴ്സസ് ലെഡ് ബൈ മിർ ജാഫർ വൺ ഓഫ് സിറാജുദ്ദൗളാസ് കമാൻഡർ നെവർ ഫോർട്ട് ദ ബാറ്റിൽ എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ബാറ്റിൽ അതായത് ഈ മിർ ജാഫറിന്റെ അണ്ടറിലുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായില്ല അത് മാത്രമല്ല ക്ലിവ് had managed to secure his support by promising to make him Nawab after crushing സിറാജുദ്ദൗള അതായത് ഈ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായി അതായത് ആർക്ക് ക്ലിവിന് അല്ലേ അതായത് മിർ ജാഫറിന് ഒരു പ്രോമിസ് കൊടുത്തു അതായത് നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സിറാജുദ്ദൗളനെ നമ്മൾ തോൽപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു സിറാജുദ്ദൗളന്റെ പവർ നിങ്ങൾക്ക് തരുന്നു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായി പ്രോമിസ് കൊടുത്തിട്ടുണ്ടായി ഇതൊക്കെയായിരുന്നു എന്ത് ചെയ്യാൻ ഈ ഒരു നവാബ്സ് അല്ലെ അവർക്ക് അതിന്റെ ഒരു പൊസിഷൻ നഷ്ടമാവാൻ അല്ലെങ്കിൽ തോറ്റുപോകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഒരു പ്ലാസി അല്ലെ ബാറ്റിൽ ഓഫ് പ്ലാസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദ ബാറ്റിൽ ഓഫ് പ്ലാസി became famous because it was the first major victory the company won in India okay അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഏറ്റവും വലിയ വിക്ടറി എന്ന് പറയുന്ന ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി ആയിരുന്നു ഓക്കെ ദെൻ സിറാജുദ്ദൗളനെ എന്ത് ചെയ്തു അസാസിനേറ്റ് ചെയ്ത് കൊന്നു കളഞ്ഞു അല്ലേ ആൻഡ് മിർ ജാഫറിനെ എന്ത് ചെയ്തു നവാബാക്കി ഓക്കെ പക്ഷെ ആ ബാറ്റ് ഒന്നും അവിടെ കൊണ്ട് നിൽക്കുന്നില്ല പിന്നെയും എന്തുണ്ടായി 1764 ബാറ്റിൽ ഓഫ് ബൊക്സാർ ഉണ്ടായി എന്തായിരുന്നു ബാറ്റിൽ ഓഫ് ബൊക്സാർ എന്ന് പറയുന്നത് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ക്ലിഫ് പ്രൊക്ലെയിം മിർ ജാഫർ ആസ് എ നവാബ് ഓഫ് ബംഗാൾ അല്ലെ സിറാജുദ്ദൗള പോയി ആര് വന്നു മിർ ജാഫർ വന്നു ഓക്കെ മിർ ജാഫറും എന്ത് ചെയ്തിട്ടുണ്ടായില്ല മിർ ജാഫർ ബ്രിട്ടീഷേഴ്സ് പറയുന്നത് പോലെ തന്നെ ആക്ട് ചെയ്തില്ല ഒരു പുപ്പറ്റിനെ പോലെ നിന്നിട്ടൊന്നും ഉണ്ടായില്ല മിർ ജാഫറിനും അദ്ദേഹത്തിന് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഓക്കെ മിർ ജാഫർ എന്ത് ചെയ്തിട്ടുണ്ടായി അയാൾക്ക് പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷേഴ്സിന്റെ റൂൾ എഗെയിൻസ്റ്റ് ആയി പോളിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഓക്കെ സോ കമ്പനിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി കല്ല് കടിക്കാൻ തുടങ്ങി സോ മിർ ഖാസിം റിഗാർഡഡ് ഹിംസെൽഫ് ആസ് എൻ ഇൻഡിപെൻഡന്റ് റൂളർ വിച്ച് വാസ് എ പ്രോബ്ലം ഫോർ ദ ബ്രിട്ടീഷ് ആസ് ദേ വാണ്ടഡ് ഹിം ടു ബി എ puppet in their hands ഓക്കെ മിർ ജാഫറിനെ മാറ്റിയിട്ട് പിന്നെ ആരെ കൊണ്ടുവന്നു മിർ ഖാസിമിനെ കൊണ്ടുവന്നു മിർ ഖാസിമിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല ഇവരുടെ ഒരു പാവയായിട്ട് നിർത്താൻ പറ്റിയില്ല മിർ ഖാസിമും അതേപോലെ തന്നെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അല്ലെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായില്ലേ ബ്രിട്ടീഷേഴ്സിന്റെ എല്ലാം പറയുന്നൊന്നും കേട്ടിട്ടുണ്ടായില്ല ഇതും ബ്രിട്ടീഷേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല സോ എന്ത് ചെയ്തു ഇവർ തമ്മിലൊരു ഒരു വാർ ഉണ്ടായി ഓക്കെ ഒരു ബാറ്റിൽ ഉണ്ടായി ആര് തമ്മിലാണ് മിർ ജാഫറും അല്ലെ മിർ ജാഫർ അല്ല നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ മിർ ഖാസിം വേഴ്സസ് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സോ മിർ ജാഫറിന് എന്ത് ചെയ്തു റീഇൻസ്റ്റാൾ ചെയ്ത് പിന്നെയും ഭരണത്തിലേക്ക് കൊണ്ടുവന്നു ഓക്കെ ദ നവാബ് ഹാഡ് ടു പേ അല്ലെ എത്രയാണ് ഒരുപാട് മണി അറൌണ്ട്
5 lakh എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായി, യെസ് പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായി, ഒരു ഫൈൻ പോലെ അല്ലേ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടായി. ഓക്കെ, എവറി മന്ത്. ഓക്കെ, ബട്ട് ദ കമ്പനി വാണ്ടഡ് മോർ മണി ടു ഫൈനാൻസ് ഇറ്റ്സ് വാസ് ആൻഡ് മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് അതർ എക്സ്പെൻസസ്. അതായത് കമ്പനിയുടെ ബാക്കി ചിലവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ ഇതിൻ്റെ ഈ ഒരു വാറിൻ്റെ റിസൾട്ടായിട്ട് ഇത്രയും മണി ആര് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായി, ഈ ഒരു നവാബ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായി. ഓക്കെ, ആൻഡ് എന്ത് ചെയ്തു, യെസ് ഹി ഡിമാൻഡഡ് ഫോർ നവാബ് പൊസിഷൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായി, നവാബ് പൊസിഷന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്തു. ദേ ഡിമാൻഡഡ്. ഓക്കെ, ഫൈനലി ദ മുഗൾ എംപറർ അപ്പോയിന്റഡ് ദ കമ്പനി ആസ് ദ ദിവാൻ ഓഫ് ദ പ്രൊവിൻസസ് ഓഫ് ബംഗാൾ ഇൻ ഇന്ത്യ. അവസാനം എന്ത് ചെയ്തു, ഈ ഒരു വാറിന് ശേഷം അല്ലേ, യെസ് അതായത് ബംഗാൾ പ്രൊവിൻസിലെ ദിവാനായിട്ട്. ഓക്കെ, ദിവാൻ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ആർക്ക് കൊടുത്തു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. അപ്പോൾ എന്താണ് ദിവാൻ? ഓക്കെ, ദിവാൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇതുകൊണ്ട് കിട്ടുന്ന പ്രിവിലേജസ് എന്തൊക്കെയാണ്? ദിവാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷണൽ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഓക്കെ, സോ ദിവാൻ എന്ന് പറയുന്നത് പവർഫുൾ ഗവൺമെന്റ് ഒഫീഷ്യലാണ്, അല്ലെ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഒരു ദിവാനിയായി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വാസ്റ്റ് റവന്യൂ റിസോഴ്സ് എന്ന് പറയുന്നത് അബൻഡന്റ് ആയിരിക്കും. ഓക്കെ, നല്ല കയ്യിൽ പൈസ ഉണ്ടാവും. ഓക്കെ, ദെൻ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്, അല്ലെ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടാവും. പർച്ചേസ് കോട്ടൺ ആൻഡ് സിൽക്ക്, ദെൻ കമ്പനി എക്സ്പെൻസസ്, ഓക്കെ മെയിൻറ്റെയിനിങ് കമ്പനി ട്രൂപ്സ്, അല്ലെ ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ദിവാനി റൈറ്റിൽ, ഓക്കെ ദിവാനി പൊസിഷനിലുള്ള ഒരാൾക്ക് കിട്ടുന്ന പ്രിവിലേജസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഒബിയസ്ലി ഇതാർക്ക് കിട്ടാൻ തുടങ്ങി, ബ്രിട്ടീഷേഴ്സിന് കിട്ടാൻ തുടങ്ങി. ഓക്കെ, സോ ആൻഡ് കമ്പനി എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടേതായിട്ടുള്ള പുതിയൊരു റൂൾ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാൻ തുടങ്ങി. എന്തൊക്കെയായിരുന്നു അവർ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒന്നാമത് യെസ് അപ്പോയിൻറ്റ്മെന്റ്സ് ഓഫ് റെസിഡൻസ്, അല്ലേ ഒന്നാമത്. ആൻഡ് രണ്ടാമതെന്ന് പറയുന്നത് സബ്സിഡറി അലയൻസ് ആണ്. ദെൻ മൂന്നാമത് ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്രണ്ടേഷൻ ആണ്. നാലാമത് പാരാമോൺസി ആണ്. ദെൻ അഞ്ചാമത്തത് ഡോക്ട്രീൻ ഓഫ് ലാപ്സ് ആണ്. ഈ ഒരു 5 പോളിസീസിലൂടെയാണ് ബ്രിട്ടീഷേഴ്സ് മെയിൻ ആയിട്ട് അവരുടേതായിട്ടുള്ള ഒരു ന്യൂ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തായിരുന്നു സബ്സിഡറി അലയൻസ്. ഓക്കെ, according to the terms of this alliance, Indian rulers were not allowed to have their own independent armed force. അതായത് ഈ ഒരു അലയൻസ് പ്രകാരം, ഇത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന അലയൻസ് ആണ്. ഈ ഒരു അലയൻസ് പ്രകാരം നമ്മൾ ഇന്ത്യൻ റൂളേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോക്കൽ റൂളേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഒരു ആർമി കീപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആര് ആർമിനെ പ്രൊവൈഡ് ചെയ്യും, ബ്രിട്ടീഷേഴ്സ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഈ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം ഈ നവാബ്സ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ റൂളേഴ്സ് എന്ത് ചെയ്യണം, തിരിച്ചൊരു എമൗണ്ട് കൊടുക്കണം. ഈ ഒരു എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ ഇതിനെന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് പോലെ അല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വലിയൊരു എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇതൊരു ഡെപ്റ്റൊക്കെ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ തിരിച്ച് ഈ ഒരു പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഓക്കെ ഈ ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ റൂളേഴ്സിന്റെ കയ്യിലുള്ള ലാൻഡ് ആരുടെ കയ്യിലാവും, ഓക്കെ ഈ ഒരു എമൗണ്ട് പേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഓക്കെ ആർമീനെ കൊടുക്കുന്നുണ്ട്, ഓക്കെ ബ്രിട്ടീഷേഴ്സ് ആർമീനെ കൊടുക്കും, അതിന് നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, റൂളേഴ്സ് ഒരു എമൗണ്ട് കൊടുക്കണം. ഈ ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ അണ്ടറിലുള്ള ലാൻഡ് അല്ലെങ്കിൽ റീജിയൻ എന്ന് പറയുന്നത് നേരെ ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലേക്ക് പോകും. ഇതായിരുന്നു സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റൂളേഴ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ലാൻഡ് നഷ്ടമായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നവാബ് ഓഫ് അവാദിന് എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്, അയാളുടെ ലാൻഡ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായി. ഓക്കെ, മെയിൻ ആയിട്ടെന്ന് പറയുന്നത് ലൈക്ക് ഒബിയസ്ലി ആർമീനെ പ്രൊവൈഡ് ചെയ്യാൻ ലൈക്ക് സ്വന്തമായിട്ടൊരു ആർമി ഫോം ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ആൻഡ് എന്ത് ചെയ്യണം, ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, ആർമീനെ നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങിക്കുകയാണ്. ആൻഡ് അതിന് നിർബന്ധമായിട്ടും അല്ലെ കമ്പൽസറി ആയിട്ട് ഒരു എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യപ്പെടാണ്. അപ്പോൾ ഒബിയസ്ലി കുറേ റൂളേഴ്സിന് അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ലാൻഡ് ആര് പിടിച്ചെടുത്തിട്ടുണ്ട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് കമ്പനി റൂൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് അതായത് ടിപ്പു സുൽത്താൻ അല്ലേ, നമുക്കറിയാം ടിപ്പു സുൽത്താൻ ദ ടൈഗർ ഓഫ് മൈസൂർ. ഓക്കെ, ആൻഡ് വാർ വിത്ത് മറാത്താസ്. ഓക്കെ, ദെൻ പാരാമോൺസ്, ഇതിലൊക്കെ കൂടെ അല്ലേ എന്ത് ചെയ്തിട്ടുണ്ടായി, ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്രണ്ടേഷനിലൂടെ നേരിട്ട് പോയി യുദ്ധം ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ടായി, പിടിച്ചെടുത്തിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ ടിപ്പു സുൽത്താനുമായിട്ട് എന്താ പ്രശ്നം നമുക്ക് നോക്കാം. ഓക്കെ, ദ കമ്പനി റിസോർട്ടഡ് ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്രണ്ടേഷൻ വെൻ ഇറ്റ് സോ എ ത്രെറ്റ് ടു ഇറ്റ്സ് പൊളിറ്റിക്കൽ ഓർ എക്കണോമിക് ഇൻട്രസ്റ്റ്. അതായത് നേരിട്ടല്ലേ, അതായത് ട്രേഡിൻ ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേഷന്റെ കാര്യമായിക്കോട്ടെ, ട്രേഡ് സംബന്ധമായിട്ടുള്ള കാര്യമായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ത്രെട്ട് ഫേസ് ചെയ്ത സമയത്ത് നേരിട്ട് പോയി യുദ്ധം ചെയ്ത ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ട്. അങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ടായി, പുതിയ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കമ്പനി റൂൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം മൈസൂർ കിങ്ഡം അല്ലേ,
അവിടെയായിരുന്നു യെസ് നമ്മുടെ ടിപ്പു സുൽത്താൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ് ടിപ്പു സുൽത്താൻ ഇസ് ഓൾസോ നോൺ ആസ് ദ ടൈഗർ ഓഫ് മൈസൂർ അല്ലേ. എന്ന് നമുക്കറിയാം യെസ് ഈ ഒരു മൈസൂർ പിടിച്ചടക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സിന് എന്ത് ചെയ്യാൻ സമ്മതിച്ചില്ല, അവിടുന്ന് സ്പൈസസ് യെസ് എക്സ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഓക്കെ, ടിപ്പു സുൽത്താൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യണ്ട, ബ്രിട്ടീഷേഴ്സ് വന്ന് ഇവിടുന്ന് ട്രേഡ് നടത്തണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ബ്രിട്ടീഷേഴ്സിന് ഇഷ്ടമായില്ല. ഒബ്വിയസ്ലി അവർ തമ്മിലൊരു എന്തുണ്ടായി, യുദ്ധം ഉണ്ടായി അല്ലേ. എന്തായിരുന്നു ഇതൊരു യുദ്ധത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഈ ഒരു ബാറ്റിലിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ് ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു? യെസ് ടിപ്പു സുൽത്താൻ വാസ് കിൽഡ് ഡിഫെൻഡിങ് ഹിസ് ക്യാപിറ്റൽ സെരിംഗപട്ടണം. ഓക്കെ, അതായത് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. ഓക്കെ, ആൻഡ് മൈസൂർ എന്ന് പറയുന്നത് ഒബിയസ്ലി ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടറിലായി. ആൻഡ് മറാത്ത വാർ എന്തായിരുന്നു? മറാത്ത വാറിന്റെ പ്രത്യേകത, മറാത്താസ് നമുക്കറിയാമല്ലേ, മറാത്തി സ്പീക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അല്ലേ. യെസ് ഡെക്കൻ പ്ലാറ്റോ റീജിയൻ അല്ലെ, ഏകദേശം മഹാരാഷ്ട്രയും ആ ഒരു ഡെക്കൻ പ്ലാറ്റോ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രൽ ഇന്ത്യ മൊത്തം കവർ ചെയ്യുന്ന ഒരു റീജിയൻ ആയിരുന്നു മറാത്താസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മറാത്ത വാർ എന്ന് പറയുന്നത് 3 എണ്ണമാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ ഉണ്ട്, സെക്കൻഡ് ഉണ്ട് ആൻഡ് തേർഡ് ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സീരീസ് ഓഫ് വാർ ആയിരുന്നു. അതിൽ ഒന്നാമത്തെ ആംഗ്ലോ മറാത്ത വാറിന്റെ റീസൺ എന്ന് പറയുന്നത് യെസ് എന്തായിരുന്നു? ഫസ്റ്റ് മറാത്ത വാർ ആയിരുന്നു നമുക്കറിയാം. ഇൻക്രീസ്ഡ് ഇന്റർഫിയറൻസ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ദ അഫയേഴ്സ്. ഓക്കെ, അതായത് മറാത്താസിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ എന്ത് ചെയ്യാണ്, ആവശ്യമില്ലാതെ ബ്രിട്ടീഷേഴ്സ് കയറി ഇന്റർഫിയർ ചെയ്യുന്നതായിരുന്നു ഒന്നാമത്തെ വാറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാറിന്റെ റിസൾട്ട് എന്താണ്? ദ ബ്രിട്ടീഷ് ഗെയിൻഡ് ഒറീസ ആൻഡ് ടെറിട്ടറീസ് നോർത്ത് ഓഫ് ദ യമുന റിവർ ഇൻക്ലൂഡിംഗ് ആഗ്ര ആൻഡ് ഡൽഹി. ഓക്കെ, രണ്ടാമത്തെ മറാത്ത വാറിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? യെസ് ഈ മറാത്ത റീജിയനിൽ കുറേ പ്രോവിൻസസ് ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലാവാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ മറാത്ത വാറോട് കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? യെസ് മൊത്തത്തിൽ മറാത്ത ആ ഒരു റീജിയൻ മറാത്ത മൊത്തത്തിൽ ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടറിലായി. ഓക്കെ, യെസ് സോ അപ്പം മറാത്താസ് എന്ത് ചെയ്യാൻ തുടങ്ങി? മറാത്താസ് കയ്യിലായി. ഓക്കെ, മറാത്താസ് കയ്യിലായി. ദെൻ ടിപ്പു സുൽത്താന്റെ മൈസൂരും കയ്യിലായി. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു പോളിസി ആയിരുന്നു അല്ലേ, ന്യൂ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവരുടെ റൂൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന അടുത്തൊരു പോളിസി ആയിരുന്നു പോളിസി ഓഫ് പാരാമോൺസി. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് ഹാസ്റ്റിങ്സ് ആണ്. ഓക്കെ, എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? ആസ് പെർ ദിസ് പോളിസി ഓഫ് പാരാമോൺസി ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ലെയിം ദാറ്റ് ഇറ്റ്സ് പവർ വർ ഗ്രേറ്റർ ദാൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് പവർ വർ സുപ്രീം ഓർ പാരാമൗണ്ട്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവർ എന്ന് പറയുന്നത് പാരാമൗണ്ട് ആണ്. അതായത് ഇന്ത്യൻസിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ആണോ ഇതിന്റെ ഒറിജിനൽ അല്ലേ, അവരുടെ കയ്യിലാണ് അവരാണ് സുപ്രീം പവർ എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ട് ഇതിന്റെ ഐഡിയ. ഓക്കെ, ലോർഡ് ഹാസ്റ്റിങ്സ് വാസ് ഗവർണർ ജനറൽ ഫ്രം 1813 to 1823. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് its interest, it was justified in annexing or threatening to annex any Indian kingdom. അതായത് ബ്രിട്ടീഷേഴ്സ് ആണ് അല്ലേ, ബ്രിട്ടീഷ് പവർ ആണ് സുപ്രീം എന്ന് പറയുന്നത്. അപ്പോൾ ആ പവർ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആ പവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് റീജിയനും എന്ത് ചെയ്യുക, അനക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് കിങ്ഡം അനക്സ് ചെയ്യുക, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായി? ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടായി. ഏത് ബാറ്റിൽ ആയിക്കോട്ടെ, എന്ത് വയലൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടായി. ഓക്കെ, ദിസ് വ്യൂ കണ്ടിന്യൂ ടു ഗൈഡ് ലേറ്റർ ബ്രിട്ടീഷ് പോളിസീസ് ആസ് വെൽ. ഓക്കെ, ഇതെന്ന് പറയുന്നത് അവിടെ നിന്നിട്ടുണ്ടായില്ല, ബാക്കിയുള്ള എല്ലാ ബ്രിട്ടീഷ് പോളിസീസിലും എന്ത് ചെയ്തിട്ടുണ്ടായി? റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, പക്ഷെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടായി. ഫോർ എക്സാമ്പിൾ അല്ലേ, കിറ്റൂരിൽ നമുക്കറിയാം ആൻഡ് റാണി അല്ലമ്മ പോലെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായി? യെസ് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായി അല്ലേ. ആൻഡ് റായണ്ണനെ പോലെയുള്ള ഒരുപാട് റിഫോമേഴ്സ് അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായി? ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, യെസ് ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ആൻഡ് അനദർ എക്സാമ്പിൾ ഫോർ എക്സ്പാൻഡിങ് കമ്പനി റൂൾ എന്ന് പറയുന്നത് സിന്ധ്. ഓക്കെ, സിന്ധ് റീജിയൻ എന്ത് ചെയ്തിട്ടുണ്ടായി? 1843 ആയപ്പോഴത്തേക്ക് ബ്രിട്ടീഷേഴ്സ് കയ്യിലാക്കിയിട്ടുണ്ടായി. ഓക്കെ, യെസ് ആൻഡ് പഞ്ചാബ് ആ ഒരു ഏരിയയും എന്ത് ചെയ്തിട്ടുണ്ടായി? ബ്രിട്ടീഷേഴ്സ് കയ്യിലാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇത്രയായിരുന്നു 5 പോളിസീസ് എന്ന് പറയുന്നത്. ഒന്നാമത് സബ്സിഡറി അലയൻസ് ആണ്, രണ്ടാമത് മിലിറ്ററി കോൺഫ്രണ്ടേഷൻ ആണ്, മൂന്നാമത് പാരാമോൺസി ആണ്, ഓക്കെ, നാലാമത് ഡോക്ട്രിൻ ഓഫ് ലാപ്സൈൻ ആണ്. ഓക്കെ, യെസ് ഓക്കെ, ആൻഡ് എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സൈൻ എന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ലോർഡ് ഡെൽഹൌസി ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദ ഡോക്ട്രിൻ ഡിക്ലെയിൻ ദാറ്റ് ഇഫ് an Indian ruler died without a made heir, okay, his kingdom would lapse. അതായത് ഒരു റൂളർ മരിക്കുകയാണ്, ഇന്ത്യൻ റൂളർ മരിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആൺകുട്ടി ഇല്ലെങ്കിൽ ഓക്കെ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അതായത് അദ്ദേഹത്തിന് കണ്ടിന്യൂഷൻ പവർ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്ത റൂളറായിട്ട് പെൺകുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല. നിർബന്ധമായിട്ടും എന്തുണ്ടാവണം? ആൺകുട്ടികൾ ഉണ്ടാവണം. ആൺകുട്ടികൾ ഇല്ലെങ്കിൽ എന്താണ്? ആ പവർ എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ ഝാൻസി റാണിയൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഝാൻസി റാണീൻ്റെ ഒക്കെ പ്രൊട്ടസ്റ്റ് ഒക്കെ വരുന്നത് ഇതിൻ്റെ ഒരു റീസൺ ആയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം ഝാൻസി റാണീൻ്റെ അച്ഛന് ആൺകുട്ടികളിലായിരുന്നു. അപ്പോൾ ഝാൻസി റാണിക്ക് പവർ കിട്ടാത്തതും ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലേക്ക് എങ്ങനെയാ പോയെന്നൊക്കെ നമുക്കറിയാമല്ലേ. സോ ഇങ്ങനെയായിരുന്നു ബ്രിട്ടീഷേഴ്സ് അവരുടെ കമ്പനി റൂൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞു. ഞാൻ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം. ഈ ഒരു പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തത് നമുക്ക് നോക്കാം. യെസ് ആദ്യമായിട്ട് എന്താണ് ഒരു ഗവർണർ ജനറലിനെ കൊണ്ടുവന്നു. ഞാൻ ഓരോ ഡിസ്ട്രിക്റ്റിലും എന്താണ്, ഓരോ പ്രോവിൻസസിലും എന്ത് ചെയ്യാൻ തുടങ്ങി. British territories were broadly divided into administrative units called presidencies. അല്ലെ ഈ ഒരു presidencies അല്ലെങ്കിൽ provinces എന്ന് ചെയ്യാൻ തുടങ്ങി. ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. 3 എണ്ണമായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ബംഗാൾ ഉണ്ടായിരുന്നു, മദ്രാസ് ഉണ്ടായിരുന്നു, ദെൻ ബോംബെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രോവിൻസസ് എന്ന് പറയുന്നത്? ബംഗാൾ പ്രോവിൻസ്, മദ്രാസ് ഉണ്ടായിരുന്നു, ദെൻ ബോംബെ ഉണ്ടായിരുന്നു. ആൻഡ് ഈച്ച് വാസ് റൂൾഡ് ബൈ എ ഗവർണർ. ഓരോന്നും ഓരോ ഗവർണറിന് അണ്ടറിലായിരിക്കും. ഓരോന്നിന്റെ കാര്യമല്ലേ, ഓരോന്നും റൂൾ ചെയ്യുന്നത് ഓരോ ഗവർണർ ആയിരിക്കും. ഓക്കെ, ദ സുപ്രീം ഹെഡ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ വാസ് എ ഗവർണർ ജനറൽ. ഓക്കെ, എല്ലാത്തിന്റെയും എല്ലാ കാര്യങ്ങളും ഓരോ പ്രൊവിൻസിലെയും കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അവിടുത്തെ ഗവർണർ ജനറൽ ആയിരിക്കും. ഓക്കെ, അതിനത് മാത്രമല്ല ഒരു ന്യൂ ജുഡീഷ്യൽ സിസ്റ്റവും കൊണ്ടുവന്നിട്ടുണ്ടായി. ഒന്നാമത്തത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഖാസി ആയിരുന്നു. ഖാസി എന്ന് പറയുന്നത് ജഡ്ജാണ്. മുഫ്തി എന്ന് പറയുന്നത് ഖാസി പറയുന്ന ഈ ഒരു ജഡ്ജ് പറയുന്ന കാര്യങ്ങൾ അവിടുത്തെ ലോക്കൽ റൂളേഴ്സിനല്ലേ അവിടുത്തെ ആളുകളെ പറഞ്ഞ് ട്രാൻസ്ലേറ്റർ ആണ് ലിറ്ററലി. ഓക്കെ, ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലോസും കാര്യങ്ങളും പോളിസീസും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളായിരുന്നു മുഫ്തി എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത ഒരാൾ. ഓക്കെ, അത് മാത്രമല്ല ഒരു സുപ്രീം കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടായി, കൽക്കട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, ദെൻ അത് മാത്രമല്ല ഒരു പുതിയൊരു ആർമി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് കാവൽറി എന്താണ്, ഇൻഫാൻട്രി എന്താണെന്ന് പഠിക്കണം. കാവൽറി എന്ന് പറയുന്നത് അതായത് കുതിരപ്പുറത്ത് ഹോസിനൊക്കെ യൂസ് ചെയ്ത് ഹോസിന്റെ പുറത്ത് കയറി ഫൈറ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കാവൽറി എന്ന് പറയുന്നത്. ഇൻഫാൻട്രി എന്ന് പറയുന്നത് എന്താണ്, പടയാളികളാണ് പീഡൽ ഫുഡ് അല്ലെങ്കിൽ പീഡൽ സോൾജിയേഴ്സ് ആണ്, ഫുഡ് സോൾജിയേഴ്സ് ആണ്. ഓക്കെ, the soldiers were trained in archery and sword fighting. അതായത് വാള് കൊണ്ട് ഫൈറ്റ് ചെയ്യുക, സോഡ് കൊണ്ട് ഫൈറ്റ് ചെയ്യല്ലേ, അമ്പ് ബില്ലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ടായി, ഇവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായി ഇൻഫാൻട്രീൻ്റെ. ഓക്കെ, സോ അത് മാത്രമല്ല ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് എന്താണ് ഒരു ആർമി എന്ത് ചെയ്തിട്ടുണ്ടായി, ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് ആർമി ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവരാൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, ആൻഡ് ഇൻഫാൻട്രിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായി. അത് മാത്രമല്ല പുതിയ വെപ്പൺസ് എക്യുപ്മെന്റ്സ് ഈ ഒരു തോക്കൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, മസ്കറ്റ്, ദെൻ മാച്ച് ലോഗ് പോലെയുള്ള പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് എന്താണ് തോക്കുകൾ ഗണ്ണ് ഇത്തരത്തിലുള്ള ടൂൾസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പുതുതായിട്ട് കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേഷൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഗവർണർ ജനറൽ. ഓക്കെ, ദെൻ ഓരോ പ്രൊവിൻസും ഗവേൺ ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഗവർണർ, സെപ്പറേറ്റ് ഗവർണർ ഉണ്ടാവും. 3 പ്രൊവിൻസ് ആണല്ലേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ദെൻ അതിൽ തന്നെ ഒരു ന്യൂ ജുഡീഷ്യൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായി. ആൻഡ് നല്ലൊരു ആർമി ഒരു പുതിയൊരു ആർമിയും എന്ത് ചെയ്തിട്ടുണ്ടായി, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, ഇൻഫാൻട്രിക്കായിരുന്നു ഈ ആർമി തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മക്കളെ ഇത്രയാണ് മക്കൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ എന്താണ് ബാറ്റിൽ ഓഫ് ബൊക്സാർന്ന് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ബാറ്റിൽ ഓഫ് പ്ലാസി ഒബിയസ്ലി ഭയങ്കര നിർബന്ധമാണ്. ദെൻ സബ്സിഡറി അലയൻസ് എന്താണെന്ന് എന്തായാലും പഠിച്ചിരിക്കണം. പോളിസി ഓഫ് പാരാമൗൺസി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഈ ഒരു മിലിറ്ററിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തായിരുന്നു പുതുതായിട്ട് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ഖാസിയൻ, മുഫ്തിയൻ, നമ്മൾ സുപ്രീം കോർട്ട് കൊണ്ടുവന്നു. ഓക്കെ, കൽക്കട്ടയിലാണ്. ഇതൊക്കെ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഓക്കെ ആണല്ലോ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചാപ്റ്റർ ആണ് ട്രൈബൽ ഡിക്കൂസ് ആൻഡ് വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ്. ഓക്കെ, റെഡി ആണല്ലോ. ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് ഇട്ടെ എല്ലാവരും. ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് ഇട്ടെ. ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് ഇട്ടെ. ഓക്കെ മക്കളെ, ട്രൈബൽ ഡിക്കൂസ് ആൻഡ് വിഷൻ ഓഫ് എ ഗോൾഡൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ പവറിൽ വന്നു, അല്ലെ ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലുള്ള പവർ കൂടി. അതിനുശേഷം ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു കൺട്രി സൈഡിലേക്ക് വന്നു.
കൺട്രി സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ അല്ലേ ഫോറസ്റ്റ് ഏരിയസ്, തിക്ലി ഫോറസ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ആദിവാസി ട്രൈബൽ ഗ്രൂപ്പ്സ് ഒക്കെ ഉള്ള ഏരിയാസിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി. ഇവരെ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു ലാൻഡ് ഒക്കെ കയ്യിലാകാൻ ബ്രിട്ടീഷേഴ്സ് എന്തൊക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ് പ്രൊട്ടസ്റ്റ് ചെയ്തത്, ഈ കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ആരായിരുന്നു ബിർസാ മുണ്ട. ബിർസാ മുണ്ട നമുക്കറിയാം, ഹി വാസ് എ ട്രൈബൽ ഫ്രീഡം ഫൈറ്റർ ആൻഡ് എ ഫോക്ക് ഹീറോ അല്ലെ. ആ ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ മുണ്ട കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഫോക്ക് ഹീറോ ആയിരുന്നു, അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ബിർസാ മുണ്ട എന്ന് പറയുന്നത്. മുണ്ട ട്രൈബ് എന്നായിരുന്നു അല്ലേ. ആൻഡ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് 1870s കറക്റ്റ് ഇയർ നമുക്കറിയില്ല, 1870s ആണ് നമ്മൾ ഓർത്ത് വെക്കുക. ആൻഡ് മുണ്ടാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു അല്ലെ. ചോട്ടാ നാഗ്പൂരിൽ നമ്മൾ കണ്ടുവന്നല്ലേ, ചോട്ടാ നാഗ്പൂർ റീജിയനിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു മുണ്ട കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇന്ത്യയിൽ ത്രൂ ഔട്ട് കാണാം. ആസാമിൽ സാന്താൾസ് കമ്മ്യൂണിറ്റി ഉണ്ട്, ജാർഖണ്ഡിൽ ഒറാവോൺസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, മുണ്ട കമ്മ്യൂണിറ്റീസ്, സാന്താൾസ്, ദെൻ ഒറാവോൺസ്. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മേജർ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെന്ന് പറയുന്നത് എല്ലാ ട്രൈബൽ കമ്മ്യൂണിറ്റീസും ബ്രിട്ടീഷേഴ്സിന്റെ വരവോടുകൂടെ അൺഹാപ്പി ആയിരുന്നു. ദേ വർ നോട്ട് സാറ്റിസ്ഫൈഡ്. എന്തുകൊണ്ടായിരിക്കാം? ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം? യെസ്, why were the tribal groups unhappy? എന്ത് റീസൺസ് ആണ് അവർ അൺഹാപ്പി ആവാൻ കാരണം? their familiar ways of life seem to be disappearing. അതായത് അവർ മുന്നേ ഫോളോ ചെയ്ത് വന്നിരുന്ന ലൈഫ് എന്ന് പറയുന്നത് ചേഞ്ച് ആവാൻ തുടങ്ങി, ഒന്നാമത്തെ റീസൺ. ആൻഡ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് their livelihood were under threat. അതായത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫ് എന്തിലായിരുന്നു? അണ്ടർ ത്രെട്ട് ആയിരുന്നു. ആൻഡ് മൂന്നാമത്തെന്ന് പറയുന്നത് the religion appeared to be in danger. അതായത് അവർ പ്രാക്ടീസ് ചെയ്യുന്ന, വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വേയും കാര്യങ്ങളും അല്ലേ, മൊത്തത്തിൽ അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ റിലീജിയൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അണ്ടർ ത്രെട്ട് ആയിരുന്നു, അണ്ടർ ഡേഞ്ചർ ആയിരുന്നു. അതായത് ഇത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുള്ളി എന്താണ് ഈ ഒരു ഗവൺമെന്റിൽ, ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിങ്ങിൽ എന്തല്ലായിരുന്നു? സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഓക്കെ, ആൻഡ് എങ്ങനെയായിരുന്നു ട്രൈബൽ ഗ്രൂപ്പ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്ക് ആദ്യം അവരെ പറ്റി മനസ്സിലാക്കണം. ഓക്കെ, ബൈ ദ 19th century ട്രൈബൽ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ, ഓക്കെ, വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഒരുപാട് വർഷം മുന്നെയാണ് അവർ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജും കൾട്ടിവേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഹണ്ടിങ്, ഗ്യാതറിങ്, ഇതിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ദെൻ ഹേർഡ് ആനിമൽസ് അല്ലേ, ആനിമൽസിന് എന്ത് ചെയ്തിട്ടുണ്ടായി? ഹേർഡ് ചെയ്തിട്ടുണ്ടായി. ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ട്രൈബൽ ഗ്രൂപ്പ്സ് എൻഗേജ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ജും കൾട്ടിവേഷനെ പറ്റിയാണ്. ജും കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്. മെയിനായിട്ട് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ലേ, ഒരു ലാൻഡ് സെലക്ട് ചെയ്യും, എൻ്റെ അവിടുത്തെ ട്രീസിൻ്റെ അല്ലെ ഹെഡൊക്കെ കട്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? തീയിട്ട് കത്തിക്കും, അതിൻ്റെ ആഷസ് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യും? കൃഷി ചെയ്യും. എന്നിട്ട് ആ ലാൻഡ് അല്ലെങ്കിൽ കുറച്ച് നാൾ കൃഷി ചെയ്ത് ആ ലാൻഡ് അബാൻഡൻ ചെയ്ത് പുതിയ ലാൻഡിലേക്ക് പോകും. ഇതായിരുന്നു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ഓക്കെ, അതായത് മോസ്റ്റ്ലി ഇത് ഫോറസ്റ്റിലായിരുന്നു ഇത് കണ്ടുവരുന്നത്. ഓക്കെ, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആക്സ്, ഹോ, ഇതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു അവർ കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ സെറ്റിൽമെന്റ്. ഓക്കെ, ദ ഹില്ലി ആൻഡ് ഫോറസ്റ്റഡ് ട്രാക്ട്സ് ഓഫ് നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യ. ഓക്കെ, ഇവിടെയായിരുന്നു മെയിൻ ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യും? ലാൻഡ് അല്ലേ, ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് കുറച്ച് നാൾ കൃഷി ചെയ്തിട്ട് പിന്നെ ഫാലോ ആക്കിയിടും, പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ഓക്കെ, ബൈ ദ 19th century ട്രൈബൽ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം ജും കൾട്ടിവേറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. അടുത്തത് ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്. ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് എന്ന് പറയുന്നത് കാട്ടിൽ പോവുക അല്ലേ, അവിടെ നിന്ന് എന്ത് ചെയ്യുക? ആനിമൽസിനെ എന്ത് ചെയ്യുക? ഹണ്ട് ചെയ്തതായിരിക്കാം. ആൻഡ് അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കാട്ടിൽ മാത്രം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഹണി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഇതൊക്കെ എന്ത് ചെയ്യുക? ഗ്യാദർ ചെയ്യുക. ഇതായിരുന്നു മെയിനായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് അവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഓയിൽ വെച്ചായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആനിമൽസിൻ്റെ തോൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊമ്പ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, ക്ലോത്ത്സിനാണെങ്കിലും അല്ലെ വേറെ തിന്നാനാണെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടായി? ഈ കാര്യങ്ങൾ കാട്ടിലല്ലേ മെയിനായിട്ട് ഫോറസ്റ്റിനെയായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായി? ഈ ആനിമൽസിനെയും കൊണ്ട് നടന്നിട്ടുണ്ടായി. ഫോർ എക്സാമ്പിൾ ഷീപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗോട്ട് ആയിരിക്കാം അല്ലെ. ഈ കാറ്റിൽ റിയറിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സം ഹേർഡഡ് ആനിമൽസ്, അതായത് ലിവ് ബൈ ഹേർഡിങ് ആൻഡ് റിയറിങ് ആനിമൽസ്, ദേ വർ പാസ്റ്ററലിസ്റ്റ്. അതായത് കുറേ നാൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാശ്മീർ റീജിയനിൽ, മൗണ്ടനീസ് റീജിയനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ കന്നുകാലികളെ കൊണ്ട് എന്ത് ചെയ്യും? ഒരു മേച്ചിൽപ്പുറത്ത് ഒരു ഗ്രാസ് ലാൻഡിൽ എന്ത് ചെയ്യും? ഒരാളിങ്ങനെ ഹേർഡ്സ്മാൻ ഉണ്ടാവും, അവരിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇവർ അഗ്രികൾച്ചർ അല്ല ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സാധനം പ്ലാന്റ് ചെയ്തത് ഗ്രോ ചെയ്യല്ല ഉണ്ടാവുന്നത്, അങ്ങനെയല്ല പ്രൊഡക്ഷൻ നടത്തുന്നത്, ആനിമൽസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ,
they moved with their herds of cattle or sheep according to the seasons. അല്ലെ സീസൺസിനെ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? യെസ്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായി. ഓക്കെ, ഇതാണ് യെസ് ഹേർഡ്സ്മാൻ എന്ത് ചെയ്യാണ്? അവരുടെ ഷീപ്പിനെയും കൊണ്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് കാണാം, ഈ പിക്ചറിൽ കാണാമല്ലോ അല്ലേ? യെസ്, അതായത് ഒരു സ്ഥലത്തെ പുല്ല് തീരുമ്പോൾ ഇനി അടുത്തൊരു പുല്ലുള്ള ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ട് എന്ത് ചെയ്യും? പോവും അല്ലേ? പുതിയ ഗ്രാസ് ലാൻഡ്സ് തേടിയിട്ട് എന്ത് ചെയ്യും? പോവും. ഓക്കെ, ആൻഡ് ഇതിന് എക്സാമ്പിൾ ആണ് വാൻ ഗുജാവ്സ് ഓഫ് പഞ്ചാബ് ഹിൽസ്. പഞ്ചാബ് ഹിൽസിലെ വാൻ ഗുജാസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയും ദെൻ ആന്ധ്രാപ്രദേശിലെ ലബാഡീസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയും. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ ലബാഡീസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആൻഡ് പഞ്ചാബ് ഹിൽസിലെ വാൻ ഗുജാസ്. ഓക്കെ, ഈ രണ്ട് കമ്മ്യൂണിറ്റീസ്. ആൻഡ് ഇത് മാത്രമല്ല, യെസ്, കുളു റീജിയനിൽ, ഓക്കെ, നോർത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുളു റീജിയൻസിലെ ഗഡ്ഡീസ്. ഓക്കെ, ദെൻ കാശ്മീരിലെ ബക്കർവൽസ്. ഓക്കെ, ബക്കർവൽസ് അതായത് ഗോട്ടിനെ യെസ് ഹേർഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ബക്കർവൽസ് എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ യെസ് ഹേർഡേഴ്സ് ഓഫ് ആനിമൽസ്. ഓക്കെ, ആനിമൽസിനെ ഹേർഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെ ആയിരുന്നു. റെഡി? അത് മാത്രമല്ല, ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായി? സം ടുക്ക് സെറ്റിൽഡ് കൾട്ടിവേഷൻ. ചില ആൾക്കാർ പ്രിഫർ ചെയ്തത് സെറ്റിൽഡ് കൾട്ടിവേഷൻ ആയിരുന്നു. അതായത് ബിഫോർ 19th century ഓക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദേ ബിഗാൻ ടു യൂസ് ദ പ്ലോ. അവർ പ്ലോ ചെയ്തല്ലേ കൃത്യമായിട്ട് കൾട്ടിവേഷൻ ചെയ്ത് ആൻഡ് അതിന്റെ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? സെറ്റിൽ ചെയ്ത് കുറെ കാലങ്ങളോളം താമസിക്കാൻ തുടങ്ങി. ദേ ഗോട്ട് റൈറ്റ്സ് ഓവർ ദ ലാൻഡ് ദേ ലിവ്ഡ് ഓൺ. അതായത് കുറെ കാലം അതിനടുത്ത് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ ലാൻഡ് ആയിട്ട് അത് മാറി. ഓക്കെ, ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് സോ സെറ്റിൽഡ് ട്രൈബൽ ഗ്രൂപ്പ്സ് like the Gonds and Sandals as more civilized than hunter gatherers. അതായത് കുറച്ചുകൂടെ ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആയിട്ട് അവർ കണ്ടത് ഈ ഒരു സെറ്റിൽഡ് ട്രൈബൽ ഗ്രൂപ്പ്സിനെ ആയിരുന്നു. ഈ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാതേഴ്സിന് നൊമാഡ്സ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയേണ്ടത്? ലിറ്ററലി നൊമാഡ്സ്, അതായത് സിവിലൈസ്ഡ് അല്ലാത്ത അല്ലെ ഒട്ടും കൾച്ചേർഡ് അല്ലാത്ത ആൾക്കാരായിട്ടായിരുന്നു യെസ് ഈ ബ്രിട്ടീഷേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് ഹൗ ഡിഡ് കൊളോണിയൽ റൂൾ എഫക്ട് ട്രൈബൽ ലൈഫ്സ്? എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ട്രൈബൽ ഗ്രൂപ്പ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവരുടെ ലൈഫ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു. എങ്ങനെയാണ് കൊളോണിയൽ റൂൾ ഇവർക്കൊരു ത്രെട്ടായിട്ട് മാറിയത്? ഓക്കെ, യെസ്, എങ്ങനെയാണ് ഇവർ സാറ്റിസ്ഫൈഡ് അല്ലാതെ മാറിയത്? ഓക്കെ, നിങ്ങൾ നോക്കിയോ, ട്രൈബൽ ചീഫ്സ് അവർക്ക് ഒരുപാട് പ്രിവിലേജും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, ദേ എൻജോയ്ഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് എക്കണോമിക് പവർ. ഓക്കെ, ദേ ഹാഡ് ദ റൈറ്റ് ടു അഡ്മിനിസ്റ്റർ ആൻഡ് കൺട്രോൾ ദിയർ ടെറിട്ടറീസ്. എല്ലാത്തിനുള്ള റൈറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ദേ ഹാഡ് ദെയർ ഓൺ പോലീസ്. ഓക്കെ, അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള പോലീസ് ട്രൂപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ദേ ഡിസൈഡഡ് ഓൺ ദ ലോക്കൽ റൂൾസ്. അല്ലെ അവരുടെ ലാൻഡിൽ അവരുടെ റീജിയനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ട്രൈബൽ ഹെഡ്സ് ആയിരുന്നു. ഓക്കെ, പക്ഷേ ബ്രിട്ടീഷ് റൂൾ വന്നതിന് ശേഷം ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായല്ലേ? ദേ ലോസ് ദിയർ അഡ്മിനിസ്ട്രേഷൻ പവർ. അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും പുതിയ പോളിസീസ് എടുക്കാനും അല്ലെ അവിടെ റൂൾ ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പോകാൻ തുടങ്ങി. ദേ വർ ഫോഴ്സ്ഡ് ടു ഫോളോ ലോസ് മെയ്ഡ് ബൈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇൻ ഇന്ത്യ. അതായത് അവർക്ക് സ്വന്തമായിട്ട് റൂൾസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കുന്ന ലോസ് എന്ത് ചെയ്യണം? യെസ്, ഫോളോ ചെയ്യണം. ദേ ലോസ് ദിയർ അതോറിറ്റി. അല്ലെ അവരുടെ പവർ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? നശിക്കാൻ തുടങ്ങി. ദേ വർ അൺഏബിൾ ടു ഫുൾഫിൽ ദ ട്രഡീഷണൽ ഫങ്ഷൻസ്. അതായത് അവരുടെ റിച്വൽസും കാര്യങ്ങളും അല്ലേ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. യെസ്, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഓക്കെ, സോ ബ്രിട്ടീഷ് പോളിസീസ് ഓക്കെ ഇതായിട്ട് മെയിനായിട്ട് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ഓക്കെ അതായത് കുറേ പോളിസീസിലും പ്രോഗ്രാംസിലും അല്ലെങ്കിൽ റൂൾസിലൊക്കെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവർക്ക് മെയിനായിട്ട് പ്രശ്നം അല്ലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് പ്രശ്നമായി വന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പോളിസീസാണ് ബ്രിട്ടീഷേഴ്സ് പുതുതായിട്ട് കൊണ്ടുവന്നത്? ഓക്കെ, ഒന്നാമെന്ന് പറയുന്നത് സെറ്റിൽ പെസൻസ് വർ ഈസിയർ ടു കൺട്രോൾ എന്ന് ബ്രിട്ടീഷേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ടായി. ഓക്കെ, ദ ബ്രിട്ടീഷേഴ്സ് ഓൾസോ വാണ്ടഡ് എ റെഗുലർ റവന്യൂ സോഴ്സ്. ഓക്കെ, ബ്രിട്ടീഷേഴ്സിന് എന്ത് ചെയ്യണം? എക്കണോമി അല്ലെ അവരുടെ എക്കണോമി എന്ത് ചെയ്യണം? അവരുടെ വെൽത്ത് എന്ത് ചെയ്യണം? സ്ട്രോങ് ആക്കാൻ അവർ ഡിസൈഡ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് എഫേർട്ട് ടു സെറ്റിൽ ജും കൾട്ടിവേറ്റേഴ്സ് was not easy successful. അല്ലെ ജും കൾട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ സെറ്റിൽ ഈ വാണ്ടറേഴ്സ് ആൻഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ നോക്കി. ഓക്കെ, അതായത് അവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അവർക്ക് ടാക്സ് ഒക്കെ ഇമ്പോസ് ചെയ്യാമല്ലോ ഒരുപാട്, അതിന് വേണ്ടിയിട്ട് സെറ്റിൽ ചെയ്യാൻ നോക്കി. ബട്ട് നടന്നില്ല. ഓക്കെ, എന്തായിരുന്നു? അതിന് ഒരുപാട് റീസൺസ് ഉണ്ടായില്ലേ? വാട്ടർ സ്കേഴ്സ് ആൻഡ് ദ സോയിൽ ഇസ് ഡ്രൈ, ദ ഫീൽഡ്സ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് ഗുഡ് ഡീൽ. അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ, അവർക്ക് സെറ്റിൽ ചെയ്യാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷേഴ്സിൻ്റെ ഈ ഒരു പുതിയൊരു പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? യെസ്, വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് അത് മാത്രമല്ല ഓക്കെ ഈ ഒരു സെറ്റിൽഡ് യെസ്
യെസ് സെറ്റിൽഡ് കൾട്ടിവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയൊരു പോളിസി അല്ലെങ്കിൽ പുതിയൊരു ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. എന്തായിരുന്നു? ഫോറസ്റ്റ് ലോ. ഓക്കെ, എന്തായിരുന്നു ഫോറസ്റ്റ് ലോ? അതായത് എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ട്രീ എന്ത് ചെയ്യാൻ പാടില്ല, കട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ലോ ആണ്. ആ ഒരു ട്രീ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ യെസ് ബ്രിട്ടീഷേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ട്രീസും ഫോറസ്റ്റും ഒക്കെ ബ്രിട്ടീഷേഴ്സിന്റെ ലാൻഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വരുന്നതാണ്, ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണ്. സോ ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പ്സിനൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് കൃഷിക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അല്ലെ സാധനങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതപ്പോൾ മൊത്തത്തിൽ ഹണ്ടേഴ്സിനെയും ഗ്യാദേഴ്സിനെയും ദെൻ ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സിനും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, യെസ് ഭയങ്കര മോശമായിട്ട് ബാധിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, യെസ് മാറി. ഓക്കെ, യെസ് വലിയ രീതിയിലുള്ള യെസ് ഒരു ഓപ്പൺ റെബല്ലിയനിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, മാറി അല്ലേ. യെസ് ദ റിവോൾട്ട് ഓഫ് സോങ്രം സംഗ്മ ഓക്കെ ആസാമിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് അത് മാത്രമല്ല ഫോറസ്റ്റ് സത്യാഗ്രഹം നടന്നു. എവിടെയാണ്? സെൻട്രൽ പ്രോവിൻസസിലൊക്കെ, ഇന്ത്യയിലെ സെൻട്രൽ പ്രോവിൻസസിൽ ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് സത്യാഗ്രഹം നടക്കാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ഈ ട്രേഡേഴ്സിൻ്റെ അടുത്ത് മണി ലെൻഡേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ആര് ഫേസ് ചെയ്യുന്നുണ്ടായി, ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ് ഫേസ് ചെയ്യുന്നുണ്ടായി. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, യെസ് ആൻഡ് ഹസരിബാഗിൽ ജാർഖണ്ഡിൽ സാന്താൾസ് എന്ത് ചെയ്തിട്ടുണ്ടായി, സാന്താൾസ് ആയിരുന്നു മെയിൻ ആയിട്ട് കൊക്കൂൺസ് അല്ലെ കോട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കൊക്കൂൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ ഒരു മീഡിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ കയ്യിൽ നിന്ന് കൊക്കൂൺസ് അല്ലെങ്കിൽ ഈ ഒരു കോട്ടൺ കളക്ട് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യാൻ തുടങ്ങിയത്, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഇവരായിരുന്നു പ്രോഫിറ്റ് മെയിൻ ആയിട്ട് ഏൺ ചെയ്തത്. അതായത് ഒരു ട്രൈബൽ ഗ്രൂപ്പ്സിന് സാന്താൾസിന്റെ കയ്യിൽ നിന്ന് ചെറിയ പൈസയ്ക്ക് എന്ത് ചെയ്യും, ഈ ഒരു കൊക്കൂൺസ് കളക്ട് ചെയ്യും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിൽ പോയിട്ട് അതിന് ഡബിൾ ആക്കിയിട്ട് വിൽക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ഇവരെ ലിറ്ററലി സാന്താൾ കമ്മ്യൂണിറ്റീനെ ലിറ്ററലി എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. ഇതുവരെ അറിയുന്നുണ്ടായില്ല. പക്ഷെ ഇത് അറിഞ്ഞതിന് ശേഷം സാന്താൾ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങി, യെസ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ വലിയ രീതിക്ക് ഇത്തരത്തിലുള്ള മണി ലെൻഡേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടും ബ്രിട്ടീഷ് കമ്പനി റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ടും പ്രൊട്ടസ്റ്റ് നടക്കാൻ തുടങ്ങി. ഓക്കെ, യെസ് ആൻഡ് അത് മാത്രമല്ല ഈ ഒരു ടീ പ്ലാന്റേഷൻ ആയിക്കോട്ടെ, മൈനിങ് അല്ലെ, മൈനിങ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്ക് സ്പേസ് ആണ്. അവിടെയൊക്കെ ബ്രിട്ടീഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, യെസ് ടീ പ്ലാന്റേഷൻ ഓഫ് ആസാം, കോൾ മൈൻസ് ഓഫ് ജാർഖണ്ഡ്, ഇവിടെയൊക്കെ ബ്രിട്ടീഷേഴ്സിനെ ബ്രിട്ടീഷേഴ്സ് അല്ല നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പ്സിനെ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ മെയിനായിട്ട് നടന്ന റെബല്യനാണ് നമ്മുടെ യെസ് ഒന്നാമത് കോൾസ് റെബല്യൻ. ഓക്കെ, കോൾസ് റെബല്യൻ നടന്നത് 1831 to 32 ആയിരുന്നു. ദെൻ സാന്താൾസ് റിവോൾട്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ കോട്ടൺ. ഓക്കെ, 1855 ദെൻ ബാസ്റ്റർ റെബല്യൻ ഇൻ സെൻട്രൽ ഇന്ത്യ. ഓക്കെ, ദെൻ വാർലി റിവോൾട്ട് ഇൻ മഹാരാഷ്ട്ര, മെയിൻ ആയിട്ട് ഇതാണ് വരുന്നത്. ഓക്കെ, ആൻഡ് എന്തൊക്കെയായിരുന്നു റെബല്യന് മെയിൻ ആയിട്ട് വന്ന റീസൺസ് എന്ന് പറയുന്നത്, കോസസ് ഓഫ് ദ റെബല്യൻ എന്തൊക്കെയായിരുന്നു? ഒന്നാമതെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലോസ്. അതിൽ ഫോറസ്റ്റ് ലോയ്ക്ക് വലിയൊരു റോളുണ്ട്. ഓക്കെ, ഫോറസ്റ്റ് ലോ. ഓക്കെ, ദെൻ ന്യൂ ടാക്സസ് അല്ലേ, പുതിയ ടാക്സുകൾ യെസ് ടാക്സേഷൻ ഒക്കെ കൊണ്ടുവന്നു. ദെൻ റെസ്ട്രിക്ഷൻ ഓൺ ദി പ്രാക്ടീസസ് അല്ലേ, അവരുടെ ചീഫ്സിന്റെ പവർ കുറച്ചു, അവരുടെ റിലീജിയസ് പ്രാക്ടീസ് ആയിക്കോട്ടെ, ദ വേ ദേ വേർഷിപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ മേലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്, ഇതൊക്കെയായിരുന്നു. ഈ 4 റീസൺസ് ആയിരുന്നു ഓക്കെ മെയിൻ ആയിട്ട് ഒരു ട്രൈബൽ റെബല്യനിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരു ട്രൈബൽ റെബല്യൻ ഉണ്ടാവാൻ കാരണം ഇത്രയും റീസൺസ് ആണ്. ഒന്നാമത്തത് ചേഞ്ച് ഇൻ ലോസ് ആണ്, രണ്ടാമത്തത് പുതിയ ഒരു ടാക്സേഷൻ കൊണ്ടുവന്നു, മൂന്നാമത്തത് അല്ലേ യെസ് അവരുടെ പ്രാക്ടീസസിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി, ആൻഡ് നാലാമത്തെന്ന് പറയുന്നത് മണി ലെൻഡേഴ്സിനെ കൊണ്ടുണ്ടായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നമുക്ക് യെസ് ട്രൈബൽ ഡിക്കൂസ് ആൻഡ് വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ് അല്ലേ. യെസ് ഇതിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത് മെയിനായിട്ട് നിങ്ങൾ ബിർസാമുണ്ട്. ഓക്കെ, ബിർസാമുണ്ട് അദ്ദേഹത്തിൻ്റെ മുണ്ട കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തു, ഓർഗനൈസ് ചെയ്തു ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്. ഓക്കെ, നമ്മുടെ ലാൻഡ് ആണ്, ബ്രിട്ടീഷേഴ്സ് അല്ല ഇതിൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്നുള്ള ബോധം ആർക്ക് ഉണ്ടാക്കി കൊടുത്തു? അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇടയ്ക്കുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, യെസ് ബിർസാമുണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് ചോദിക്കും. എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. ഓക്കെ,
ഓക്കെ, ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്തേ. എല്ലാവരും ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്തേ. റെഡി ആണല്ലോ? റെഡിയല്ലേ? യെസ്. ഡൗട്ടില്ല ഏത് പാർട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് എന്തൊക്കെയല്ലേ, ഏതൊക്കെ റെബല്യൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ആൻഡ് സാന്താൾ റെബല്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ദെൻ മുണ്ട റെബല്യൻ അല്ലേ, എങ്ങനെയായിരുന്നു ബിർസ മുണ്ടൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, സെറ്റിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, ദെൻ ഹണ്ടേഴ്സ് ഗ്യാദേഴ്സ് ഉണ്ടായിരുന്നു, ആനിമൽ ഹേർഡിങ്ങിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഓക്കെ, ആൻഡ് യെസ്, അടുത്തൊരു ചാപ്റ്റർ ആണ് വിമൻ കാസ്റ്റ് ആൻഡ് റിഫോംസ്. റെഡിയാണോ? ഈ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞ് നമുക്ക് ABD സാറ് വരും കേട്ടോ. വിമൻ കാസ്റ്റ് ആൻഡ് റിഫോംസ്. റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, വിമൻ കാസ്റ്റ് ആൻഡ് റിഫോംസ് നമുക്കറിയാമല്ലേ, നമ്മുടെ ഒരുപാട് കാലം മുന്നേ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായി, വിമൻ സഫർ ചെയ്തിട്ടുണ്ടായി. എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഈവൻ റിലീജിയൻ എടുത്തു പോയി കഴിഞ്ഞാലും അല്ലേ, എല്ലാ റിലീജിയനും എടുത്തു പോയി കഴിഞ്ഞാലും എല്ലാം അല്ലേ, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ വിമൻ എന്ത് ചെയ്തിട്ടുണ്ടായി. യെസ്, ജെൻഡറിന്റെ പേരിലും കാസ്റ്റിന്റെ പേരിലും ഒരുപാട് ഇഷ്യൂസ് അല്ലേ ആളുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായി. മെജോറിറ്റി എന്ന് പറയുന്നത് വിമൻ ആയിരുന്നു, അല്ലെങ്കിൽ അല്ലേ അണ്ടർ പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു സഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റസ്, സോഷ്യൽ സ്റ്റേറ്റസ് മാറി വന്നത്? ഓക്കെ, ആരൊക്കെയാണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇതെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് കാലം മുന്നേ ഉള്ള ഒരു സിറ്റുവേഷനും ഇന്നത്തെ ഒരു സിറ്റുവേഷനും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ വിമന്റെ അവസ്ഥയും അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ ഒരു അല്ലെ കാസ്റ്റിന്റെ പേരുള്ള ഒരു ഡിവിഷൻ, ജെൻഡറിന്റെ പേരുള്ള ഒരു ഡിവിഷൻ ഇന്ന് നമുക്ക് അത്ര കാണാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇന്ന് ഒരുപാട് ഉണ്ടെങ്കിലും അത്രയ്ക്കും ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. ആ ചേഞ്ചിന് ഉണ്ടായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടല്ലേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായി. യെസ്, ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ന്യൂ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നല്ല രീതിയിൽ ഗ്രോ ചെയ്തു. ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, ഇന്റർനെറ്റ് ആയിക്കോട്ടെ അല്ലേ, യെസ്, മാസ് മീഡിയ ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആൾക്കാരിലേക്ക് ഒരുപാട് ന്യൂസസും കാര്യങ്ങൾ എത്താൻ തുടങ്ങി. ആൾക്കാർ അവെയർ ആവാൻ തുടങ്ങി, ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയി അല്ലേ, ആൾക്കാർ ചേഞ്ച് ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതിന് ഒരുപാട് റോൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കാം. ന്യൂസ് അല്ലേ, യെസ്, ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, മാഗസീൻസ് ഒക്കെ, ലീഫ്ലെറ്റ്സ്, ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആവാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാവാൻ തുടങ്ങിയത്. ഓക്കെ, ഓൾ കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ് ലൈക്ക് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് റിലീജിയസ് കുഡ് നൗ ബി ഡിബേറ്റഡ് ആൻഡ് ഡിസ്കസ്ഡ് അല്ലേ. അതായത് ഇതിനെ പറ്റിയൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ഇഷ്യൂസിനെ പറ്റി, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, സോഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, എക്കണോമിക് ഇഷ്യൂസ് ആയിക്കോട്ടെ, എല്ലാ ഇഷ്യൂസും എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിസ്കസ് ചെയ്യപ്പെടാൻ തുടങ്ങി. സോ വർക്കിംഗ് ടുവേർഡ്സ് എ ചേഞ്ച് അല്ലേ, ചേഞ്ചിങ് ദ ലൈഫ്സ് ഓഫ് വിഡോസ്. എങ്ങനെയാണ് വിമൻ മെയിൻ ആയിട്ട് വിമന്റെ ഒക്കെ വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചേഞ്ച് ആവാൻ തുടങ്ങിയത്? ഒന്നാമത്തത് വിഡോസിന്റെ ലൈഫ് ചേഞ്ച് ചെയ്യും. ഓക്കെ, രണ്ടാമത് ഗേൾസ് ബിഗിൻ ടു ഗോ ഇൻ ടു സ്കൂൾ, അതായത് ഗേൾസിന് എന്ത് ചെയ്യാൻ തുടങ്ങി, എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങി. ആൻഡ് മൂന്നാമത് വിമൻ റൈറ്റ് അബൌട്ട് വിമൻ അല്ലെ, ഒരുപാട് വിമൻ റൈറ്റേഴ്സ് ഉണ്ടാവാൻ തുടങ്ങി, അവർ വിമന്റെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് 200 years ago the lives of women were totally different from what we see today അല്ലെ. ഇന്നത്തേക്കാളും ഒരുപാട് ഡിഫറെന്റ് ആയിരുന്നു. There were so many restrictions imposed on women. എന്തൊക്കെയായിരുന്നു റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്? അവർക്ക് എഡ്യൂക്കേഷനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല അല്ലെ, പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല, നോ എഡ്യൂക്കേഷൻ, നോ പ്രോപ്പർട്ടി റൈറ്റ് അല്ലേ, എന്നാണ് ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് മോസ്റ്റ് ചിൽഡ്രൻ വർ മാരീഡ് ഓഫ് അറ്റ് എൻ ഏർലി ഏജ്, അതായത് ചൈൽഡ് മാരേജ് കൂടുതലായിരുന്നു പണ്ടെന്ന് പറയുന്നത്. പെൺകുട്ടികളെ വേഗം കല്യാണം കഴിച്ചു വിടും അല്ലെ. ബോത്ത് ഹിന്ദു മുസ്ലിം men could marry more than one wife. ഏത് റിലീജിയൻ എടുത്ത് പോയി കഴിഞ്ഞാലും അവിടെ എന്താണ്, ഒരാൾക്ക് ഒന്ന് കൂടുതൽ ആൾക്കാരെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാം, മാരി ചെയ്യാം. വിഡോസ് were praised
ആൻഡ് കോൾഡ് സതീസ് മീനിങ് വേർച്ചസ്. അതായത് സതി പോലെയുള്ള അല്ലേ ഭയങ്കര മോശമായിട്ട് റിലീജിയസ് പ്രാക്ടീസൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ. എന്താണ്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചിതയിലല്ലേ പോയിട്ട് എന്ത് ചെയ്യണം, ഭാര്യയെ മരിക്കണം, ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും എന്ത് ചെയ്യണം, മരിക്കണം. അത് കുഞ്ഞു കുട്ടിയായാലും വലിയ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അവർ വിഡോ ആയി കഴിയുമ്പോഴത്തേക്ക് അവർ ആ ചിതയിൽ ചാടി മരിക്കണം എന്നുള്ള ഒരു മോശമായിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഹിന്ദു റിലീജിയനിലൊക്കെ കണ്ടുവരാൻ തുടങ്ങി. ആൻഡ് ഇഫ് ദേ ചോസ് ടു ബൈ റണ്ണിങ്, ഓക്കെ, അതായത് അവർ അതിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവരെന്ത് ചെയ്യാണ്, ആളുകൾ ഫോഴ്സ് ചെയ്തിട്ടാലേ അവർ ചിതയിലേക്ക് എന്ത് ചെയ്യും, ചിതയിലിട്ടിട്ട് കൊന്നുകളയും. ആ ഒരു പ്രാക്ടീസ് ആയിരുന്നു സതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് വിമൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കാസ്റ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ആ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു അല്ലെ. ദ അപ്പർ കാസ്റ്റ് ഓൾസോ ട്രീറ്റഡ് മെനി ഓഫ് ദീസ് ഗ്രൂപ്പ്സ് അറ്റ് ദ ബോട്ടം ആസ് അൺടച്ചബിൾസ്. ഈ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോവർ കാസ്റ്റിന് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അൺടച്ചബിൾസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദേ വർ നോട്ട് അലൗഡ് ടു എൻ്റർ ടെമ്പിൾസ്, ഡ്രോ വാട്ടർ ഫ്രം ദ വെൽസ് യൂസ്ഡ് ബൈ അപ്പർ കാസ്റ്റ്. അതായത് അപ്പർ കാസ്റ്റ് അല്ലേ അപ്പിയർ ചെയ്യുന്ന ഒരു പബ്ലിക് സ്പേസിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലോവർ കാസ്റ്റ് ബിലോങ് ചെയ്യുന്ന ആൾക്കാർക്ക് വരാൻ പറ്റില്ല. അത് സ്കൂൾ ആയിക്കോട്ടെ, ലൈബ്രറി ആയിക്കോട്ടെ, അമ്പലങ്ങളായിക്കോട്ടെ അല്ലെ, അതായത് പബ്ലിക് വെൽസ് ആയിക്കോട്ടെ, ഇതൊന്നും ആർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ലോവർ കാസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, they were seen as inferior human beings. അതായത് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് പോലും അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അത്രയും ഹ്യൂമിലിയേഷനും ഇൻസൾട്ടും അല്ലെ, അത്രയും മോശം എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ. ലിറ്ററലി എന്ത് ചെയ്യാണ്, അവരെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് പോലും ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു അല്ലെ. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പണ്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വിമൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണെങ്കിലും കാസ്റ്റിന്റെ പേരിലുള്ള ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, സോഷ്യൽ റിഫോംസ് ഉണ്ടാവാൻ തുടങ്ങി. ഇന്ത്യയിൽ സോഷ്യൽ റിഫോംസ് ഉണ്ടാവാൻ തുടങ്ങി. ദേ ഫെൽറ്റ് ദാറ്റ് ചേഞ്ചസ് വർ നെസസറി ഇൻ സൊസൈറ്റി. ഓക്കെ, ആൻഡ് അൺജസ്റ്റ് പ്രാക്ടീസസ് നീഡ് ടു ബി ഡൺ എവേ വിത്ത്. അതായത് മോശം കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ജസ്റ്റിസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു തോട്ട് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് സോഷ്യൽ റിഫോംസ് ഒക്കെ അല്ലേ, സോഷ്യൽ റിഫോംസ് ഉണ്ടായതും റിഫോമേഴ്സ് ഒക്കെ ഇതിൽ ലീഡർഷിപ്പ് കൊടുത്തതും. ഓക്കെ, ദേ വർ റെഡി ടു ഗിവ് അപ്പ് ഓൾ പ്രാക്ടീസസ് ആൻഡ് അഡോപ്റ്റ് എ ന്യൂ വേ ഓഫ് ലൈഫ്. അതായത് മോശം കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുക. ഓക്കെ, അത് ഏത് റിലീജിയസ് പ്രാക്ടീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ഇഷ്യൂസ് ആയിക്കോട്ടെ, അതൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാണ്ടാക്കുക, പുതിയൊരു നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കുക. ഇതിൽ മെയിൻ റോൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്, സോഷ്യൽ റിഫോമറാണ് രാജാറാം മോഹൻ റോയ് അല്ലെ. രാജാറാം മോഹൻ റോയ് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷന്റെ പേരാണ് ബ്രഹ്മസമാജ്. ഓക്കെ, ബ്രഹ്മസമാജ് ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ബ്രഹ്മസമാജ് 1828 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1828 ബ്രഹ്മസമാജ് ഫോം ചെയ്ത ആരാണ്, രാജാറാം മോഹൻ റോയ്. ഓക്കെ, കൽക്കട്ടയിലാണ്, വെസ്റ്റ് ബംഗാളിലായിരുന്നു. ഓക്കെ, മെയിനായിട്ട് ഓക്കെ ഈ വിഡോസിൻ്റെ റൈറ്റ്സ് അല്ലെങ്കിൽ സതി ബാൻ ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഹിന്ദു റിലീജിയൻ്റെ ഇടയ്ക്ക് നിലനിന്നിരുന്ന സൂപ്പർസ്റ്റീഷൻ അല്ലേ, മോശം പ്രാക്ടീസസ് ലൈക്ക് സതി ഇതൊക്കെ ഇല്ലാണ്ടാക്കുക, ഓക്കെ എൻഡ് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ടായിരുന്നു ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തത്. ഓക്കെ, ആൻഡ് അദ്ദേഹം എന്ന് പറയുന്നത് ഒരുപാട് റിലീജിയസ് ടെക്സ്റ്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായി, പഠിച്ചിട്ടുണ്ടായി. ഹിന്ദു റിലീജിയൻ ആയിക്കോട്ടെ, ഇസ്ലാം റിലീജിയൻ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ റിലീജിയൻ ആയിക്കോട്ടെ, ഇവരുടെ ഒക്കെ ടെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായി, പഠിച്ചിട്ടുണ്ടായി. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ആൻഡ് മുസ്ലിം വിമൻ ലൈക്ക് ബീഗം ഓഫ് ഭോപ്പാൽ അവരും എന്ത് ചെയ്തിട്ടുണ്ടായി, വിമൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായി. ലൈക്ക് ഈ ഒരു അലിഗറിലൊക്കെ വിമൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ, എലിമെൻ്ററി എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി സ്കൂൾസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായി. അത് മാത്രമല്ല കോളേജസും അല്ലേ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കോളേജസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായി, സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായി. എൻ്റെ അത് മാത്രമല്ല ബീഗം റോക്കിയ സഖാവത്ത് ഹുസൈൻ നമുക്കറിയാം എന്താണ്, ഷീ സ്റ്റാർട്ടഡ് സ്കൂൾസ് ഫോർ മുസ്ലിം ഗേൾസ് ഇൻ പത്ന അല്ലെ, പത്നയിലും കൽക്കട്ടയിലും വെസ്റ്റ് ബംഗാളിലും ഒരുപാട് റീജിയൻസിൽ മുസ്ലിം ഗേൾസിന് വേണ്ടിയിട്ടല്ലേ എന്ത് ചെയ്തിട്ടുണ്ടായി, സ്കൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ആൻഡ് ബൈ ദി 1880s ഇന്ത്യൻ വിമൻ ബിഗൈൻ ടു ടേക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ലെ. വിമൻ എന്ന് പറയുന്ന ഒരു പ്രൈമറി അല്ലെ കുഞ്ഞു ക്ലാസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അല്ലെ എന്താണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വരെ വിമന് കിട്ടാൻ തുടങ്ങി. ഓക്കെ, സം ഓഫ് ദം ട്രെയിൻ ടു ബി ഡോക്ടേഴ്സ് വെൽ സം ബിക്കെയിം ടീച്ചേഴ്സ് അല്ലെ. എല്ലാ മേഖലകളിലും ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെ, എല്ലാ ഏരിയാസിലും എല്ലാ ജോബിലും ആരെത്താൻ തുടങ്ങി, വിമൻ എത്താൻ തുടങ്ങി. ആൻഡ് അത് മാത്രമല്ല വിമൻ എന്ത് ചെയ്യാൻ തുടങ്ങി, വിമനെ പറ്റിയൊക്കെ വിമൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയും അല്ലെങ്കിൽ വിമൻ്റെ സഫറേജിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, റൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് താരാബായ് ഷിൻഡെയുടെ സ്ത്രീ പുരുഷ തുലന, അതായത് സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഈക്വാലിറ്റീനെ പറ്റി സംസാരിക്കുന്നൊക്കെ, ഈക്വാലിറ്റി എന്താണെന്ന് പറയുന്നൊക്കെ, ജെൻഡർ ഈക്വാലിറ്റീനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന ഒരു ബുക്കാണ് സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന താരാബായ് ഷിൻഡെയുടെ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇതുപോലുള്ള വിമൻ റൈറ്റേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവാൻ തുടങ്ങി. പണ്ഡിത രമാബായ്
ഓക്കെ, അവരെന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടായി? ഷീ റോട്ട് എ ബുക്ക് അബൌട്ട് ദ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് അപ്പർ കാസ്റ്റ് ഹിന്ദു വിഡോസ്. അപ്പർ കാസ്റ്റ് ഹിന്ദു വിഡോസിന്റെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യപ്പെടുന്നുള്ള സത്യം, ട്രൂത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? സൊസൈറ്റീനെ സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുത്തത് പണ്ഡിത രമാബായിന്റെ ഒരുപാട് വർക്ക്സ് ആണ്. ഓക്കെ, അത് മാത്രമല്ല, ബൈ ദ എൻഡ് ഓഫ് 19th century വിമൻ ദംസെൽവ്സ് വർ ആക്റ്റീവ്ലി വർക്കിംഗ് ഫോർ റിഫോം. അല്ലെ, വിമനും എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ മുന്നോട്ടേക്ക് വരാൻ തുടങ്ങി. ഓക്കെ, അതായത് വിമൻ റൈറ്റേഴ്സ് ഉണ്ടാവാൻ തുടങ്ങി, വിമൻ എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യാൻ തുടങ്ങി, വിമനും വിമന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. ഓക്കെ, റിഫോമേഴ്സ് ആയിട്ട് മുന്നിൽ വരാൻ തുടങ്ങി. ദേ റോട്ട് ബുക്സ്, എഡിറ്റഡ് മാഗസീൻസ്, ഫൗണ്ടഡ് സ്കൂൾസ് ആൻഡ് ട്രെയിനിങ് സെന്റേഴ്സ്. അല്ലെ, എല്ലാ ഏരിയയിലും എന്ത് ചെയ്യാൻ തുടങ്ങി? വിമൻ എത്താൻ തുടങ്ങി. ആൻഡ് ദീസ് സെറ്റ് അപ്പ് വിമൻസ് അസോസിയേഷൻസ് ഓൾസോ. ഓക്കെ, വിമന് വേണ്ടിയിട്ട് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? വിമൻസ് അസോസിയേഷൻസ് ഉണ്ടാവണം. അതും എന്ത് ചെയ്യാൻ തുടങ്ങി? വിമൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഫ്രം ദ ഏർലി 20th century they ഫോം പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ്സ്. അല്ലെ, പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ്സും എന്ത് ചെയ്യാൻ തുടങ്ങി? വിമൻ ഫോം ചെയ്യാൻ തുടങ്ങി. എന്താണ് പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ്സിന്റെ പ്രത്യേകത? അതായത് ഗവൺമെന്റിന്റെ പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ പുതിയൊരു പ്രോഗ്രാം പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ഓക്കെ, അതായത് വിമനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ചുകൂടെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മുൻഗണന കിട്ടുന്ന രീതിയിലുള്ള പോളിസീസ് ഉണ്ടാവാൻ തുടങ്ങി. അതിന് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ്സും എന്ത് ചെയ്യാൻ തുടങ്ങി? വിമൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, സം ഓഫ് ദം ജോയിൻ വേരിയസ് കൈൻഡ്സ് ഓഫ് നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഫ്രം ദ 1920s. അതായത് നാഷണലിസ്റ്റ് മൂവ്മെന്റിൽ വരെ എന്ത് ചെയ്യാൻ തുടങ്ങി? വിമൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ചേഞ്ച് ആയി. ആ ലെവലിലേക്ക് നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ആയി. ഓക്കെ, അത് മാത്രമല്ല ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായി? വന്നിട്ടുണ്ടായി. അതായത് കല്യാണം കഴിക്കാനുള്ള ഏജ് എന്ന് പറയുന്നത് കൂട്ടി. ഓക്കെ, കുഞ്ഞു കുട്ടികളെയൊന്നും കല്യാണം കഴിച്ച് വിടാൻ പറ്റില്ല. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? കല്യാണം കഴിക്കാൻ പറ്റില്ല. ഓക്കെ, and അത് മാത്രമല്ല അതെന്ത് ചെയ്തു? ഈ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കൂട്ടി. ആണുങ്ങൾക്ക് 21 വയസ്സും പെൺപിള്ളേർക്ക് 18 വയസ്സും ആക്കി കൂട്ടി. ഓക്കെ, ആൻഡ് കാസ്റ്റ് റിഫോംസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് സത്നാമി മൂവ്മെന്റ് പറയാം. അല്ലേ, സത്നാമി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഇന്ത്യയിലായിരുന്നു. ഫൗണ്ടഡ് ബൈ ഘാസിദാസ് ആണ്. ആൻഡ് ഹരിദാസ് താക്കൂറിന്റെ അല്ലേ നമുക്ക് പറയാം ബംഗാളിലും എന്ത് ചെയ്തിട്ടുണ്ടായി? ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് കണ്ടിട്ടുണ്ടായി. ആൻഡ് കേരളയിൽ നമുക്ക് പറയാം ശ്രീനാരായണ ഗുരുവിന്റെ അല്ലേ ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു ഇൻഫ്ലുവൻസും. ശ്രീനാരായണ ഗുരുവിനെ നിങ്ങൾ മറന്നു പോകരുത്. അല്ലെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. 1 caste 1 religion 1 God. അല്ലെ, 1 God for ഹ്യൂമൻ കൈൻഡ്. ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തിട്ടുണ്ടായി? പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായി, പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, യെസ്, മെയിനായിട്ട് കാസ്റ്റ് ഇനീക്വാലിറ്റീസ് ഒക്കെ ഇല്ലാണ്ടാക്കുക. അതായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് ജ്യോതിറാവ് ഫൂലെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൺ ഓഫ് ദ മോസ്റ്റ് അല്ലേ ലോവർ കാസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്ത ഒരു റിഫോമർ ആയിരുന്നു ജ്യോതിറാവ് ഫൂലെ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ബ്രാഹ്മിൻസിന്റെ അല്ലെ ഈ ഒരു ആര്യൻസിനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അതായത് ആര്യൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫോറിനേഴ്സ് ആണ്. ഇവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ലാൻഡ് റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. സോ ബ്രാഹ്മിൻസ് കൊണ്ടുവന്നില്ലേ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് അവർക്ക് സുപ്പീരിയോറിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന്റെ നമ്മുടെ ലാൻഡിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റി ആണെന്നാണ് ജ്യോതിറാവ് ഫുലെ പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പ്സിന് അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റ് ഇനീക്വാലിറ്റി ഒക്കെ ഇല്ലാണ്ടാക്കണം. ഓക്കെ, ഈ ഒരു സിസ്റ്റം ബ്രാഹ്മിൻസിന് സുപ്പീരിയോറിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് അപ്പർ കാസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി ഇല്ലാണ്ടാവണം എന്നൊക്കെയാണ് ജ്യോതിറാവ് ഫൂലെ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അംബേദ്കറിനും വലിയൊരു റോൾ ഉണ്ട്. ഓക്കെ, അംബേദ്കർ എന്ത് ചെയ്തിട്ടുണ്ടായി അല്ലേ ബ്രാഹ്മൺ പ്രീസ്റ്റുകൾ മാത്രമാണ് അമ്പലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. അവിടെ ലോവർ കാസ്റ്റ് ആൾക്കാരെ കൊണ്ടുവന്നു ഇത്തരത്തിലുള്ള വലിയ എന്താണ് റിഫോംസ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്സ് ഒരുപാട് അംബേദ്കർ നടത്തിയിട്ടുണ്ടായി. അല്ലെ, ലോവർ കാസ്റ്റ് അൺടച്ചബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരെ എന്ത് ചെയ്യുക അപ്ലിഫ്റ്റ് ചെയ്യാൻ ഒരുപാട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായി? അംബേദ്കർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായി. ആൻഡ് വേറെയും ഒരുപാട് നോൺ ബ്രാഹ്മണിക്കൽ മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ടായി. എന്തൊക്കെയായിരുന്നു? EV രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പെരിയാറിന്റെ അണ്ടറിൽ കാസ്റ്റ് ഇനീക്വാലിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിന്റെ ഭാഗമായിട്ടാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. ഓക്കെ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ഓക്കെ, എന്താണ്? EV രാമസ്വാമി നായ്ക്കറിന്റെ അണ്ടറിലാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്, റെഡി ആണല്ലോ? ഓക്കെ,
യെസ്, ഇത് മെയിൻ ആയിട്ട് ഈ ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനൻസ് അല്ലേ. യെസ്, എന്താണ് ലോവർ അല്ലെങ്കിൽ അൺടച്ചബിൾസിനെ ലോവർ കാസ്റ്റ് അൺടച്ചബിൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അത് മാത്രമല്ല അവർക്ക് എന്താണ് അവരെ ഒരുപാട് ഹ്യൂമിലിയേഷൻ ഫേസ് ചെയ്യുന്നു, ഹ്യൂമൻ ബീങ്സ് ആയിട്ട് പോലും ട്രീറ്റ് ചെയ്യുന്നില്ല. ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഈ ഒരു സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആര് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? EV രാമസ്വാമി നായ്ക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ബ്രഹ്മസമാജ്. ബ്രഹ്മസമാജ് എന്തായിരുന്നു? ആരാണ് ഫൗണ്ട് ചെയ്തത്? യെസ്, ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്ത് നമ്മൾ പഠിച്ചതാണ് രാജാറാം മോഹൻ റോയ് ആണ്. ഇതെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അല്ലേ. യെസ്, അതായത് ഒരു റിലീജിയൻ ഇടയ്ക്ക് മെയിൻലി ഹിന്ദു റിലീജിയൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ലീവൽ പ്രാക്ടീസസും അല്ലെ സൂപ്പർസ്റ്റിഷനും ഒക്കെ എൻഡ് ചെയ്യുക. യെസ്, എസ്പെഷ്യലി വിമൻ എന്ത് ചെയ്യുക? യെസ്, കുറച്ചുകൂടെ വിഡോസിനെ യെസ് സദ്യയൊക്കെ ബാൻ ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രഹ്മസമാജ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്തതാണ് പ്രാർത്ഥന സമാജ്, ദെൻ വേദ സമാജ്. ഓക്കെ, പ്രാർത്ഥന സമാജ്, വേദ സമാജ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് അലിഗർ മൂവ്മെൻറ്റ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? യെസ്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സിംഗ് സഭ മൂവ്മെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് സ്റ്റിൽ പ്രാർത്ഥന സമാജ്, വേദ സമാജ് ആൻഡ് ബ്രഹ്മ സമാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥന സമാജ് എന്തായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബോംബെയിലായിരുന്നു അല്ലേ. യെസ്, പ്രാർത്ഥന സമാജ് സോ ടു റിമൂവ് കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് അല്ലേ, കാസ്റ്റ് ഇനീക്വാലിറ്റീസ് ഇല്ലാണ്ടാക്കുക, ചൈൽഡ് മാരേജ് ഇല്ലാണ്ടാക്കുക, വിമൻ്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയായിരുന്നു യെസ് പ്രാർത്ഥന സമാജിന്റെ എയിം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. വേദ സമാജോ? വേദ സമാജ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിരുന്നു, മദ്രാസ് ബേസ്ഡ് ആയിരുന്നു, ചെന്നൈ ബേസ്ഡ് ആയിരുന്നു. ആൻഡ് വേദ സമാജ് വാസ് ഇൻസ്പയർഡ് ബൈ ദ ബ്രഹ്മ സമാജ്. ബ്രഹ്മ സമാജിന്റെ സെയിം മോഡലായിരുന്നു വേദ സമാജ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വർക്ക് ടു അബോളിഷ് കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ ആൻഡ് പ്രൊമോട്ട് വിഡോ റീമാരേജ്, വിമൻസ് എഡ്യൂക്കേഷൻ. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വേദ സമാജിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പം ഇത്രയാണ് സമാജ് അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റ് റിഫോംസിന് അല്ലെങ്കിൽ വിമൻ അല്ലെ അവർ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ, ഇനീക്വാളിറ്റീസ് ഒക്കെ ഇല്ലാണ്ടാക്കാൻ, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിഫോമേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന അസോസിയേഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്നൂടെ പറയാം. ഒന്നാമത്തത് ബ്രഹ്മ സമാജാണ്. ദെൻ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അല്ലേ, പെരിയാർ കൊണ്ടുവന്നിട്ടുള്ള. ദെൻ പ്രാർത്ഥന സമാജാണ്. എൻ്റെ അടുത്തത് വേദ സമാജാണ്. ഓക്കെ, ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. പ്രാർത്ഥന സമാജ് ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രാർത്ഥന സമാജ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ, ഓക്കെ, ചെന്നൈയിലാണ് ഇത് ബിഗിൻ ചെയ്തത്. ഓക്കെ, എങ്ങനെയായത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥന സമാജ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? അതായത് ഇതൊരു ബ്രഹ്മ സമാജിന്റെ സെയിം പാറ്റേൺ ആണ്. ഓക്കെ, അതായത് നമ്മുടെ കാസ്റ്റ് ഇനീക്വാളിറ്റീസ് ഇല്ലേ, ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ടാക്കുക. ആൻഡ് വിമന് കുറച്ചുകൂടി എഡ്യൂക്കേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ വിമൻ എന്ത് ചെയ്യുള്ളൂ അല്ലേ, അവർ ഫേസ് ചെയ്യുന്ന ഇനീക്വാളിറ്റീസ് ഇല്ലാണ്ടാവുള്ളൂ. and അത് മാത്രമല്ല വിഡോസ് അല്ലേ, വിഡോസ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിഡോസിന് എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, വിഡോസിന് റീമാരേജ്, അവർ പിന്നെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയ ആൾക്കാരായിക്കോട്ടെ, ചെറിയ കുഞ്ഞു കുട്ടികളായിരിക്കാം, അവരെന്താണ് അവർക്ക് റീമാരേജ്. ഓക്കെ, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? വേദ സമാജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് തന്നെ. ഇത് നമ്മൾ എല്ലാ ചാപ്റ്ററും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ABD സാറെ വിളിക്കാം അല്ലേ? യെസ്, ഇത്രയും ക്ലിയർ ആണെങ്കിൽ മക്കൾ എല്ലാവരും ഒരു ഗ്രീൻ ഹാർട്ട് തന്നെ. എല്ലാവരും ഒരു ഗ്രീൻ ഹാർട്ട് തന്നെ. യെസ്, ക്ലിയർ ആണല്ലേ? yes. ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? നമ്മൾ 3 ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രം ട്രേഡ് ടു ടെറിട്ടറി ആയിരുന്നു. ദെൻ ട്രൈബൽ ഡിക്യൂസ് ആൻഡ് വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ് ആയിരുന്നു. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് യെസ് വിമൻ കാസ്റ്റ് ആൻഡ് റിഫോംസ് ആയിരുന്നു. എല്ലാം റെഡി അല്ലേ? എല്ലാം റെഡി അല്ലേ? ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? യെസ്, ABD സാറ് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി ക്ലാസ് ആര് സെറ്റ് ആക്കി എടുത്ത് തരും? ABD സാർ. 2 ചാപ്റ്റർ കൂടെ അല്ലേ സാർ ഉള്ളത്? യെസ്, അങ്ങനുണ്ടോ? അപ്പൊ 3 ചാപ്റ്ററും കൂടെ കഴിഞ്ഞ ഹിസ്റ്ററി നമ്മൾ സെറ്റ് ആക്കി. നാളെ നമുക്ക് ജോഗ്രഫി കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളത് നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ, അപ്പൊ മക്കളെ എല്ലാവരെയും നാളെ കാണാം. ABD സാർ സെറ്റ് ആക്കി കൊടുക്കും. ഓക്കെ, റെഡി? ഇതിലാണ്
വാ മക്കളൊക്കെ പവറിൽ തന്നെ ഉണ്ടല്ലേ. ഓക്കെ, യെസ്. ബാക്കി 2 ചാപ്റ്റേഴ്സ് കൂടി മക്കളെ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാം. 3 ചാപ്റ്റേഴ്സ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ മക്കൾക്കറിയാം ചെറിയൊരു ചാപ്റ്ററാണ്. ബാക്കി മെയിനായിട്ട് 2 ചാപ്റ്റേഴ്സാണ് ലെങ്തി ചാപ്റ്റർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്തായാലും 3 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ സെറ്റാക്കി പോകാം കേട്ടോ. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് വെൻ പീപ്പിൾ ട്രബിൾ 1857 ആൻഡ് ആഫ്റ്റർ എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലടാ? യെസ്. പെട്ടെന്ന് മാം 3 ചാപ്റ്റർ സെറ്റാക്കി തന്നു അല്ലേ. ഇനി നമുക്ക് പെട്ടെന്ന് ബാക്കി 3 ചാപ്റ്റേഴ്സ് കൂടി ഇപ്പം സെറ്റാക്കും. ഇപ്പം റെഡിയാവും കേട്ടോ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനമായിട്ടും എടുക്കാനുള്ളത് 1857 ഈ റിവോട്ട്. 1857 റിവോട്ട് ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അതുപോലെ തന്നെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ് മക്കളെ? ഷിപ്പോയ് റൊബലിയൻ അല്ലേ. ഷിപ്പോയ് റൊബലിയൻ എന്ന പേരിൽ കൂടി ചെയ്യുന്നുണ്ട്. ഇത് അറിയപ്പെടുന്നുണ്ട്. 1857 റിവോട്ട് ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആൻഡ് ഷിപ്പോയ് റൊബലിയൻ നമുക്ക് കാണാൻ പറ്റും. ഷിപ്പോയ് റൊബലിയൻ അതുപോലെ തന്നെ 1857 റിവോട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റിവോട്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണ്, ആ മൂവ്മെൻറ്റ് എവിടേക്കാണ് ഉണ്ടായത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഫസ്റ്റായിട്ടും നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് since the mid-18th century, Nawabs and Rajas had seen their power erode. They had gradually lost their authority and honor. രാജാസും അതുപോലെ നവാബ്സ് ഒക്കെ കാണാണ് ബ്രിട്ടീഷേഴ്സിൻ്റെ റൂള് അവരുടെ പവർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രാജാസ് നവാബ്സ് എന്നൊക്കെ പറയുന്നത് ലോക്കൽ റൂളേഴ്സ്. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ലോക്കൽ റൂളേഴ്സ് ആണ്. ആ ലോക്കൽ റൂളേഴ്സ് എന്ത് റിയലൈസ് ചെയ്യാണ്, ബ്രിട്ടീഷേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പവേഴ്സ് ഒക്കെ കുറക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. അവരുടെ പവേഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനുള്ളതായിട്ട് അവർക്ക് എന്ത് ചെയ്യാണ്, ഫീൽ ചെയ്യാണ്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, റെസിഡൻസ് ഹാഡ് been stationed in many courts. The freedom of rulers reduced, their armed forces disbanded and their revenues and territories taken away by stages. അപ്പോൾ അവരുടെ പവറൊക്കെ കുറയുന്നു, അവരുടെ ടെറിട്ടറീസ് ഒക്കെ ബ്രിട്ടീഷേഴ്സ് പിടിച്ചെടുക്കുന്നു, അവരുടെ ഈ പറയുന്ന ആർമിയൊക്കെ ഡിസ്ബാൻഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടലി ബ്രിട്ടീഷേഴ്സ് അവരുടെ ഇൻറ്റേർണലൈസ്ഡ് അഫയേഴ്സിൽ ഇൻവോൾവ് ആവുകയാണ് അല്ലെങ്കിൽ ഇൻ്റർഫിയർ ആവുകയാണെന്ന് ആർക്ക് തോന്നുകയാണ്, ഈ പറഞ്ഞ ലോക്കൽ റൂളേഴ്സിന് ഫീൽ ചെയ്യാണ്. അപ്പോൾ ലോക്കൽ റൂളേഴ്സ് എന്ത് ചെയ്യും, യെസ് many ruling families tried to negotiate with the company to protect their interest. എന്ത് ചെയ്യാൻ തുടങ്ങി, പല ലോക്കൽ റൂളേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കമ്പനിയായിട്ട് നെഗോഷിയേഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. കമ്പനിയായിട്ട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. പക്ഷേ കമ്പനി വില്ലിങ് ആവുന്നില്ല. കമ്പനി ഇവരുടെ ഒരു ഡിമാൻഡും എന്ത് ചെയ്യുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നു ഈ സമയത്ത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യാണ്, പല റൂളേഴ്സും റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതിൽ നമ്മളിവിടെ പറയുന്നുണ്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നൊരു ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. Rani Lakshmi Bai of Jhansi wanted to company to recognize her adopted son as the heir to kingdom after the death of her husband. അപ്പോൾ അഡോപ്റ്റഡ് സൺ, റാണി ലക്ഷ്മി ബായിയുടെ അഡോപ്റ്റഡ് സൺ, അത് അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ നെക്സ്റ്റ് റൂളറായിട്ട് ആരെ അഡ്രസ്സ് ചെയ്യണം, ഈ അഡോപ്റ്റഡ് സണ്ണിനെ അഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന ഡിമാൻഡ് ആര് മുമ്പോട്ട് വെക്കുന്നു, റാണി ലക്ഷ്മി ബായി മുമ്പോട്ട് വെക്കുന്നു. അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആര് തയ്യാറാവുന്നില്ല, ബ്രിട്ടീഷേഴ്സ് തയ്യാറാവുന്നില്ല. ബിക്കോസ് ഡോട്ടർ ഓഫ് ലാബ്സ് ബ്രിട്ടീഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഈ പറയുന്ന അഡോപ്റ്റഡ് സണ്ണൊന്നും എന്ത് ചെയ്യില്ല, ഈ റൂളേഴ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക അവരുടെ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ അഡോപ്റ്റഡ് സൺ പോരാ, അല്ലെങ്കിൽ ഈ പറയുന്ന അഡോപ്റ്റ് ചെയ്തോടുള്ള മക്കൾ പോരാ, എന്ത് വേണം, അവർക്ക് തന്നെ ജനിക്കുന്ന മക്കൾ വേണം എന്നൊരു ഡിമാൻഡ് ആരും മുമ്പോട്ട് വെക്കുന്നു, ബ്രിട്ടീഷേഴ്സ് മുമ്പോട്ട് വെക്കുന്നു. അപ്പോൾ അഡോപ്റ്റഡ് സൺ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. അതായത് ആ പവർ ആര് പിടിച്ചെടുക്കും അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറി ആര് പിടിച്ചെടുക്കും, ബ്രിട്ടീഷേഴ്സ് പിടിച്ചെടുക്കും എന്നുള്ള രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. റാണി ലക്ഷ്മി ബായിക്ക് മാത്രമല്ല നാനാ സാഹേബ് അഡോപ്റ്റഡ് സൺ ഓഫ് പേഷ്വാ ബാജിറാവുയുടെ സെക്കൻഡിൻ്റെ അഡോപ്റ്റഡ് സൺ ആയിരുന്നു ആര്, നാനാ സാഹേബ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പ്ലീഡഡ് ദാറ്റ് ഗിവൺ ദ ഫാദേഴ്സ് പെൻഷൻ വെൻ ലേറ്റർ ഡാഡ് അവർ കമ്പനി കോൺഫിഡൻറ്റ് ഓഫ് ഇറ്റ്സ് സുപ്പീരിയറിറ്റി ആൻഡ് മിലിറ്ററി പവേഴ്സ് ടേൺ ഡൗൺ ദീസ് പ്ലീസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നാനാ സാഹേബ്, സോറി മക്കളെ ഇക്കിള് വരുന്നുണ്ട്. നാനാ സാഹിബ് എന്ന് പറയുന്നത് ആരുടെ മകനാണ്, പേഷ്വാ എന്താ പറയുക ബാജിറാവു സെക്കൻഡിൻ്റെ മകനാണ്, അഡോപ്റ്റഡ് സണ്ണാണ്. അവരും ഈ ഒരു അഡ്രസ്സ് എന്താ പറയുക ഈ ഒരു ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നു. അതായത് അവരുടെ പാരൻസിൻ്റെ എന്താ പറയുക മരണത്തിന് ശേഷം കൊടുക്കുന്ന പെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ഡിമാൻഡ് കൂടി മുമ്പോട്ട് വെക്കുന്നു. ബിക്കോസ് ഡോട്ടർ ഓഫ് ലാബ്സ് പ്രകാരം എന്ത് കണ്ടിന്യൂ ചെയ്യൂല, അതായത് അഡോപ്റ്റഡ് ഡോട്ടേഴ്സ് അല്ലെങ്കിൽ അഡോപ്റ്റഡ് സണ്ണാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കിങ്ഡം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ആ ഒരു പവർ അവർക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടുമെന്നൊരു സിസ്റ്റമായിരുന്നു ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്, ബ്രിട്ടീഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഈ സമയത്താണ് അവധ് വാസ് വൺ ഓഫ് ദ ലാസ്റ്റ് ടെറിട്ടറീസ് ടു ബി അനക്സ്ഡ് ഇൻ 1801. A subsidiary alliance was imposed on Awadh and 1856 it was taken over. Governor General Dalhousie declared that territory was being misgoverned by the British rule, and British rule was needed to ensure the proper administration. അപ്പോൾ ഡോക്ടർ ഓഫ് ലാബ്സിലൂടെ ഇവരുടെ ടെറിട്ടറിയും അതുകൂടാതെ
സബ്സിഡിയറി അലയൻസിലൂടെ, ഓക്കെ, സബ്സിഡിയറി അലയൻസിലൂടെ എന്താ പറയുക, അവധ് എന്ന് പറയുന്ന റീജിയനും ആര് പിടിച്ചെടുക്കാണ്, ബ്രിട്ടീഷേഴ്സ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്താണ്. അപ്പോൾ അവധ് എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുമ്പോൾ ബ്രിട്ടീഷേഴ്സ് പറയുന്നത് മിസ് ഗവേൺഡ് ആണ്, അവിടുത്തെ റൂളേഴ്സ് മിസ് ഗവേൺഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ റൂളിംഗ് സ്റ്റൈൽ ശരിയല്ല, അവർ കുറേ അധികം എന്ത് ചെയ്യുന്നുണ്ട്, ഭരിക്കുന്ന രീതികളൊന്നും ശരിയല്ല, അതുകൊണ്ട് ഈ റീജിയൻ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവധ് ആര് പിടിച്ചെടുക്കുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇൻ 1849 ഗവർണർ ജനറൽ ഡൽഹൌസി അനൗൺസ്ഡ് ദാറ്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബഹദൂർ ഷാ സഫർ the family of the king would be shifted out of the Red Fort and given to the another place Delhi into reside. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കിങ്ഡം അല്ലെങ്കിൽ ഈ പറയുന്ന കിങ്ങിൻ്റെ റൂൾ എൻ്റെ ആണ് ഇതോടുകൂടി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബഹദൂർ ഷാ സഫറിൻ്റെ മരണത്തോടുകൂടി എന്ത് അവസാനിക്കും, ഈ ഒരു റൂളേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കിങ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻസ് ഒക്കെ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന റെഡ് ഫോർട്ടിലുള്ള അവരുടെ വീടും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ പാലസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, യെസ്, ഈ പറയുന്ന ഡൽഹിയിൽ എവിടെ പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി എന്തില്ല, ഈ കിങ് എന്ന് പറയുന്ന ടേം ഇവിടെ ഇല്ല, ഈ ഇന്ത്യയിൽ ഇല്ല എന്നാണ് ഡിക്ലെയർ ചെയ്യാണ് ഗവർണർ ജനറൽ ആയിട്ടുള്ള ഡൽഹൌസി ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ എന്ത് അവസാനിക്കാൻ പോവാണ്, ഈ കിങ്ങും അന്നുണ്ടായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന റൂളേഴ്സൊക്കെ എൻഡ് ചെയ്യാൻ പോവാണ് എന്നൊരു ഡിക്ലറേഷനാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻ 1856 ഗവർണർ ജനറൽ കാനിങ് ഡിസൈഡഡ് ദാറ്റ് ബഹദൂർ ഷാ സഫർ വുഡ് ബി ദ ലാസ്റ്റ് മുഗൾ കിങ് ആൻഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത് നൺ ഓഫ് ഹിസ് ഡിസെൻഡ് വുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് കിസ് ദേ വുഡ് ജസ്റ്റ് കോൾഡ് പ്രിൻസസ്. അപ്പോൾ ബഹദൂർ ഷാ സഫറാണ് എന്ത് ലാസ്റ്റ് കിങ്. ബഹദൂർ ഷാ സഫറിന് ശേഷം വരുന്ന ആൾക്കാരും കിങ് ആയിട്ട് അറിയപ്പെടില്ല, ജസ്റ്റ് പ്രിൻസസ് എന്ന് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, വിളിക്കുള്ളൂ. കിങ് എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്, എൻഡ് ചെയ്യാണ് എന്നാണ് ഡിക്ലെയർ ചെയ്യാണ്. യെസ്, നമുക്കിവിടെ കാണാൻ പറ്റും കാനിങ് ജനറൽ ആയിട്ടുള്ള കാനിങ് എന്ത് ചെയ്യാണ്, ഡിക്ലെയർ ചെയ്യാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അതുവരെ ഉണ്ടായിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതായത് പ്രിൻസ്ലി റൂളേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ റൂളേഴ്സ്, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഉണ്ടായിട്ടുള്ള പവേഴ്സ് ഒക്കെ എന്താ പറയുക, ഗ്രാജുവലി എന്ത് ചെയ്യാണ്, റിഡ്യൂസ് ചെയ്യപ്പെടാണ്. ആരുടെ പീരീഡ് നമുക്ക് കാണാൻ പറ്റുന്നത്, ബ്രിട്ടീഷേഴ്സിൻ്റെ പീരീഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ആർക്ക് ഉണ്ടാവുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ലോക്കൽ റൂളേഴ്സിന് ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് എന്ത് വരുന്നത്, പെസൻസ് ആൻഡ് ഷിപ്പോയ്സിൻ്റെ ഭാഗത്തും റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. പെസൻസ് ആൻഡ് ഷിപ്പോയ്സ് എന്ന് പറയുമ്പോൾ ഷിപ്പോയ്സിൻ്റെ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഷിപ്പോയ്സ് എന്താ പറയുക, ഈ പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സും അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന മിലിറ്ററിയിലെ ഏറ്റവും ലോ സ്റ്റാറ്റസ് ഒക്കെ ആയിരുന്നു ആർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഷിപ്പോയ്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ സോൾജേഴ്സിന് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതുകൂടാതെ ഷിപ്പോയ്സിനോട് എന്ത് പറഞ്ഞിരുന്നു, ഓവർസീസ് അവരെന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം, അതായത് സീ കടന്നുകൊണ്ടൊക്കെ അവരെന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ റിലീജിയസ് ആയിട്ട് അത് ഷിപ്പോയ്സിൻ്റെ ബിലീഫ്സിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതുകൂടാതെ ഗാഡ്രിഡ്ജ് ന്യൂലി എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗാഡ്രിഡ്ജ്, അതിൽ ലൈക്ക് പിഗിൻ്റെയും കൗവിൻ്റെ ഒക്കെ എന്തുണ്ടായിരുന്നു, ഗീസ് ഉണ്ടായിട്ടുള്ള ഒരു ഗാഡ്രിഡ്ജ് ആയിരുന്നു ബ്രിട്ടീഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അത് ഫോഴ്സ്ഫുള്ളി ഉപയോഗിക്കണം ആരോട് പറയാണ്, ഷിപ്പോയ്സിനോട് പറയാണ്. അതിനെ റിഫ്യൂസ് ചെയ്യുന്ന ഷിപ്പോയ്സിനെ പണിഷ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ റിഫ്യൂസ് ചെയ്തിരുന്ന മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഷിപ്പോയെ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും മംഗൾ പാണ്ഡെ എന്ത് ചെയ്യാണ്, ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഷിപ്പോയി ആരാണോ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്തിരുന്നത് ആ ഓഫീസറെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യുകയും ആ ഓഫീസർ മരിച്ചു പോവുകയും അതിനെ തുടർന്ന് മംഗൾ പാണ്ഡെ ഹാങ് ചെയ്യുകയും അതിനുശേഷമാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഷിപ്പോയ് റെബല്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷിപ്പോയ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഹ്യൂജ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് ആഫ്റ്റർ ദിസ് ആണ് നമുക്ക് കാണാൻ പറ്റും. മംഗൾ പാണ്ഡെ എന്തിയാണ്, മംഗൾ പാണ്ഡെ ഈ പറയുന്ന പോലെ തന്നെ തൂക്കിലേറ്റിയോട് കൂടിയാണ് ഷിപ്പോയ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവുന്നത്, റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഒബ്വിയസ്ലി ഇന്ത്യയിലെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളെയും ഇന്ത്യൻസിൻ്റെ റിലീജിയസ് വ്യൂസിനെയും ബിലീഫ്സിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നൽ ആർക്ക് ഉണ്ടാവുന്നുണ്ട്, ഇന്ത്യൻസിന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻസ് എന്ത് ചെയ്യാണ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രിയിൽ ഇന്ത്യൻസ് എന്ത് ചെയ്യാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് 1-2 എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ ലൈക്ക് ഷിബോ ഈ പറയുന്ന പോലെ തന്നെ സതി സ്റ്റോപ്പ് ചെയ്തത് ഇന്ത്യയിലെ റിലീജിയസ് ആയിട്ടുള്ള വ്യൂസിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ളൊരു തോന്നലായിരിക്കും ഉണ്ടായിരുന്നു. ഇന്ത്യൻസിനുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കൈൻഡ് ഓഫ് കാര്യങ്ങളിലും ആരിടപെടാണ്, ബ്രിട്ടീഷേഴ്സ് ഇടപെടാണെന്നുള്ള തോന്നലാണ് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു തോട്ട് ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലായിരുന്നു അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എൻറ്റയർ ദ ഇന്ത്യ പാർട്ട് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫ്രം മീററ്റ് ടു ഡൽഹി, മീററ്റിൽ നിന്നാണ് ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ക്യുക്കായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി എന്ത് ചെയ്തിട്ടുണ്ട് സ്പ്രെഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൺ 8 April 1857 a young soldier Mangal Pandey was hanged to death for attacking his officer ബാരക്പൂരിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസർ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിൽ മംഗൾ പാണ്ഡെ എന്ത് ചെയ്യാണ്, ഹാങ് ചെയ്യാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ്
Some days later, some shipboys of the regiment at Meerut refused to do the army drill using the new gadgets, which were suspected of being coated with the fat of cows and pigs. അപ്പോൾ കൗസിൻ്റെയും പിഗ്സിൻ്റെ ഒക്കെ എന്താ പറയുക ഗീസുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് എന്ന് സസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷിബോയ്സ് എന്ത് ചെയ്തു, അത് യൂസ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്തു, അത് യൂസ് ചെയ്യാൻ വില്ലിങ് ആയില്ല. അങ്ങനെ അവരും എന്ത് ചെയ്യാണ്, പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം മിററ്റ് 9th May 1857, 85 shipboys were dismissed from the service and sentenced to do 10 years in jail for disobeying their officers. This happened on 9th May 1857. അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ തന്നെ 85 ഷിബോയ്സിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജയിലിലേക്ക് അടക്കുന്നത്. ഈ പറയുന്ന അപ്പർ ഓഫീസേഴ്സിന് എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ അടക്കമാണ് ചെയ്യുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് ഷിബോയ്സ് എന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, the response of the other Indian soldiers in Meerut was quite extraordinary. On 10th May, the soldiers marched to the jail in Meerut and released the imprisoned shipboys. അപ്പോൾ ഷിബോയ്സിനൊക്കെ ഇംപ്രിസൺ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ജയിലിൽ അടച്ചിട്ടുള്ള ഷിബോയ്സിനൊക്കെ എന്ത് ചെയ്യാണ്, റിലീസ് ചെയ്തുകൊണ്ട് ലൈക്ക് സോൾജേഴ്സ് എന്ത് ചെയ്യാണ്, മാർച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഈ പറയുന്ന ജയിലിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം ബ്രിട്ടീഷേഴ്സ് വിചാരിച്ചിരുന്നത് അത് ക്യൂക്കായിട്ട് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും, മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നായിരുന്നു ബ്രിട്ടീഷേഴ്സ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവരുടെ കൈ വിട്ട് പോവാണ് നമുക്ക് കാണാൻ പറ്റും. ദ സോൾജേഴ്സ് വെർ ഡിറ്റർമൈൻഡ് ടു ബ്രിങ് ആൻഡ് ദർ റൂൾ ഇൻ ദ കൺട്രി, ബട്ട് who ruled the land instead? The soldiers had answered to this question Mughal Emperor Bahadur Shah Zafar. അപ്പോൾ ബ്രിട്ടീഷ് റൂൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക, ബ്രിട്ടീഷ് റൂൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക, ഒരു ഇന്ത്യൻ റൂൾ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആരായിരുന്നു നെക്സ്റ്റ് റൂൾ, അല്ലെങ്കിൽ ആരായിരിക്കും നെക്സ്റ്റ് റൂളർ എന്ന ക്വസ്റ്റ്യനും സോൾജേഴ്സിന്റെ കയ്യിൽ നിന്ന് ആൻസർ ഉണ്ടായിരുന്നു. യെസ്, അവരുടെ ബഹദൂർ ഷാ സഫറിനെ നെക്സ്റ്റ് എംപറർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ ആര് തീരുമാനിക്കുന്നു, സോൾജേഴ്സ് തീരുമാനിക്കുന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് the shipboys of Meerut rode all night of 10th May to reach Delhi in the early hours next morning. As news of their arrival spread, the regiments stationed in Delhi also rose up in rebellion. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഷിബോയ്സ് എന്ത് ചെയ്യാണ്, രാത്രി മൊത്തം മാർച്ച് ചെയ്തുകൊണ്ട് എവിടെത്താണ് May 10th എവിടെത്തെയാണ് ഈ പറയുന്ന എന്താ പറയുക മോർണിംഗ് ആവുന്ന സമയം നെക്സ്റ്റ് മോർണിംഗ് May 10th മാർച്ച് ചെയ്ത് നെക്സ്റ്റ് മോർണിംഗ് എവിടെത്താണ് ഡൽഹിയിലേക്ക് അവർ അറൈവ് ചെയ്യാണ് അല്ലെങ്കിൽ റീച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ വന്നതും ഈ മൂവ്മെന്റ്സിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, എൻറ്റയർ ഡൽഹിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, സ്പ്രെഡ് ആവാൻ തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് the emperor was not quite willing to challenge the mighty British power, but the soldiers persisted. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബഹദൂർ ഷാ സഫർ ഈ സോൾജേഴ്സിന്റെ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പെട്ടെന്ന്. കാരണം ഇദ്ദേഹം കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ബ്രിട്ടീഷേഴ്സിനെ എന്താ പറയുക ഒപ്പോസ് ചെയ്യാന്ന് പറയുന്ന അത്ര ഈസി കാര്യമല്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റൂളർ അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബഹദൂർ ഷാ സഫറിന് എന്ത് ചെയ്യുന്നു, ചെറിയൊരു പേടി ഉണ്ടാവുന്നു. പക്ഷേ സോൾജേഴ്സ് പറയുന്നു നിങ്ങൾ ആയേ പറ്റുള്ളൂ, നെക്സ്റ്റ് ഇന്ത്യയുടെ റൂളർ നിങ്ങൾ ആയേ പറ്റുമെന്ന് സോൾജേഴ്സ് പറയുന്നു. The forced together into way into the palace and proclaimed Bahadur Shah Zafar as their leader. അതിനുശേഷം അവരെന്ത് ഡിക്ലെയർ ചെയ്യുന്നു, യെസ് ഞങ്ങളുടെ ലീഡർ ആരാണ്, ബഹദൂർ ഷാ സഫറാണ് ഇന്ത്യയുടെ റൂളർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലീഡർ എന്ന് ആര് ഡിക്ലെയർ ചെയ്യുന്നു, സോൾജേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ദ ഏജിങ് എംപർ ഹാഡ് ടു അക്സെപ്റ്റ് ദിസ് ഡിമാൻഡ്. ഹി റോട്ട് ലെറ്റേഴ്സ് ടു ഓൾ ചീഫ്സ് ആൻഡ് റൂളേഴ്സ് ഓഫ് ദ കൺട്രി ടു കം ഫോർവേഡ് ആൻഡ് ഓർഗനൈസ് എ കോൺഫറൻസി ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ദെൻ ദ സിംഗിൾ സ്റ്റെപ്പ് ടേക്കൻ ബൈ ബഹദൂർ ഷാ സഫർ ഹാഡ് ഗ്രേറ്റ് ഇംപ്ലിക്കേഷൻ. അപ്പോൾ ബഹദൂർ ഷാ സഫർ എന്ത് ചെയ്യുന്നു, യെസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, യെസ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഓക്കെ ഞാനാണ് റൂളർ, ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എല്ലാ ലോക്കൽ റൂളേഴ്സിനും എന്ത് സെൻഡ് ചെയ്യുന്നു, ഒരു ലെറ്റർ ഒക്കെ സെൻഡ് ചെയ്യുന്നു, ഞാൻ നെക്സ്റ്റ് റൂളറായി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ബ്രിട്ടീഷേഴ്സിനെ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യണം, എൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ആര് ഡിക്ലെയർ ചെയ്യുന്നു, ബഹദൂർ ഷാ സഫർ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ ബാക്കി ലോക്കൽ റൂളേഴ്സിന് തോന്നാണ് ബഹദൂർ ഷാ സഫറുള്ള സമയത്ത് അവരെന്ത് ചെയ്തിരുന്നു, അവർക്ക് പവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് അവരുടെ എന്താ പറയുക ഇന്റേണൽ അഫയേഴ്സിൽ ഇടപെടുന്നുണ്ട്, പക്ഷേ ബഹദൂർ ഷാ സഫർ ഇടപെടില്ല. അപ്പോൾ തോന്നാണ് ദ മുഗൾ ഡൈനാസ്റ്റി ഹാഡ് റൂൾഡ് ഓവർ എ വെരി ലാർജ് പാർട്ട് ഓഫ് ദ കൺട്രി. മോസ്റ്റ് സ്മോളർ റൂളേഴ്സ് ആൻഡ് chieftains control different territories behalf of the Mughal rulers. ഓക്കെ, മുഗൾ റൂളേഴ്സ് വലിയ ഏരിയ തന്നെ ഗവേൺ ചെയ്തിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തിരുന്നു, ലോക്കൽ റൂളേഴ്സിന് ദർ ഓൺ പവറും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ബ്രിട്ടീഷേഴ്സിന് അണ്ടറിൽ അത് പറ്റുന്നില്ല. ത്രെറ്റൻഡ് ബൈ ദ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ, മെനി ഓഫ് ദം ഫെൽറ്റ് ദാറ്റ് ഇഫ് ദ മുഗൾ എംപറർ കുഡ് ബി റൂൾ അഗെയിൻ ദേ ടു വുഡ് ബി ഏബിൾ ടു റൂൾ ദർ ഓൺ ടെറിട്ടറീസ് വൺസ് മോർ അണ്ടർ ദ മുഗൾ ടെറിട്ടറി. അപ്പോൾ ഈ പറയുന്ന ലോക്കൽ റൂളേഴ്സിന് തോന്നാണ് ബ്രിട്ടീഷേഴ്സ് ഒന്നാൽ പോസിബിൾ അല്ല, ഞങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷേഴ്സ് ഇടപെടുന്നുണ്ട്, ബ്രിട്ടീഷ് റൂൾ ഞങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവേണിങ്ങിനെ ത്രെറ്റൻ ചെയ്യുന്നുണ്ട്. പക്ഷേ മുഗൾ റൂളേഴ്സ് എഗെയിൻ വരാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഞങ്ങളുടെ പവേഴ്സൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് തോന്നൽ ആർക്കുണ്ടാവാണ്, ലോക്കൽ റൂളേഴ്സിന് ഉണ്ടാവാണ്. അങ്ങനെ അവർ ആര് അക്സെപ്റ്റ് ചെയ്യാണ്, ഈ പറയുന്ന ബഹദൂർ ഷാ സഫറിന്റെ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യാണ്. ദ ബ്രിട്ടീഷ് ഹാഡ് നോട്ട് എക്സ്പെക്റ്റഡ് ദിസ് ടു ഹാപ്പൻ. ദേ തോട്ട് ടു ദ ഡിസ്റ്റർബൻസ് കോസ്ഡ് ബൈ ദ ഇഷ്യൂ ഓഫ് ദ കാഡ്രിഡ്ജ് വുഡ് ബി die down, but Bahadur Shah Safar's decisions to bless that rebellion changed the entire situation dramatically. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് വിചാരിച്ചിരുന്നത് ആ കാഡ്രിഡ്ജിന്റെ ഇഷ്യൂ ചെറിയ ഇഷ്യൂ
സില്ലി മാറ്റർ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും സ്ലോ ഡൗൺ ആവും എന്നായിരുന്നു ബ്രിട്ടീഷേഴ്സ് എക്സ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ ബഹദൂർ ഷാ സഫർ ഇത് കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തതോടുകൂടി അവരുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ വരുന്നു. കാരണം എന്താണ് എല്ലാ റൂളേഴ്സും എല്ലാ കൈൻഡ് ഓഫ് പീപ്പിൾസും ഒക്കെ ആരെ സപ്പോർട്ട് ചെയ്യാണ്, ബഹദൂർ ഷാ സഫറിനെ സപ്പോർട്ട് ചെയ്യാണ്, സോൾജേഴ്സിനെ സപ്പോർട്ട് ചെയ്യാണ്. എല്ലാ കൈൻഡ് ഓഫ് പീപ്പിൾസും പെസൻസും ആർട്ടിസാൻസും സോൾജേഴ്സും ലോക്കൽ റൂളേഴ്സ് ഒക്കെ കൂടിയുള്ള ഒരു മൂവ്മെന്റ് ആണ്. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് കുറേ ആളുകളുണ്ട് അല്ലേ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾസ് അവിടെ ഉണ്ട്, എല്ലാ ഏരിയാസിലും ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ മൂവ്മെന്റിന് എന്ത് ചെയ്യണം, സപ്രസ് ചെയ്യണം എന്നൊരു തോന്നലായിരിക്കും ഉണ്ടാവും, ബ്രിട്ടീഷേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം ഈ മൂവ്മെന്റ് എങ്ങനെയായിരുന്നു സ്പ്രെഡ് ചെയ്തിരുന്നത് നമുക്ക് നോക്കണം. ഏതൊക്കെ ഭാഗങ്ങൾ ആരൊക്കെയായിരുന്നു ഈ ഒരു മൂവ്മെന്റിന് ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കണം. നാനാ സാഹിബ് ദ അഡോപ്റ്റഡ് സൺ ഓഫ് ലേറ്റ് ബിഷപ്പ് ബാജി റാവോ who lived near Kanpur gathered armed forces and expelled the British garrison from the city. അപ്പോൾ നാനാ സാഹിബ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലീഡർ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ലീഡേഴ്സിൻ്റെ പേരുകളൊക്കെ മക്കൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അവർ എവിടെ ഏത് പ്രദേശങ്ങളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ. Then in Lucknow, British Qadar, the son of the deposed Nawab Wajid Ali Shah, was proclaimed the next Nawab. അപ്പോൾ എന്ത് ചെയ്യാണ് ബ്രിജീഷ് ഖാൻ എന്ത് ചെയ്യാണ് ദ സൺ ഓഫ് ഈ പറഞ്ഞ പോലെ തന്നെ നവാബ് വാജിദ് അലിയുടെ സണ്ണായിട്ടുള്ള എന്താ പറയുക ബ്രിജീഷ് ഖാൻ എന്ത് ഡിക്ലെയർ ചെയ്യാണ് നെക്സ്റ്റ് റൂളറായിട്ട് ഡിക്ലെയർ ചെയ്യാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് നവാബായിട്ട് ഡിക്ലെയർ ചെയ്യാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടു അക്നോളജ് suzerainty of Bahadur Shah Zafar, his mother Begum Hasrat Mahal took the active part of the organizing uprising against British. ബ്രിട്ടീഷേഴ്സിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റിൽ ആരുടെ ലീഡർഷിപ്പ് നമുക്ക് കാണാൻ പറ്റും, ബീഗം ഹസ്രത്ത് മഹലിന്റെ ലീഡർഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ മാതാവാണ് ആര്, നമ്മുടെ ബീഗം ഹസ്രത്ത് മഹൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ പൊക്കുന്നുണ്ട്. യെസ്, എന്താണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യണേ. നിങ്ങൾക്കറിയാം ലെങ്തി ചാപ്റ്ററാണ്, നമ്മൾ മാക്സിമം ഷോർട്ടാക്കി പറയുകയാണ്, മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു പോട്ടാ. ഓക്കെ ഓക്കെ ലേടാ. When people rebel and 1857 and after Anta chapter, yes, in Jhansi Rani Lakshmi Bai ആണ് ഈ റെബലിയൻ ലീഡർഷിപ്പ് കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. താന്തിയ തോപ്പിയും ഉണ്ട്, അതുപോലെ തന്നെ നാനാ സാഹിബിൻ്റെയും ലീഡർഷിപ്പ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പാർട്ടിൽ ഡിഫറെൻറ്റ് റൂളേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലീഡേഴ്സ് ഉള്ള ഒരു മൂവ്മെൻറ്റ് കൂടിയായിരുന്നു ഇത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുകൂടാതെ മെനി ന്യൂ ലീഡേഴ്സ് കെയിം, ഫോർ എക്സാമ്പിൾ ഹമുദുല്ല ഷാ എ മൗലവി ഫ്രം ഫൈസാബാദ് പ്രൊപ്പോസ്ഡ് ദാറ്റ് ദ റൂൾ ഓഫ് ദ ബ്രിട്ടീഷ് ഷുഡ് ബി ക്യാം ടു എൻഡ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് അഹമ്മദുല്ല ഷാ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മൗലവിയാണ് ഫൈസാബാദ് ലീഡർഷിപ്പ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രിയിൽ ഡിഫറെൻറ്റ് ലീഡേഴ്സ് ഉണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റ് ആയിരുന്നു ഇത് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ബക്ത് ഖാൻ എ സോൾജർ ഫ്രം ബാർലി took charge a large force fighters who came to Delhi. He became a key military leader of rebellion. അപ്പോൾ കീ മിലിറ്ററി ലീഡർ ആയിട്ടാണ് ആര് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ബക്ത് ഖാൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഇനിയുണ്ട് ലീഡേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ഇൻ ബീഹാറിലാണെങ്കിൽ ഓൾ ജമീന്ദാർ ആയിട്ടുള്ള കൺവേഴ്സിംഗ് ആണ് ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സിലും ഡിഫറെൻറ്റ് ലീഡേഴ്സ് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക നാഷണൽ വൈഡ് മൂവ്മെൻറ്റ് ആയിരുന്നു ഇത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ 1857 റിവോർട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും ഒരു മാസ് മൂവ്മെൻ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ആ സമയത്ത് ഫ്രീഡം കിട്ടാതിരുന്നത്, 1857 തന്നെ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടേണ്ടതല്ലേ സാറേ എന്നൊരു സംശയം മക്കൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനുള്ള ഉത്തരവുണ്ട് നമുക്ക്. എത്ര വലിയ ഗ്രൂപ്പാണെങ്കിലും കമ്പനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സംബന്ധിച്ചിടത്തോളം എന്താണ്, യെസ്, എന്തായാലും സപ്രസ് ചെയ്യണം. ഓക്കെ, എന്തായാലും എന്ത് ചെയ്യണം, സപ്രസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുത്തുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അൺഅവേർഡ് ബൈ ദ സ്കെയിൽ ഓഫ് ദ അപ്ഹീവൽ ദ കമ്പനി ഡിസൈഡഡ് ടു റിപ്രസ് ദ റിവോർട്ട് വിത്ത് ഓൾ മൈറ്റ്. ബ്രിട്ടീഷേഴ്സ് എന്ത് റിയലൈസ് ചെയ്തു, ഇതെങ്ങനെയും അടിച്ചമർത്തിയേ പറ്റുള്ളൂ, ഈ ഒരു മൂവ്മെൻറ്റ് എന്താണ് എങ്ങനെയും സപ്രസ് ചെയ്തേ പറ്റൂ എന്ന് ബ്രിട്ടീഷേഴ്സ് ഡിസൈഡ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സും എന്ത് ചെയ്യാണ് സപ്രസ് ചെയ്യാണ് ആര് ചെയ്യുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then the British also tried to their best to win back loyalty of the people. They announced rewards of the loyal landlords and would be allowed to continue the enjoy traditional rights over their land. അപ്പോൾ പല റൂളേഴ്സിനും കില്ല് ചെയ്യുകയും അങ്ങനെ ബ്രിട്ടീഷേഴ്സ് എന്താണ് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്രിട്ടീഷേഴ്സിന് എന്ത് വേണം, പഴയ പവേഴ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി കമ്പനി എന്ത് ചെയ്യാണ്, എല്ലാ റൂളേഴ്സിനും എന്ത് ചെയ്യണം, അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്യാൻ വേണ്ടി ആരാണോ കമ്പനി ഓഫീസേഴ്സിനെ കില്ല് ചെയ്യാത്ത റൂളേഴ്സ്, കില്ല് ചെയ്യാത്ത ലാൻഡ് ലോഡ്സ്, അവർക്കൊക്കെ എന്ത് ചെയ്യാം, അവർക്കൊക്കെ മാപ്പ് തരാം, അവർക്കൊക്കെ പഴയ പൊസിഷൻസ് തരാം. ആര് ഡിക്ലെയർ ചെയ്യാണ്, കമ്പനി ഡിക്ലെയർ ചെയ്യാണ്. അത് ഒബ്വിയസ്ലി എന്തുണ്ടാക്കാണ്, കമ്പനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു വരുന്നു. പക്ഷെ എന്തായാലും
Those who had rebelled were told if they submitted to the British, and if they had not killed any white people, they would remain safe and their rights and claims and land would not be denied. അപ്പോൾ ആരാണോ ബ്രിട്ടീഷേഴ്സിനെ അഗൈൻസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, അതിൽ ആരാണോ ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനൊന്നും കില്ല് ചെയ്യാതിരുന്നില്ല, അവർക്കൊക്കെ എന്ത് ചെയ്യും, പവറും കാര്യങ്ങളൊക്കെ തിരിച്ചിടാം, ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്താൽ എന്ന് ഡിക്ലെയർ ചെയ്യാണ്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഈ ഒരു റെബൽ അവസാനിക്കുകയും ദ ബ്രിട്ടീഷ് ഹാഡ് റിക്കഗ്നൈസ്ഡ് കൺട്രോൾ ഓഫ് ദ കൺട്രി ബൈ ദ എൻഡ് ഓഫ് 1859, ബട്ട് ദേ വുഡ് നോട്ട് ക്യാരി ഓൺ റൂളിംഗ് ദ ലാൻഡ് with the same policies and anymore. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാണ്, തിരിച്ചു പിടിക്കാണ് പവർ. പക്ഷേ അതിനുശേഷം ആഫ്റ്റർ 1857 ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ പവർ ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവേഴ്സ് നഷ്ടപ്പെടുകയും ബ്രിട്ടീഷ് ക്യൂൺ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ഭരിക്കുന്നുണ്ട്, ഈ പറയുന്ന ഇന്ത്യ ഗവേൺ ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. എനിവേ ഈ ചാപ്റ്ററിൽ ഞാനിപ്പോൾ എന്താ പറയുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എനിവേ സ്ലൈഡ്സ് ഞാൻ കുറച്ച് അധികം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, this is Kerala sir, 100% literacy sir. Yes, ഓക്കെ ആണോടാ മക്കളെ, സെറ്റ് ആണോടാ, റെഡി ആണോടാ? ഓക്കെ ആണ്, സെറ്റ് ആണ്, റെഡി ആണെങ്കിൽ ഒരു ഫയർ കൂടി കമന്റ് ബോക്സിൽ ഇടാ. മുത്തുമണികളെ ഒരു ഫയർ കൂടി കമന്റ് ബോക്സിൽ ഇടാ. യെസ്, ഇനി നമുക്ക് 2 ചാപ്റ്റേഴ്സ് കൂടി എടുക്കാനുള്ളത്, റൂളിംഗ് ദ കൺട്രി സൈഡും അതുപോലെ തന്നെ ഹൗ, വെൻ ആൻഡ് വെയർ, 2 ചാപ്റ്റേഴ്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, എടുക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, റൂളിംഗ് ദ കൺട്രി സൈഡ് തന്നെ നമുക്ക് എടുക്കാം. കാരണം ഹൗ വെൻ ആൻഡ് വെയർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാപ്റ്ററാണ്, അത് ലാസ്റ്റ് നമുക്ക് എടുക്കാം. റൂളിംഗ് ദ കൺട്രി സൈഡാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ വന്ന് എടുക്കാൻ വന്നിട്ട് മക്കളെ. യെസ്, ഇവിടെ നമുക്ക് നോക്കാനുള്ളത് കമ്പനി ബിക്കംസ് ദിവാൻ എന്നുള്ള ടോപ്പിക് മുതലാണ്. കമ്പനി ബിക്കംസ് ദിവാൻ, കമ്പനിക്ക് എന്ത് കിട്ടാണ്? ഇത് കമ്പനി ബിക്കംസ് ദിവാൻ എന്നുള്ളത് മറ്റൊരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു. എന്താണ് കമ്പനി ദിവാൻ പവർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ARDBC നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചു തന്നു അല്ലേ. അപ്പോൾ കമ്പനി ദിവാനി പവർ കമ്പനിക്ക് കിട്ടാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ദിവാനി പവർ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദിവാനി പവർ കിട്ടിയതോടുകൂടി കമ്പനിക്ക് എന്താണ്, ഈ പറയുന്ന ഇന്ത്യയിൽ തന്നെ എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓൺ 12th August 1765 the Mughal emperor appointed the East India Company as the Diwan of Bengal. ബംഗാളിൽ ദിവാനായിട്ട് ആര് ഡിക്ലെയർ ചെയ്യാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിക്ലെയർ ചെയ്യാണ്. ആര് ചെയ്യുന്നത്? മുഗൾ എംപറർ ചെയ്യുന്നത്. ആസ് എ ദിവാൻ കമ്പനി ബിക്കെയിം ദ ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ ടെറിട്ടറി അണ്ടർ ഇറ്റ്സ് കൺട്രോൾ. കമ്പനി എന്തായി മാറുകയാണ്? ചീഫ് ഫിനാൻഷ്യൽ അതോറിറ്റി ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഈ ഒരു ടെറിട്ടറിയുടെ ചീഫ് ഫിനാൻഷ്യൽ അതോറിറ്റി ആയിട്ട് ആര് മാറുകയാണ്? അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ആര് മാറുകയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറുകയാണ് ചെയ്യുന്നത്. ഓർഗനൈസിംഗ് ലാൻഡ് റവന്യൂസ് റിസോഴ്സസ് ഈൽഡ് ഇനഫ് റവന്യൂ ടു മീറ്റ് ഗ്രോയിങ് എക്സ്പെൻസ് ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന എന്താണ് റവന്യൂയിലൂടെ കമ്പനിക്ക് എന്താണോ ഇന്ത്യയിൽ നിന്നും പർച്ചേസ് ചെയ്യേണ്ടത് അതൊക്കെ മീറ്റ് ചെയ്യാനും കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ്, ഇന്ത്യൻ പ്രോഡക്ട്സ് യൂറോപ്പിലേക്ക് സെൻഡ് ചെയ്യാനും കമ്പനിക്ക് എന്തിലൂടെ പറ്റുന്നുണ്ട്? ഈ പറയുന്ന ദിവാനി പവർ കിട്ടുന്നതിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പറ്റുന്നുണ്ട്. ഇനി അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ കമ്പനി ആഫ്റ്റർ ബീയിങ് അപ്പോയിൻറ്റഡ് ദിവാൻ. ദിവാൻ എന്ന് പറഞ്ഞ പൊസിഷൻസിൽ വന്നതിന് ശേഷം കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ കമ്പനി ബിക്കെയിം ദ ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ബംഗാൾ. ദെൻ ദേ കുഡ് നൗ അഡ്മിനിസ്റ്റർ ദ ലാൻഡ് ആൻഡ് റവന്യൂ റിസോഴ്സ് ഓഫ് ബംഗാൾ. ബംഗാളിലെ ലാൻഡും റവന്യൂ റിസോഴ്സ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള പവർ ആർക്ക് കിട്ടുന്നുണ്ട്? കമ്പനിക്ക് കിട്ടുന്നുണ്ട്. ദെൻ ദേ കുഡ് യൂട്ടിലൈസ് ദ റവന്യൂ ടു മീറ്റ് ദർ എക്സ്പെൻസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ എന്തിലൂടെ പറ്റുന്നുണ്ട്? ഈ കളക്ട് ചെയ്യുന്ന റവന്യൂയിലൂടെ പറ്റുന്നുണ്ട്. ദ കമ്പനി നൗ ഹാഡ് ടു ലിബർട്ടി ടു ട്രേഡ് ഇൻ ഓൾ ഗുഡ്സ് ഇറ്റ് വാണ്ടഡ് ടു. അപ്പോൾ അതിന് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ ഗുഡ്സാണ് അവർക്ക് ട്രേഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഗുഡ്സാണ് ഇവിടെ വിൽക്കേണ്ടത്, എന്തൊക്കെ ഗുഡ്സാണ് ഇവിടെ കച്ചവടം ചെയ്യേണ്ടത്, അതിനൊക്കെയുള്ള പവർ എന്തിലൂടെ കിട്ടുന്നുണ്ട്? ഈ പറയുന്ന ദിവാൻ പവർ കിട്ടുന്നതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് കുറേ അധികം പവേഴ്സ് എന്തിലൂടെ കിട്ടുന്നുണ്ട്? ഈ ഒരു ദിവാൻ പവർ കിട്ടുന്നതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ എയിം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദ റവന്യൂ. റവന്യൂ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ടു ബൈ ഫൈൻ കോട്ടൺ ആൻഡ് സിൽക്ക് ക്ലോത്ത് ആസ് ചീപ്ലി ആസ് പോസിബിൾ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഫൈൻ കോട്ടൺ അതുപോലെ തന്നെ എന്താണ് ലൈക്ക് സിൽക്കൊക്കെ മാക്സിമം ചെറിയ പൈസക്ക് തന്നെ കമ്പനിക്ക് കിട്ടണം. അതിലൂടെ ഫൈൻ ഗുഡ്സ് അവർക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഇതൊക്കെയായിരുന്നു കമ്പനിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള മാക്സിമം വെൽത്ത് യൂട്ടിലൈസ് ചെയ്യുക, ഇന്ത്യയിലുള്ള മാക്സിമം ഫണ്ട് അല്ലെങ്കിൽ മണി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആരുടെ എയിം എന്ന് പറയുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള മാക്സിമം റവന്യൂ ഇൻക്രീസ് ചെയ്യുക. അതിനുവേണ്ടി കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്കുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടാക്സസ് കമ്പനി എന്ത് ചെയ്യാണ്? ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റും റൈറ്റ് വാരി സിസ്റ്റവും മഹൽവാരി സിസ്റ്റവും.
ത്രീ മെത്തഡ് ഓഫ് റവന്യൂ കളക്ഷൻ അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമുക്ക് കാണാൻ പറ്റും. അതിൽ പെർമനൻറ്റ് മുതൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു പോവാം. പെർമനൻറ്റ് മെറ്റൽ എന്ന് പറയുക സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് 1793 ലോർഡ് എന്താ പറയുക കോൺവാലിസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആസ് പെർ ദിസ് സിസ്റ്റം ജമീന്ദാരി സിസ്റ്റം എന്ന പേരിൽ കൂടി ഈ ഒരു പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജമീന്ദാരി സിസ്റ്റം ബിക്കോസ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്രൊവിൻസസ് ഓഫ് ബംഗാൾ, ബീഹാർ, ഒറീസ ആൻഡ് വാരണാസി. ജമീന്ദാസ് വേർ റിക്കഗ്നൈസ്ഡ് ആസ് ലാൻഡ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്സ്. അപ്പോൾ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ആയിട്ട് ജമീന്ദാസിനെ ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ സിസ്റ്റം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജമീന്ദാരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, വൈ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ജമീന്ദാരി സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ ജമീന്ദാസ് വേർ റിക്കഗ്നൈസ്ഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ് എന്നുള്ളതുകൊണ്ടാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ജമീന്ദാരി സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ഇനി അതർ ഫീച്ചേഴ്സ് ഓഫ് ദീസ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ജമീന്ദാസ് വേ ഗിവൻ ടു ദ റൈറ്റ്സ് ടു കളക്ട് ദ റെന്റ് ഫ്രം ദ പെസൻസ്. പെസൻസിൻ്റെ കയ്യിൽ നിന്ന് റെന്റ് കളക്ട് ചെയ്യാനുള്ള പവർ ആയിരിക്കാണ് ജമീന്ദാസിനാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി വൈൽ ജമീന്ദാസ് ബിഗെയിം ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ദ ആക്ച്വൽ ഫാമേഴ്സ് ബിഗെയിം ടെനൻസ്. ജമീന്ദാസ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ആകുമ്പോൾ ആക്ച്വൽ ഫാമേഴ്സ് എന്തായി മാറും? ടെനൻസ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുടിയാന്മാരായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ ദ ടൈം ഓഫ് പുവർ ഈൽഡ്. പുവർ ഈൽഡ് ആണെങ്കിലും അല്ലെങ്കിൽ വളരെ എന്താ പറയുക ക്രോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടായാലും ടാക്സ് പേ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സിസ്റ്റം വരും. ദെൻ ദ ടാക്സ് വാസ് നോട്ട് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്. ടാക്സ് എന്തായിട്ട് തന്നെ പേ ചെയ്യണം? ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യണം. ക്രോപ്സിൻ്റെ ഒരു പോർഷൻ പോരാ, ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യണം എന്നുള്ള ഒരു സിസ്റ്റം കൂടി എന്തിലൂടെ വന്നു? ഈ പറഞ്ഞ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിലൂടെ വന്നു. ഇവിടുന്നാണ് റൈറ്റ് ടു വാരി സിസ്റ്റം 1820 ക്യാപ്റ്റൻ അലക്സാണ്ടറൈഡാണ് എന്ത് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി കുറച്ചും സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡെവലപ്പ് ചെയ്യുന്നത് തോമസ് മുൺറോ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് വാസ് എ പ്രൈമറി ലാൻഡ് റവന്യൂ സിസ്റ്റം ഓഫ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ പ്രൈമറി ആയിട്ടുള്ള ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം ആയിരുന്നത് ഈ പറയുന്ന റൈറ്റ് വാലി സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ദെൻ മേജർ ഏരിയാസ് ഓഫ് ഇൻട്രഡക്ഷൻ ഇൻക്ലൂഡഡ് മദ്രാസ്, ബോംബെ, പാർട്ട് ഓഫ് ആസാം. ഈ പറയുന്ന സിസ്റ്റം എന്താ പറയുക മദ്രാസിലും ബോംബെയിലും ആസാമിലെ ചില പാർട്ടിലുമായിരുന്നു എന്തുണ്ടായിരുന്നത് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടില്ല നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ ഓണർഷിപ്പ് റൈറ്റ്സ് വെയർ ഹാൻഡഡ് ഓവർ ടു ദ പെസൻസ്. ഈ പറയുന്ന റൈറ്റ് വാലി സിസ്റ്റത്തിൽ ഓണർഷിപ്പ് ലാൻഡിൻ്റെ ഓണർഷിപ്പ് പെസൻസിന് തന്നെയാണ്. ബട്ട് the British government collected taxes directly from the peasants. excessive tax, അതായത് ഓണർഷിപ്പ് ഒക്കെ ഉണ്ട്, പക്ഷേ ഓണർഷിപ്പ് ഒക്കെ ഈ പറയുന്ന ലാൻഡിൻ്റെ ഓണേഴ്സൊക്കെ പെസൻസ് തന്നെയാണ്. പക്ഷേ എക്സസീവ് എമൗണ്ട് ടാക്സ് പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആർക്കുണ്ടായിരുന്നു? ഫാമേഴ്സിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഫാമേഴ്സിന് അൺഎബിൾ ടു പേ ടാക്സ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഫാമേഴ്സിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ പറയുന്ന മണി ലെൻഡേഴ്സിനൊക്കെ എന്നൊക്കെ ലോണൊക്കെ അല്ലെങ്കിൽ പൈസ ഒക്കെ കടം വാങ്ങേണ്ടി വന്നു. അത് റീപേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. അങ്ങനെ അവരുടെ ലാൻഡ് ആര് സീസ് ചെയ്തു? മണി ലെൻഡേഴ്സ് സീസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയൊക്കെ എന്തിൽ കാണാൻ പറ്റും? റൈറ്റ് വാലി സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നാണ് മഹൽവാരി സിസ്റ്റം. 1822 ഹോക്ക് മെക്കൻസിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ലേറ്റർ ദ സിസ്റ്റം വാസ് റിഫോംഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് വില്യം ബെൻഡിങ്. വില്യം ബെൻഡിങ്ങിൻ്റെ പീരീഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സിസ്റ്റം റിഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ദിസ് സിസ്റ്റം ദ ലാൻഡ് വാസ് ഡിവൈഡഡ് ഇൻ ടു മഹൽസ്. ഈച്ച് മഹൽ കംപ്രൈസ് വൺ ഓർ മോർ വില്ലേജ്. അപ്പോൾ ലാൻഡുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മഹൽസ് ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. മഹൽസ് എന്ന് പറയുമ്പോൾ ഒരു വില്ലേജോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ വില്ലേജാണ് ഒരു മഹൽ എന്ന് പറയുന്നത്. ദെൻ ദ എൻറ്റയർ വില്ലേജ് ഓർ മഹൽ വാസ് കൺസിഡർ ആസ് ദ സിംഗിൾ യൂണിറ്റ് ഓഫ് ഫോർ ടാക്സ് കളക്ഷൻ. അപ്പോൾ ഈ ഒരു മഹലിനെ ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് വില്ലേജോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്താ പറയുക ഒരു മഹലിനെ എന്താണ് കൺസിഡർ ചെയ്യുക? ഒരു സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ആ വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും. ദ വില്ലേജ് ഹെഡ്മാൻ ഓർ വില്ലേജ് കമ്മിറ്റി വാസ് അസൈൻ ദ റെസ്പോൺസിബിലിറ്റി ടു ടാക്സ് കളക്ട്. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ആർക്കായിരിക്കും? യെസ്, ഈ പറയുന്ന പോലെ തന്നെ വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ദെൻ ഓണർഷിപ്പ് റൈറ്റ്സ് വെയർ വെസ്റ്റഡ് വിത്ത് ദ പെസൻസ്. ഓണർഷിപ്പ് റൈറ്റ്സ് ആയിരിക്കാണ് പെസൻസിനാണ്. ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ് ഇൻ ദി സിസ്റ്റം ടു. ഈ സിസ്റ്റത്തിലും ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് എക്സസീവ് തന്നെയാണ്. അപ്പോൾ റൈറ്റ് വാലിയിലാണെങ്കിലും മഹൽ വാലിയിലാണെങ്കിലൊക്കെ ടാക്സ് എന്ന് പറയുന്നത് എക്സസീവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായിരുന്നു? വലിയ ടാസ്ക് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസീസ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് അഫക്റ്റഡ് ദ അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിനെ ഇത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തു. ബിക്കോസ് അൺഎബിൾ ടു പേ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വന്നപ്പോൾ ഫാമേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ ലാൻഡ് സെയിൽ ചെയ്യാൻ തുടങ്ങി, മറ്റ് ജോബിലേക്ക് അവർ പോകാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ലോൺ ഫ്രം മണി ലെൻഡേഴ്സ് അറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഹൈ റേറ്റ് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ദെൻ ആൻഡ് ദ അഗ്രികൾച്ചർ ലാൻഡ് വാസ് സീസ്ഡ് ബൈ ദ മണി ലെൻഡേഴ്സ്. അപ്പോൾ എന്താണ്? അഗ്രികൾച്ചർ ലാൻഡ് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ലാൻഡ് ആര് സീസ് ചെയ്യും? മണി ലെൻഡേഴ്സ് സീസ് ചെയ്യും, പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ വന്നു. ദെൻ റൈറ്റ്സ് ഫ്ലഡ് ടു ദ കൺട്രി സൈഡ്. റൈറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ പറയുന്ന ഫാമേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? കൺട്രി സൈഡിലേക്ക് മാറി. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എന്താണ്
അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. വില്ലേജ് ബിക്കെയിംസ് എ ഡെസേർട്ട് ഇൻ മെനി റീജിയൻസ്. വില്ലേജിൽ ഫാമേഴ്സ് ഇല്ല, കൾട്ടിവേഷൻ നടക്കുന്നില്ല, അവിടെ ലൈക്ക് ഡെസേർട്ട് പോലെ, മരുഭൂമി പോലെ വില്ലേജുകളൊക്കെ ആയി മാറുന്ന ഒരു അവസ്ഥ വന്നു. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അത് നാളെ സൺഡേ ആ പള്ളി പോകണം, പെട്ടെന്ന് തീർക്കും മക്കളെ. യെസ് ഓക്കെ, നാളെ നോമ്പും തുടങ്ങണം അല്ലേ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ക്രോപ്സ് ഫോർ യൂറോപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ദി ബ്രിട്ടീഷ് ഓൾസോ റിയലൈസ്ഡ് ദാറ്റ് ദ കൺട്രി സൈഡ് കുഡ് നോട്ട് ഓൺലി yield റവന്യൂ, ഇറ്റ് കുഡ് ഓൾസോ ഗ്രോ ദ ക്രോപ്സ് ദാറ്റ് യൂറോപ്പ് റിക്വയർഡ്. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് എന്ത് റിയലൈസ് ചെയ്തു, ഈ പറയുന്ന റവന്യൂ കളക്ട് ചെയ്യാൻ മാത്രമല്ല ഈ പറയുന്ന കൺട്രി സൈഡ് അല്ലെങ്കിൽ വില്ലേജ് ഏരിയാസ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എന്തിനു കൂടി യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ലാൻഡായിട്ട് കൂടി എന്ത് ഉപയോഗിക്കാം, ഈ പറയുന്ന ഏരിയാസ് അല്ലെങ്കിൽ ഫാമിംഗ് സെക്ടർ ഉപയോഗിക്കാൻ ബ്രിട്ടീഷേഴ്സ് റിയലൈസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ബൈ ദ ലേറ്റ് 18th century ദ കമ്പനി വാസ് ട്രൈങ് ദ ബെഡ്സ് എക്സ്പാൻഡ് ടു ഇറ്റ് കൾട്ടിവേഷൻ ഓഫ് ഓപ്പിയം ആൻഡ് ഇൻഡിഗോ. ഓപ്പിയം അതുപോലെ ഇൻഡിഗോൻ്റെ ഒക്കെ കൾട്ടിവേഷൻ കമ്പനി എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. കാരണം കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ലാൻഡായിട്ട് എന്ത് കൺസിഡർ ചെയ്തു, ഈ പറയുന്ന ഫാമിംഗ് ലാൻഡ് കൺസിഡർ ചെയ്തു. സാറെ പാട്ട് പാടുന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ പാട്ടൊന്നും പാടാറില്ല മക്കളെ. യെസ് അക്കലടാ. ഇനി ജൂട്ട് ഇൻ ബംഗാൾ, പ്രധാനമായിട്ട് ഏതൊക്കെ ക്രോപ്സാണ് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ബംഗാളിൽ ജൂട്ട്, അസാമിൽ ടീ, അസാമിൽ ചായ, ഷുഗർ കെയിൻ ഇൻ ദ യുണൈറ്റഡ് പ്രോവിൻസ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ എന്താണ് ഷുഗർ കെയിനൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. പഞ്ചാബിലാണെങ്കിൽ വീറ്റ്, മഹാരാഷ്ട്രയിലും പഞ്ചാബിലാണെങ്കിൽ കോട്ടൺ, മദ്രാസിലാണെങ്കിൽ റൈസ്, ഇതൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്രോപ്സ് നമുക്ക് കാണാൻ പറ്റും. യെസ്, the demand for indigo, ഇന്ത്യൻ ഇൻഡിഗോക്ക് എന്തുകൊണ്ടാണ് ഡിമാൻഡ് വന്നതെന്ന് ചോദിച്ചാൽ ദ ക്ലോത്ത് മാനുഫാക്ചേഴ്സ് ആൻഡ് ഡയേഴ്സ് ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് സച്ച് ആസ് ഇറ്റലി, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ യൂസ്ഡ് ഇൻഡിഗോ ഫോർ ഡൈയിങ് ക്ലോത്ത്സ്. അപ്പോൾ ഈ പറയുന്ന സമയത്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നതും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ ഗ്രോ ചെയ്യുന്നതും. അപ്പോൾ ക്ലോത്തിന് കളേഴ്സ് ചെയ്യാൻ എന്തുണ്ടായിരുന്നില്ല, അന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലോത്ത് ഡയേഴ്സ് റിയലൈസ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ ഇൻഡിഗോ ആണ് അല്ലെങ്കിൽ ഇൻഡിഗോ ആണ് എന്ന് റിയലൈസ് ചെയ്യുകയും അങ്ങനെ ഇന്ത്യൻ ഇൻഡിഗോയുടെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്, കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യൻ ഇൻഡിഗോ പ്രൊഡക്ഷൻ വിച്ച് റിച്ച് ബ്ലൂ കളർ, എന്താ പറയുക, പ്രൊഡ്യൂസ്ഡ് റിച്ച് ബ്ലൂ കളർ. ഇന്ത്യൻ ഇൻഡിഗോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നല്ല റിച്ച് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടില്ല, നല്ല റിച്ച് ആയിട്ടുള്ള ബ്ലൂ കളർ കണ്ടില്ലേ. അപ്പോൾ ഈ റിച്ച് ബ്ലൂ കളർ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഇൻഡിഗോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഡ്രസ്സൊക്കെ ഡൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിഗോ ആയിരുന്നു. Then when the cotton production increased in Britain, there was the increased demand for cloth dyes. അപ്പോൾ കോട്ടൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ അത് എന്തിൻ്റെ ഡിമാൻഡ് കൂടി, ഈ പറയുന്ന കളേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൈ ചെയ്യാനുള്ള പ്രോഡക്ട്സിൻ്റെയും ഡിമാൻഡ് ഇവിടെ ഇൻക്രീസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് എന്തുണ്ടായിരുന്നു, ഓട് ഉണ്ടായിരുന്നു ഇൻഡിഗോക്ക് പകരം. പക്ഷേ ഓട് എന്ന് പറയുന്നത് പെയിൽ ആൻഡ് ഡൾ ആയിരുന്നു. ഓക്കെ, ഓട് ഉണ്ടായിരുന്നു, പക്ഷേ ഓട് എന്തായിരുന്നില്ല, ഇൻഡിഗോയെ റിപ്ലേസ് ചെയ്യാനുള്ള പവർ ആയിരിക്കും ഉണ്ടായിരുന്നില്ല, ഓട് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓട് ഈസിലി അവൈലബിൾ ആയിരുന്നു. പക്ഷേ അതേസമയം തന്നെ ഇൻഡിഗോ ആയിട്ട് കോമ്പറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് പറയുക, ഇൻഡിഗോ ഇറ്റ്സ് ബെസ്റ്റ് റിച്ച് ബ്ലൂ കളർ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓട് പ്രൊഡ്യൂസേഴ്സ് എന്ത് പറയുന്നുണ്ട്, ഈ ഇൻഡിഗോ ബാൻ ചെയ്യണം, ഇൻഡിഗോ ഇമ്പോർട്ട് ചെയ്യുന്നത് ബാൻ ചെയ്യണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡിഗോ ഇമ്പോർട്ട് ചെയ്യുന്നത് ബാൻ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലെ ആളുകളൊക്കെ, ഇൻഡസ്ട്രിയലിസ്റ്റുകളൊക്കെ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, ഈ ബാൻ റിമൂവ് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ ബാൻ റിമൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലൈക്ക് ഹൗ വാസ് ഇൻഡിഗോ കൾട്ടിവേറ്റഡ് എന്നുള്ള ടോപ്പിക്കാണ്. മെയിൻ സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ നിജുമുണ്ട്, റൈച്ചുമുണ്ട്. ടു എന്താ പറയുക സിസ്റ്റം ഓഫ് ഇൻഡിഗോ കൾട്ടിവേഷൻ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതൊക്കെയാണ് മക്കളെ, വൺ ഇസ് നിജ് ആൻഡ് അനദർ വൺ ഇസ് റൈച്ചി. ടു സിസ്റ്റം ഓഫ് ഇൻഡിഗോ കൾട്ടിവേഷൻ ആയിരുന്നു. വാട്ട്സ് നിജ് എന്ന് നമുക്ക് നോക്കാം. The planter produced indigo in lands that he directly owned. നിജ് എന്ന് പറയുമ്പോൾ പ്ലാന്റർ എന്താ പറയുക, ഡയറക്റ്റ്ലി ഓൺ ചെയ്യുന്ന ലാൻഡിലാണ് അവിടെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഹി either brought land or rented it from other ജമീന്ദാസ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ലാൻഡ് വാങ്ങും, അല്ലെങ്കിൽ ജമീന്ദാസിനെ നിന്നും റെന്റിനെടുക്കും ഈ ലാൻഡ് നമുക്ക് കാണാൻ പറ്റും. ദെൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, നിക്സ ജ്വാല ഗൗരി എന്തോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. Then he produced indigo by directly employing hired laborers. എന്ത് ചെയ്യും, ലേബേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ട് ഡയറക്റ്റ്ലി ആണ് എന്ത് ചെയ്യുക, ഇവിടെ ഇൻഡിഗോ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിജിൽ പ്ലാന്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ആസ് ഫർ റൈറ്റി, the planters forced rights or peasants to sign a contract. റൈറ്റിലാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പ്ലാന്റേഴ്സ് ആരെ ഫോഴ്സ് ചെയ്യും, ഫാമേഴ്സിന് അല്ലെങ്കിൽ റൈറ്റ്സിന് എന്ത് ചെയ്യും, ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം എന്നുള്ളത് ഫോഴ്സ് ചെയ്യും. ദെൻ ദ വില്ലേജ് ഹെഡ്മാൻ വാസ് ഓൾസോ ഫോഴ്സ്ഡ് ടു സൈൻ ആൻ അഗ്രിമെന്റ് ഓൺ ദി ബിഹാഫ് ഓഫ് ദ റൈറ്റ്സ് കൂടാതെ വില്ലേജ് ഹെഡ്മാനും എന്ത് ചെയ്യണം, ഈ പറയുന്ന അഗ്രിമെന്റിൽ സൈൻ ചെയ്യണം. ദ പെസൻസ് റിസീവ്ഡ് എ ലോൺ ഫ്രം ദ പ്ലാന്റേഴ്സ് ടു കൾട്ടിവേറ്റഡ് ദർ ലാൻഡ്. പെസൻസിന് എന്ത് കിട്ടും, പ്ലാന്റേഴ്സിനൊക്കെ ലോൺ കിട്ടും, ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി എന്ത് ചെയ്യും, പൈസ
കിട്ടും. അതിലെന്ത് ചെയ്യണം? പെസൻസ് കൾട്ടിവേറ്റ് ചെയ്യണം. ഇതാണ് ഈ പറയുന്നത് രണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നിച്ച് കൾട്ടിവേഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ കുഡ് ബി കൾട്ടിവേറ്റഡ് ഓൺലി ഓൺ ഫെർട്ടൈൽ ലാൻഡ്സ്. പ്ലാന്റേഴ്സ് നീഡഡ് ലാർജ് ഏരിയാസ്. അപ്പോൾ എന്ത് വേണം? ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് മാത്രമേ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലാന്റേഴ്സിന് എന്ത് വേണം? ലാർജ് ലാൻഡ് അതിന് വേണ്ടതായിട്ട് വരും. ലേബേഴ്സ് വാസ് നീഡഡ് പ്രീഷ്യസ്ലി അറ്റ് എ ടൈം when peasants were usually busy with their rice cultivation. അപ്പോൾ ഇവിടെ ലേബേഴ്സിന് ആവശ്യമായിട്ട് വരും. ലേബേഴ്സ് ഈ ഒരു സമയത്ത് എന്തായിരിക്കും? റൈസ് കൾട്ടിവേഷനിൽ ബിസി ആയിരിക്കുന്ന സമയമായിരിക്കും കോമൺലി ഈ പറയുന്ന പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തായിരിക്കും എന്തിനാവശ്യമായിട്ട് വരാം? ലേബേഴ്സിന് ആവശ്യമായിട്ട് വരാം. അപ്പോൾ ലേബേഴ്സിന് അവൈലബിലിറ്റിയിൽ ഉണ്ടാവുന്ന ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ലേബേഴ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇനി പറയുന്നുണ്ട് സാറിന് വേണ്ടി ഞാനൊരു പാട്ട് പാടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന ഇൻഡിഗോ കൾട്ടിവേഷൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി റൈറ്റി കൾട്ടിവേഷൻ, നിച്ച് കൾട്ടിവേഷൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി റൈറ്റി കൾട്ടിവേഷന് പ്രോബ്ലംസ് ഉണ്ടാച്ചാൽ ഉണ്ട്. The planters forced the rights to sign a contract. Planters എന്ത് ചെയ്യും? ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ ആര് ഫോഴ്സ് ചെയ്യും? യെസ്, ഈ പറയുന്ന റൈറ്റ്സിനെ ഫോഴ്സ് ചെയ്യും. ദ പ്ലാന്റേഴ്സ് വാണ്ടഡ് that the indigo should be grows in the best soil. പ്ലാന്റേഴ്സിന് എന്ത് വേണം? ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ തന്നെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന ഡിമാൻഡ് കൂടി പ്ലാന്റേഴ്സിനുണ്ട്. ദ സൈക്കിൾ ഓഫ് ലോൺ നെവർ എൻഡഡ്. പ്ലാന്റേഴ്സ് ലോൺ കൊടുക്കുന്നു, ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, വീണ്ടും ലോൺ കൊടുക്കുന്നു, വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ലോൺ സൈക്കിൾ എന്ത് ചെയ്യുന്നില്ല? സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. The price they got for the indigo they produced was very low. അപ്പോൾ അതുപോലെ തന്നെ ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വളരെ മേജർ പ്രൈസ് മാത്രമേ ആര് കൊടുക്കുന്നുള്ളൂ? പ്ലാന്റേഴ്സ് ആര് കൊടുക്കുന്നുള്ളൂ? റൈറ്റ്സിന് കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് പറയുന്നത് റൈറ്റിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇൻഡിഗോ കൾട്ടിവേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ബ്ലൂ റബലിൻ എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ഇൻഡിഗോ റിവോൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇൻ മാർച്ച് 1859 thousands of rights in Bengal refused to grow indigo. ഇൻഡിഗോ ഗ്രോ ചെയ്യുന്നതിൽ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് റിയലൈസ് ചെയ്ത റൈറ്റ്സ് എന്ത് ചെയ്യാണ്? ഒരു ഇൻഡിഗോ റിവോൾട്ട് കണ്ടക്ട് ചെയ്യാണ്, ഇൻഡിഗോ മൂവ്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഫൈനലി ഒഫീഷ്യൽസ് എന്ത് റിയലൈസ് ചെയ്യുന്നു? ഇൻഡിഗോ പ്ലാന്റേഷനിലൂടെ ആർക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല, റൈറ്റ്സിന് പ്രോഫിറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ന് ഫൈനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ കൂടിയാണ്. നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൗ, വെൻ ആൻഡ് വെയർ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഹൗ, വെൻ ആൻഡ് വെയർ എന്നുള്ള ചാപ്റ്ററിൽ ബേസിക്കലി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഹിസ്റ്ററി ഓർ പൊളിറ്റിക്സ് ഓർ ജിയോഗ്രഫി എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട്. ഇറ്റ്സ് ഹിസ്റ്ററി. ഇത് ഹിസ്റ്ററിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ജിയോഗ്രഫി സെറ്റ് ചെയ്യും. ജിയോഗ്രഫിയിൽ ഐ തിങ്ക് നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണത്. ഞാനൊരു ചാപ്റ്ററും റിമൈൻ ആർത്ര മിസ്സായിരിക്കും ഉണ്ടാവുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് ആർത്ര മിസ്സായിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് കൂടി സെറ്റ് ആക്കും. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ? ഇനി ഹൗ ഇമ്പോർട്ടൻസ് ആർ ഡേറ്റ്സ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബിക്കോസ് ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് ക്രോണോളജിക്കലി. ഹിസ്റ്ററി എന്ന് പറയുന്നത് 1 by 1 ഓരോ ഇവൻറ്റിന് ശേഷം അങ്ങനെ ക്രോണോളജിക്കലാണ് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഹാപ്സ് ടു നോ ദാറ്റ് വൺ ഇവൻറ്റ് ഹാപ്പൻ ബിഫോർ അനദർ ഇവൻറ്റ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഇവൻറ്റും മറ്റൊരു ഇവൻറ്റും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഒരു ഇവൻറ്റും അതിനുശേഷം നടന്നിട്ടുള്ള അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്നിട്ടുള്ള ഇവൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ എന്താ പറയുക, ക്രോണോളജിക്കൽ ഓർഡർ വരുന്നതിലൂടെ നമുക്ക് പറ്റും. ആൻഡ് സോ ദാറ്റ് വൺ ക്യാൻ എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവൻറ്റ്സ്. അപ്പോൾ ഈ ഡേറ്റ്സ് കൊണ്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻ. ലൈക്ക് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ 1914 to 18 ആണ്. സെക്കൻഡ് വേൾഡ് വാർ 1939 to 45 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇവൻറ്റ് തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ 1914 to 18 പീരീഡിലുള്ള പീരീഡ് ഫസ്റ്റ് വേൾഡ് വാർ ആണെന്നും മറ്റേത് സെക്കൻഡ് വേൾഡ് വാർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഏതാ നടന്നത്, സെക്കൻഡ് ഏതാ നടന്നത്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ എന്തിലൂടെ പറ്റും? ഡേറ്റ്സിലൂടെ നമുക്ക് പറ്റും. ഇനി ഡേറ്റ്സ് ഓൾസോ സെർവ് മാർക്ക് പീരീഡ്സ് ഇൻ ഹിസ്റ്ററി. ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ലൈക്ക് എന്താ പറയുക, കാലഘട്ടമായിട്ടും ഡിവൈഡ് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഡേറ്റ്സ് ഹിസ്റ്ററിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി വാട്ട്സ് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഈസ് സെർട്ടൻലി അബൌട്ട് ചേഞ്ചസ് ദാറ്റ് ഒക്യൂർ ഓവർ ടൈം. കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിലൂടെ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് അബൌട്ട് ഫൈൻഡിങ് ഔട്ട് ഹൗ തിങ്സ് വെയർ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹൗ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. നമ്മൾ ഹിസ്റ്ററിയുടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതാണ് എന്തായിരുന്നു പണ്ടത്തെ കാലഘട്ടം, എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ നിന്നും വന്നിട്ടുണ്ട് അല്ലേ? ഓരോ കാര്യങ്ങൾക്കും അതിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പെസൻസ് മീൻസ് ഫാമേഴ്സ് ആണ് മക്കൾ ഉദ്ദേശിക്കുന്നത്. പെസൻസും റൈറ്റ്സ് ഒക്കെ ഫാമേഴ്സ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. റൈച്ചി എന്നതുകൊണ്ട് ഫാമേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേടാ മക്കളെ? എന്നൊരു ഹിസ്റ്റോറിയൻ എന്ന് പറയുമ്പോൾ എൻ ഹിസ്റ്റോറിയൻ ഇസ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് ആൻഡ് റൈറ്റ്സ് അബൌട്ട് ദ പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ച് പഠിക്കുകയും പാസ്റ്റിനെ കുറിച്ച് എഴുതുകയും ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിയൻ, ചരിത്രകാരൻ എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ പറയുന്നുണ്ട് ലിവിങ് ഇൻ ദ വേൾഡ് വി ഡു നോട്ട് ഓൾവേസ് ആസ്ക് ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് വാട്ട് വി സീ അറൗണ്ട് അസ് ബട്ട് ഇഫ് വി ബിഗിൻ ടു ലേൺ അബൌട്ട് ദ മെനി ഓബ്ജക്ട്സ് വി സീ ഓർ യൂസ് ഇറ്റ് വിൽ ബി ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ പറയും നമ്മുടെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് എപ്പോഴും സംശയമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും?
സംശയങ്ങളുണ്ടാവും. ഇതെങ്ങനെ വന്നു, ഇതെപ്പോൾ വന്നു, ഇതെന്തിനു വന്നു, ഇതാര് കൊണ്ടുവന്നു, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ, ഓക്കെ, ഒരു മൊബൈൽ ഫോൺ കാണുമ്പോൾ ഇതെങ്ങനെയാണ് വന്നത്, ഇത് ആദ്യമായിട്ട് ആരാ കണ്ടുപിടിച്ചത്, ഇതില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ വെൻ യു ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ യു മേ സംടൈംസ് വണ്ടർ വെൻ ഡിഡ് പീപ്പിൾ ബിഗിൻ ടു ഡ്രിങ്ക് ടീ ഓർ കോഫി. ഒരു ഗ്ലാസ് ചായ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ആരെ ആദ്യമായിട്ട് ചായ കുടിച്ചിട്ടുണ്ടാവുക, എപ്പോഴായിരിക്കും ഇത് തുടങ്ങിയിട്ടുണ്ടാവുക, എന്തിനായിരിക്കും ഇത് തുടങ്ങിയിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ഉണ്ട്, വെൻ യു ട്രാവൽ ഓൺ ട്രെയിൻ യു മേ ആസ്ക് യുവർ സെൽഫ് വെൻ വെർ റെയിൽവേസ് ബിൽഡ് ആൻഡ് ഹൗ ഡിഡ് people travel long distance before the age of railways. എപ്പോഴായിരിക്കും റെയിൽവേ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക, റെയിൽവേ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും ലോങ് ഡിസ്റ്റൻസ് പ്ലേസസിലേക്കൊക്കെ ആളുകൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. ലൈക്ക് ഇങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സ്പെസിഫിക് പീരീഡ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. Yes, reading the newspaper in the morning, you may curious to know how the people got to hear about things before newspaper began to be printed. Newspapers വരുന്നതിന് എങ്ങനെയായിരിക്കും പീപ്പിൾസ് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുക, വിവരങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, ആരായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, ഇങ്ങനെ പല കാര്യങ്ങൾ കാണുമ്പോഴും മക്കൾക്ക് സംശയം ഉണ്ടാവാറുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ കാണുമ്പോഴാണ് മക്കൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാറ്? ജസ്റ്റ് ഒന്ന് മക്കൾ കമൻറ്റ് ചെയ്തത്. എന്തൊക്കെ കാണുമ്പോഴാണ് നിങ്ങളിങ്ങനെ ആലോചിക്കുക ഇത് വരുന്നതിന് മുമ്പ് എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, ഇത് എങ്ങനെയായിരിക്കും വന്നത്, ഇതാരാ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു തിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് മക്കളെ. ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമൻറ്റ് ചെയ്യുന്നില്ല, പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് there can be no one clear date for a process such as this establishment of British rule, emergence of nationalism, changes took place within the economy and society. ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു സ്പെസിഫിക് ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളത് ഗ്രാജുവലി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ വെൻ പീപ്പിൾ എന്താ പറയുക സ്റ്റാർട്ടിങ് ടു ഡ്രിങ്ക് ടീ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്പെസിഫിക് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഗ്രാജുവലി ഓരോ ഘട്ടമായിട്ട് ഒരു ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പീരീഡ് ഓഫ് ടൈം ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, സർ മാരീഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി മക്കളെ, 2 മക്കളാണ് എനിക്കുള്ളത്. ഒരാൾ LKG പഠിക്കുന്നു, ഒരാൾ ചെറിയ 1.5 വയസ്സായിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിയൻ എന്തിനെ കുറിച്ചൊക്കെയാണ് എഴുതുക? യെസ്, the year king was crowned, the year he married, the year he had child, the year fought a particular war, then the year he died, and the year next ruler succeeded to in throne. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക ഹിസ്റ്റോറിയൻസ് കൃത്യമായിട്ടും ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മക്കളെ പെസൻസ് എന്ന് വെച്ചാൽ ഫാമേഴ്സ് ആണ് മക്കൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ്സ് ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു രാജാവ് മരിക്കുന്നത്, ഒരു രാജാവ് ജനിക്കുന്നത്, ഒരു രാജാവിന് പൊസിഷൻസ് കിട്ടുന്നത്, ഈ ഡേറ്റ്സ് ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വാർ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഹൗ ഡു വി പീരിയഡൈസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ലൈക്ക് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ 1817 ജെയിംസ് മില്ലർ, സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫർ, ഈ പബ്ലിഷ്ഡ് എ മാസീവ് 3 വോളിയം ഓഫ് വർക്ക്, എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയെ കുറിച്ച് ഒരു 3 വോളിയം ഓഫ് വർക്ക് ആര് പ്രിപ്പയർ ചെയ്തു? യെസ്, ജെയിംസ് മില്ലിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രിപ്പയർ ചെയ്തു. അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞത് ദ ഹിന്ദു, ദ മുസ്ലിം, ദ ബ്രിട്ടീഷ് എന്നിങ്ങനെയാണ് ആര് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ജെയിംസ് മിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ദ ഹിന്ദു, ദ മുസ്ലിം ആൻഡ് ദ ബ്രിട്ടീഷ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജെയിംസ് മിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. മിൽ തോട്ട് that all Indian societies were at a lower level of civilization than Europe. According to his telling, the history of telling of history before the British came to India, Hindu Muslim despots ruled the India. അപ്പോൾ ജെയിംസ് മിൽ പറയുന്നത് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഹിന്ദു മുസ്ലിം ലോക്കൽ റൂളേഴ്സ് ഇന്ത്യയെ ഗവേൺ ചെയ്യായിരുന്നു. ഒന്നെങ്കിൽ ഹിന്ദു റൂളേഴ്സ് അല്ലെങ്കിൽ മുസ്ലിം റൂളേഴ്സ് ഇങ്ങനെ മാറി ഗവേൺ ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആര് പറയുന്നത്? ജെയിംസ് മിൽ പറയുന്നത്. ഇനി നോർമൽ ഇന്ത്യൻ സൊസൈറ്റിയെ മറ്റ് ആളുകൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആൻഷ്യൻ, മിഡീവൽ, മോഡേൺ എന്ന പേരിലാണ്. ഓക്കെ, ആൻഷ്യൻ, മിഡീവൽ, മോഡേൺ എന്ന പേരിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് കൊളോണിയൽ ടൈമിലാണ്. അപ്പോൾ ഈ മോഡേൺ എന്നുള്ളതിന് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് കൊളോണിയലാണ്. ഓക്കെ,
ഇന്ത്യൻ പെർസ്പെക്റ്റീവ്ലി മോഡേൺ എന്ന് പറഞ്ഞ ടേം കൊളോണിയലാണ്. അതായത് കൊളോണിയലിസം ഡിഫൈൻഡ് ആസ് കൺട്രോൾ ബൈ വൺ പവർ ഓവർ എ ഡിപെൻഡൻറ്റ് ഏരിയ ഓർ പീപ്പിൾ. അതായത് മോഡേൺ എന്ന് പറയുമ്പോൾ കൊളോണിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷേഴ്സ് മോഡേൺ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ ഗ്രോത്ത് ഉള്ള സമയത്താണ്. പക്ഷേ ഇന്ത്യൻസ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഇതൊരു മോഡേൺ പീരീഡ് അല്ല, കൊളോണിയൽ പീരീഡ് ആണ്. ബിക്കോസ് ഈ സമയത്ത് ഇന്ത്യയിൽ അത്തരം ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇന്ത്യ ആരുടെ കൺട്രോളായിരുന്നു? ബ്രിട്ടീഷേഴ്സിൻ്റെ കൺട്രോളായിരുന്നു. കാരണം ഈ പീരീഡ് മോഡേൺ ആയിട്ട് ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് കാണാൻ പറ്റും. ഇനി ഏതൊക്കെ റെക്കോർഡ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എവറി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആഡ് റെക്കോർഡ് റൂം നമുക്കിവിടെ കാണാൻ പറ്റും. ബ്രിട്ടീഷേഴ്സിൻ്റെ അണ്ടറിൽ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനും എന്തുണ്ടായിരുന്നു? റെക്കോർഡ് റൂംസ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഓൾസോ ഫെൽ ദാറ്റ് ദ ഓൾ ഇമ്പോർട്ടൻസ് ഡോക്യുമെൻറ്റ് ആൻഡ് ലെറ്റേഴ്സ് നീഡഡ് ടു ബി കെയർഫുള്ളി പ്രിസർവ്ഡ്. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് എന്ത് റിക്കഗ്നൈസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്ത് റിയലൈസ് ചെയ്തിരുന്നു? യെസ്, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസും എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം. സോ ദേ സെറ്റ് അപ്പ് എ റെക്കോർഡ് റൂംസ് അറ്റാച്ച്ഡ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെക്കോർഡ് റൂം അറ്റാച്ച് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ വില്ലേജ് തഹസീൽദാർസ് ഓഫീസിലാണെങ്കിലും കളക്ടറേറ്റിലാണെങ്കിലും കമ്മീഷണേഴ്സ് ഓഫീസിലാണെങ്കിലും പ്രൊഫഷണൽ സെക്രട്ടേറിയറ്റ്സിലാണെങ്കിലും ദ ലോ കോഡ്സ് ഓൾ ഹാഡ് ദെയർ ഓൺ റെക്കോർഡ് റൂംസ് നമുക്ക് കാണാൻ പറ്റും. അതായത് എല്ലാ ഓഫീസേഴ്സിനും ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് റൂം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ പോസിറ്റീവ് സൈഡ്സിനെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? മോസ്റ്റ്ലി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഇപ്പോൾ എടുത്ത ഭാഗങ്ങളിലൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യാം. എനിവേ ഈ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിരിക്കും. എന്നാലും മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് പഠിച്ചു പോകാം കേട്ടോ. ഒന്ന് ജസ്റ്റ് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ തൽക്കാലം ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യണോ? വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓക്കെ ആണോ, സെറ്റ് ആണോ, റെഡി ആണോ ജസ്റ്റ് നോക്കാം. കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒരു ഫയർ ഒക്കെ ഇട്ട് സെറ്റ് ആക്കടാ. യെസ്, ഓക്കെ ആണെങ്കിൽ റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫയർ ഒക്കെ ഇട്ട് സെറ്റ് ആക്കാം. യെസ്, അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ മക്കളെ ലൈക്ക് അടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കടാ, സെറ്റ് ആക്കടാ, ഫയർ ഇടടാ. കമൻറ്റ് ബോക്സിൽ ഫയർ ഇടാ, ലൈക്ക് ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിക്കുക, ലൈക്ക് പൊടിക്കുക, ഫയർ ഇടുക, സെറ്റാക്കുക. യെസ് മക്കളെ, സെറ്റിലിടാ. യെസ്, ഓക്കെ ആണ്, റെഡി ആണെങ്കിൽ ഒരു ഫയർ ഒക്കെ ഇട്ട് സെറ്റ് ആക്കടാ. യെസ്, ഓക്കെ, സെറ്റില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. നാളെ ജിയോഗ്രഫിയുടെ ചാപ്റ്റേഴ്സുമായിട്ട് ഞാൻ മാത്രം മിസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ജിയോഗ്രഫി കൂടി സെറ്റ് ആക്കണം. അപ്പോൾ 7:30 ആണ് നാളത്തെ ടൈം, മറക്കണ്ട. താങ്ക് യു ഓൾ, ബൈ.